ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പഠിപ്പാട്ടിയ ഹദീസിൽ കണ്ട് ഒരു മനുഷ്യയുടെ വിജയ ചൊന്ന കൂട്ടത്തിൽ 3 വിഷയ ചൊല്ലുമ്പോ വ്യത്യസ്തമായ ഹദീസിലെ വ്യത്യസ്തമായ വിഷയ കണ്ട് ആ 3 വിഷയത്തിൽ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊല്ലു വൽ ജാറു സ്വാലിഹു നല്ല നരക്കര കിട്ടിത്ത അവനു ഗന്ധിയ അവനു വിജയിച്ച നിങ്ങളെ ഒത്തുര ഔത്തുറങ്ങ നല്ല നരക്കരടങ്ങമാ അങ്ങ കുർപ്പാ തെന്നാത്ത നരക്കരടങ്ങ ഗീബത്ത് ചൊല്ലുല്ല ഫിത്ന ചൊല്ലുല്ല ഫസാദാക്കില്ല നല്ലതെന്തും മുടക്കില്ല അങ്ങനത്തെ ഫിത്ന ഇല്ലാത്ത നരക്കരടങ്ങ നിങ്ങൾക്ക് കിട്ടിത്ത ആ മനുഷ്യ ഗന്ധിയാട്ടൻ റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നു. അതുകൊണ്ടല്ലേ അലി റളിയല്ലാഹു അൻഹു ചൊന്നുല്ലേ നിങ്ങ അക ആക്കുമ്പോ പ്രത്യേകിച്ചിട്ടൊരു കാര്യം ശ്രദ്ധിക്കണു, ശൈത്താന്റെ പോക്ക് അവിടെ ഉണ്ടായില്ലേണ്ടല്ല. പോക്കു അങ്ങനുണ്ടല്ലോ കൊറേ പക്ക അങ്ങനുണ്ട്, ശൈത്താന്റെ പോക്കുള്ള പക്കാണ്. അതുകൊണ്ടല്ല അലി റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹു നീന ഒരു ഔത്ത് ഒരു പക്ക എടുക്കുമ്പോ നീ ചിന്തിക്കണ എന്തിനാ ഒത്തുറങ്ങ 6 ഇട്ട് നോക്കണമെന്ന്. ഒത്തുറങ്ങ 6 ഇട്ട് പക്ക എത്ര സെൻസ് ഉണ്ടുകൊണ്ട് മാത്രമല്ല, അതേപോലെ പള്ളിയുടെ മുട്ട ഉണ്ടുകൊണ്ട് മാത്രമല്ല, മദ്രസത്തെ മുട്ട കൊണ്ട് മാത്രമല്ല, നിന്റെ നിരക്കേരുടെ ഉണ 6 ഇട്ട് നോക്കണം. എന്താ കാരണം? നിരക്കേരുടെ ഉണ നല്ലില്ല കണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾ പേച്ചാടിയോണ്ടേക്കുവാറ്. പേച്ചാടിയോണ്ടേ ഇന്നെങ്കില പണ്ടത്തങ്ങനെ ഒരു ഗാഥ ഉണ്ട്, പണ്ടത്തെ ബയസ്തറങ്ങളെ ഗാഥ. അത് നക്കുകൊന്തില്ലേ നാ ബയസ്തറാലെന്തോ അല്ലല്ലേ നുപ്പാടെ ഞങ്ങൾ ഉണ്ടോണ്ടിരിക്കുമ്പോ ഉസ്താദ് ജന്തു ഞങ്ങൾക്കു മീൻ്റെ കരിയെ മെയ് ഇറച്ച കരി വേണ്ട ബേസായിത്തല്ലേ ചെന്നിട്ടു. അപ്പൊ നക്കായത്ത് നണ്ടും കൂടി ഉസ്താദ് ബേസറങ്ങളെ കൂട്ടത്തിൽ പെടുത്തിത്താണ്ട് എന്നാ ചൊന്നോണ്ട് വന്നു. പണ്ടത്തങ്ങളൊരു ഗാഥ ഉണ്ട്. എന്തൊരു ഗാഥ ഒന്നുണ്ടാ ഓരിയ അക ചോറ് ഉണ്ടു ജോക്കട്ടിൽ നിന്നിട്ടില്ല അങ്ങനത്തെ ഒരു പൽക്ക ബേസറങ്ങ ഇല്ലേ സദസ്സിൽ ഉള്ളാറല്ലേ കൊറിയ ബേസറങ്ങ ഓരിയാക ഉമ്മമാർ കൊന്തിക്കുവല്ലേ പണ്ടത്തങ്ങളെ പൽക്ക. പണ്ടത്തങ്ങളെ ഒരു ഗാഥ ഓരിയാക ചോറാട്ടിക്കാലെ ഏത് അകെടുത്തു നോക്കറോ നിങ്ങ ചോറിയಂಟೆ ಉಂಡಿಪ್ಪ ചോറ് തന്നെ കൊന്തേത്ത ലീക്ക്. ലാസ്റ്റ് ഞാൻ ഒരു എഞ്ചിനീയർ റൗത്ത് പോയപ്പോ എഞ്ചിനീയർ റൗത്തിലും ചോറിയുണ്ടുണ്ട് പസ വന്നോണ്ടുണ്ട്. അല്ല എഞ്ചിനീയർ അകത്തെല്ലൊന്ന് ശ്രദ്ധിച്ചിട്ടാക്കാലേ നോക്കുമ്പോ അയാളുടെ അകം ചോറിയുണ്ടുണ്ടു. എന്റെ ചോറോ അയാളുടെ അക ചോറോ കാരണല്ല എന്നാ ചൊന്നുണ്ടല്ലോ. പണ്ടത്തെ ഒരു ഗാഥ ഉണ്ടു ഈ ചോറിന്റെ ಬಗ್ಗೆ അല്ല ചൊന്നുണ്ടല്ലോ. പിന്നെ ഓരിയ അക ചോറു ഔത്തുറവുൽക എപ്പോഴും തക്കറാറേണ്ടായെങ്കില് ഔത്തുറവുൽകം പരിസരത്തിലും എപ്പോഴും ഗലാട്ടേണ്ടായെങ്കില് ആ ഔത്തുല് എപ്പോഴും സമസ്യയിക്കൂ, എപ്പോഴും ഉപദ്രവിക്കൂ, എപ്പോഴും പ്രോബ്ലമിക്കൂ. സീക്ക് തപ്പാലെ 4 ഹോസ്പിറ്റലിಗೆ പോയി ಬರೋಣಾಯಿ ಬರು. ഈ ഓരയൊന്നെങ്ങനെ എപ്പ നോക്കിയെങ്കിലും തർക്ക ഔത്തറ ഉൽഗത്തെ തർക്ക കൊറടിയാക്കണു. നല്ല കുടുംബ ജീവന ಬೇಡ, ഞങ്ങള ഔത്തറ ഉൽഗ സമാധാന ಬೇಡ. ഔത്തറ ഉൽഗത്തെ തർക്ക കൊറടിയാക്കണു. ಯಾರ ಬಂಡೆ ಎಂದರೆ ಎತ್ತರ നല്ല ആകായെങ്കും ഉമ്മമാരേ നാന് പെണിങ്ങളെ ദൂരേട്ട് നിങ്ങ വിചാരിക്കണ്ട. കാരണം നന്റെ ഉമ്മം ഒരു പെണിങ്ങമേ, നന്റെ പെഞ്ഞയും പെണ്ണേ, നന്റെ എലോലും പെണ്ണേ, നന്റെ മക്കം 2 പെണ്ണുമക്കം ഉള്ളാറ് ന ചൊന്നോണ്ടുള്ളു. പെണിങ്ങളെ ദൂരേട്ടല്ല, പെണിങ്ങളത്ര നല്ല ആരും ഇല്ല. അല്ലാഹു തആല അങ്ങ് വലിയ ബറക്കത്ത് കൊടുക്കട്ടെ. ഇത് ചൊല്ലുമ്പോ നിങ്ങൾക്ക് അർസവണ്ട ഇല്ലേന്ന ഗൊന്തില്ല. പെണിങ്ങ ചൊന്നിങ്ങ നല്ലങ്ങ അല്ലാഹുടെ തൗഫീഖ് കൊണ്ടിട്ടു. ആണിങ്ങ വാദര സദസ്സിൽ വന്ന് ദയിക്കണെങ്കില് വാദര ഉസ്താദര സൗണ്ട് കേൾക്കണു. അല്ലെങ്കിൽ സ്റ്റേജിൽ പറ്റിട്ട് ഉസ്താദര സൗണ്ട് കേട്ടെങ്കിൽ ആണിങ്ങ വന്ന് ദയിക്കുവാറ്. അതേ ടൈമില് പെണിങ്ങ അങ്ങനല്ല, അതേ വാലര സദസ്സിൽ വന്നിട്ട് ദയിക്കിടാറ്. അങ്ങ് വാല് തുടങ്ങടത് കാത്തോട്ടിക്കിടാറ്.
അങ്ങനെ നല്ല നീയത്തിൽ വളരെ സദസ്സിൽ തന്നെ ബൈക്കടെ എത്രമാ ഉമ്മ പെങ്ങന്മാരുള്ളാറ്. അല്ലാഹുവേ ഈ സദസ്സിലുമുള്ളാറ് നീ അങ്ങക്ക് വലിയ ബറക്കത്ത് കൊടുക്കു റഹ്മാനേ. പക്ഷേ ഞാൻ ഉമ്മമാരട്ട ചൊല്ലട്ട ഇബാദത്തെല്ലാം വേണു വേണ്ടാണ്ടല്ല. ആ ഇബാദത്ത് എന്തുമിണ്ട് കൊറടിയില്ല ഉമ്മ. ചൊല്ല ദിക്ർ എന്തും കൊറടിയില്ല, തസ്ബീഹും കൊറടിയില്ല, സ്വലാത്തും കൊറടിയില്ല. അതിരെ ബറക്കത്ത് കൊണ്ടുവന്നു ഓറതൊന്നു കൊറടിയായെങ്കിമേ. കാരണം എന്റെ ഓറിയ അക എപ്പം ചോറൂ എപ്പോഴും ഔത്ര ഉൽഗ ഗലാറ്റമാ തകറാറ എങ്കിൽ ആ ഔത്ര ഉൽഗ എപ്പോഴും മുസീബത്തിക്കൂ, എപ്പോഴും പ്രശ്നയിക്കൂ. ഇത് വെറുതെ കല്ല ചൊന്നോട്ടുള്ളൂ. ചെറിയ വിഷയായിട്ടിക്കു. പക്ഷേ ഔത്തുലു പെണിങ്ങല നടുലു ഗലാറ്റ സുറായിട്ട് അത് കൊറടിയാക്കണുമ്മ, അത് നിപ്പാട്ടണുമ്മ. ಅದಕ್ಕೆ ಚೆಮ್ಮೆ ಅಧ್ವಾನ ಬೇನುಂಟಿಲ್ಲ. ಔತುಲು ಪೆಣಿಂಗಲ ನಡುಲು ಆ ಗಲಾಟಂ ತಕರಾರ ಕೊರಡಿಯಾಕೋ. ಚೆಮ್ಮೆ ಅಧ್ವಾನ ಬೇನುಂಟಿಲ್ಲ. ശ്രമിച്ചെങ്ക ഒന്ന് ശ്രമിച്ചെങ്ക മെയ്യേ. മർമോലു മാമിട ഒന്ന് പോതിയെങ്ക മെയ്യ് ഓർക്ക. പിന്നെ ആ മാമിക മർമോളിട്ട് പിർസ കിട്ട. ഞാനിത് വെറുതെ കല്ല ഉമ്മ ചൊല്ലെ, നേരെ ചൊല്ലെ. ഓർക്ക അടുപ്പുകാരയിലെ കിച്ചൺ റൂമിലു മാമിയും മർമോലും സൊറാക്കിണ്ടിക്കും ഓർക്ക മാമിരട്ട ചെന്നേമേ ഫസ്റ്റ് വന്നപ്പ. കാരണം സുറൂകു നീ നിന്റെ മാപ്പിളുടെ ഔത്തുകു നൂണ്ട സാർത്ത് നിന്റെ മാമി നിന്റെ മേൽ ജണ്ട് കണ്ണല്ല ഇരിയ കണ്ണ് വെച്ചിട്ടിക്കിട് ഓല് എങ്ങനത്തവലു ചെന്നിട്ട്. ഞാൻ നേരെ വെറുതെ ഒന്നുണ്ടല്ല. സമാ നിന്റെ ഓരോ നടത്തവും, നിന്റെ ചലന വലന, നിന്റെ ഹറക്കത്ത്, നിന്റെ സക്കനത്ത് എല്ലാം നിന്റെ മാമി ശ്രദ്ധിച്ചോണ്ടിക്കിട്. മാമി ചൊന്നെങ്കിൽ നിന്റെ മാപ്പിളുടെ ഉമ്മ അമ്മായിയുമ്മാണ്ട് ചൊല്ലും മാമി. ആ മാമി ശ്രദ്ധിച്ചോണ്ടിക്കിട്. ഓലോ ഔത്തര വിഷയത്തില് എങ്ങനെ ഉള്ളാല് നന്റെ മോണ്ടം നണ്ടം തപ്പാട്ടാല, ഔത്തുല ഗലാട്ടാക്കുവാല, കുടുംബ ബന്ധ ഒടക്കുവാല എല്ലോ. ഫസ്റ്റ് മാമിയുടെ കൽബില് നിങ്ങളെ ಬಗ್ಗೆ ഒരു നല്ല അഭിപ്രായം വേണം. എന്താ നല്ല അഭിപ്രായം? അത് മാമിയുടെ ഒന്ന് പോദ്യം കയത്ത് ഏത് മനുഷ്യകും പോതിരജൊന്നെങ്കിൽ ഇഷ്ടം. അതിരത്ര ഇഷ്ടമുള്ള വേറെന്തും ഇല്ല. വെറുതെ ചൊല്ല വന്നിട്ട് നന്റെ പോതണ്ടാവാ, നന്റെ പോതിരണ്ടാന്ന് ചൊല്ലുവാ. പക്ഷെ ഓണ്ട പോതിയെങ്ക ഓണ അവിടെ പുഗ്യ നോക്കിയെങ്കിലാ സുബ്ഹാന ജല്ല ജലാലു. അങ്ങനെ ഉണ്ടു. പോതില്ലെങ്കിൽ ബേജാറും അവിടെ ഉള്ളാർ. കൊറിയ ചങ്ങായിമാറുള്ളാർ. അങ്ങനത്തെ ചങ്ങായിപ്പാട് ആർക്കും വേണ്ട. നിങ്ങളുടെ എല്ലാവരുടെ ചൊന്നോ ലാണികളിട്ട ചങ്ങായി ചൊന്നെങ്കിൽ ചട്ടി ജോസ്തി ആ ജോസ്തി ഉണ്ടല്ലോ ചൊല്ലങ്ങൊള്ളാറല്ലേ. എങ്ങനെ ഇന്നെങ്കിൽ കൊറിയ ചങ്ങായിമാറുള്ളാർ ജാഗ്രത ആക്കണോ. അങ്ങനത്തെ ചങ്ങായിമാർ നമുക്ക് ഭവിഷ്യത്തിൽ വലിയ ആഫത്തായിട്ടിക്കും. എന്താ ഞങ്ങളെ എല്ലാ സീക്രട്ടും അവണ്ടിട്ട ചൊന്നെങ്കിൽ അവനക്ക് സമാധാന, ഇല്ലെങ്കിൽ സമാധാനം ഇല്ല. ആരട്ടും ചൊല്ലുകാവാത്ത രൂപത്തിൽ നാ ഒരു മൂത്ത് ഫോണായി വന്നിട്ടുണ്ട് പേരിക്കാം. അതും ഓണ്ടിട്ട് ചൊല്ലണു. ഓണുക മീത്തു നാ പോയ വിഷയം കൊണ്ടായിട്ട് ഓണ്ടിട്ട് ചൊല്ലാണ്ട നാ പോയേ അപ്പ കൊണ്ട് തീന്തെല്ലാം തീന്ത് ഒഞ്ചൊണ്ടെന്തരെ ഇത്ര വലിയ ചങ്ങായിട്ട് നണ്ടിൽ നീ ചൊന്നിട്ടില്ലല്ലേ. അത് ചൊല്ലണായ വിഷയം അല്ല, ചൊല്ലണായതല്ലേ ചങ്ങായിട്ട ചൊല്ലേ. ചൊല്ലാത്തതിന്റെ പേര് മോലോ മങ്ങലത്തേക്ക് വിളിക്കാത്തതിന്റെ പേരിലല്ല നായി ചൊന്നുണ്ടല്ലേ. എന്നെ ഓന്റെ ഒരു പേഴ്സണൽ വിഷയത്തേക്ക് ഒരാളട്ടം ചൊല്ലോ തീറ ചൊന്നെങ്കിൽ അത് ഹൈറില്ല. അങ്ങനത്തതുണ്ടായെങ്കിൽ ഓൺ ആർക്കും ചൊല്ലാണ്ടല്ലേ പോയി പറഞ്ഞേ. പക്ഷെ പോയി വന്നപ്പമാ ഓന്റെ ചട്ടി ജോസ്തിയുള്ള ബെസ്റ്റ് ഫ്രണ്ട് അവനോണ്ടിട്ട മുഖം ഇങ്ങനെ ഇങ്ങനെ ബീങ് മാട്ടി വെച്ചിരാ. എന്തല്ല മുഖത്തെ എങ്ങനെ ആക്കിരേ, നീ ഇന്നലെ എവിടെ പോയിട കൊന്നുണ്ടോ നണ്ടിട്ട് ഒരു പൽക്ക ചൊന്നറാന്തല്ലേ നിക്ക്. അത് ചൊന്നിട്ട് പോണായതല്ല, അങ്ങനത്തെ ചില നിക്കിട്. അങ്ങനത്തെ ചങ്ങായിപ്പാട് ಬೇಗ ಗಲಾಟಾയോണ്ടിക്കിട്. അത് സമാക്കോ ഭാരി കഷ്ട. നാ ചൊന്നോണ്ട് വന്നേ മാമിട ഒന്ന് മർമോൽ പോതിയമേ എത്ര ചൊന്നമേ കൊണ്ടുണ്ടാ. ഉമ്മ അടുപ്പുകാരിലൊക്കെ ഇങ്ങനെ സൊറാക്കിക്കൊണ്ടിരിക്കുമ്പോ കേട്ടേമേ ഉമ്മ പിന്നെ എത്ര വയസ്സ് ഉമ്മക്ക് എത്ര വയസ്സായിട്ട്. അപ്പൊ ഉമ്മ ചൊല്ലും നക്കിപ്പോ ഒരു 63. ആര് മാപ്പളുടെ ഉമ്മ 60. അപ്പ ചെന്നമേ എന്നതുണ്ടാ. അല്ലമ്മ ഈ 60 വയസ്സിൽ നിങ്ങ ഇത്ര ചന്തമുള്ളാറല്ലേ, നിങ്ങൾ 18ാമത്തെ വയസ്സിൽ എങ്ങനെ ഇക്കുവാറുമ്മ എങ്കിൽ പിന്നുണ്ടല്ലേ മോളെ. നാ ഒന്ന് ചൊല്ലെ നിന്നിട്ട നന്റെ എലോളിട്ട നാ ചൊല്ലെ നീ ഗന്തി ആവുത്തു. ഒരു പക്ഷേ നിന്റെ ഭാഗത്തെ എന്തെങ്കിലും ചെറിയ തപ്പ് വന്നെങ്കിൽ പോലും നിന്റെ മാപ്പിള്ളും അത് സമാക്കിട്. ബുഡ്ല പറ ചെറിയ വയസ്സിലാവുണ്ടേ നന്റെ എത്ര വയസ്സൊന്നും ആയിട്ടില്ല. എപ്പം നിക്ക് സേഫ്റ്റി ആയിട്ട് നിന്റെ മാമി നിന്റെ ഔത്തുലിക്കിട്. കാക്കും അതേപോലെ അഭിപ്രായം ഒന്നേ. ഫസ്റ്റ് നിന്റെ കാക്കോ നിന്റെ ಬಗ್ಗೆ ഭാರಿ ಜಾಗೃತಿ ആക്കിക്കൊണ്ടിക്കിട്. നീ ഔത്തുകൊണ്ടുണ്ട സാർത്തുക ഓൽ എങ്ങനെ ഇക്കിടാല് ഔത്ര ಜವಾಬ್ದಾರಿ എടുക്കിടാല ഇല്ലേ, മോണ്ട ಬಗ್ಗೆ ಯಾರ ಕ್ಯಾರ ಹಾಕಿಡಾಲ ಇಲ್ಲೇ.
അതെല്ലാം നോക്കിയിട്ട് നാളെ എന്തെങ്കിലും ചെറിയത് കിട്ടിയമേ ചിലപ്പോ കാക്ക അതിനെ പിടിച്ച് തോണ്ടിക്കൊണ്ടിക്കിട്. അത് തോണ്ടാണ്ടിക്കോണ വന്നന്റെ കാക്കയുടെ ಬಗ್ಗೆ ഒരു നല്ല അഭിപ്രായ കാക്കയുടെ കാതുക കേക്കയുടെ രൂപത്തിൽ ചൊല്ലണം. കേൾക്കാത്ത രൂപത്തിലായെങ്കാവാലെ അല്ല കാത് സമൗണ്ടാണ് ഫസ്റ്റ് നോക്കണം. നോക്കിയിട്ട് അയാൾ കേക്കയുടെ രൂപത്തിൽ ചൊല്ലണം. എന്തിനു ചൊല്ലണം ഒന്നുണ്ടാ മെല്ലെ അടുപ്പുകാരിൽ ഇങ്ങനെ സ്വറാക്കിക്കൊണ്ടിരിക്കുമ്പോ മാമിടട്ട് കേൾക്കണം. ഉമ്മ അബ്ബക്ക് എത്ര വയസ്സായിത്തു? അബ്ബ ചെന്ന് മാപ്പിളുടെ അബ്ബക്ക് എത്ര വയസ്സായിത്തു? കേൾക്കണം. അബ്ബക നക്കി ആയിത്തിരി അറുവോ. അപ്പൊ അയാൾക്ക് ഒരു എൽവോ ആവാണ്ടിക്കാല. ഞങ്ങൾ രണ്ടാൾക്ക് 10 വയസ്സര ഗ്യാപ്പ് ഉണ്ട്. ഞങ്ങൾ പൽക്കറിഞ്ഞ ആവശ്യ ഒരു എൽവോ ഇട്. മാഷാ അല്ലാഹ് അപ്പർ പൽക്ക നിമ്മി മാത്ര നിൽക്കി നോക്കണം. അപ്പറ അയാൾ ഉണ്ടാണ്ട് അയാളുടെ കാതുക എത്ര ആണ്ട് നോക്കണം. എന്നിട്ട് നീ ചൊല്ലണം എന്തിനാ സുബ്ഹാനല്ലാഹ് ഒക്കെ ഉമ്മ നീ വെറുതെ ചൊല്ലേ. അപ്പൊ അതിലിങ്ങനെ കേക്കിട്. അതിൽ അങ്ങനെ ഉണ്ടോ കൊറിയ ആണിങ്ങ വെച്ചിട്ടുള്ള എതിർത്ത റൂം പിന്നെ ലിവിംഗ് റൂം എൻട്രൻസ് ഹാളുടെ സോപ്പത്തിലായെങ്കും അങ്ങനെ കാതിക്കട അടുപ്പുകാരൻ ഇങ്ങനത്തെ പൽക്കറിഞ്ഞുള്ളാറ് മാമിമാർ മൂല തമ്മിലുണ്ട്. എന്നാ വെറുതെ ഒന്നുണ്ടല്ലോ നോക്കരുത് ഒന്നൊന്ന് ചിരിക്കടോ നോക്കറുമ്മ. അപ്പൊ കാക്ക കേക്കട രൂപത്തിൽ ചൊന്നം കഴിച്ച് ഹബ്ബകു എലുവ വയസ്സ് ഒക്കു മാത്ര എന്തടി അങ്ങനെ കാണില്ലേ? ഇല്ല ഉമ്മ കാണില്ല. പിന്നെ എത്ര ആയിട്ട് കണ്ട് അയ്മ കേക്കിടെ അയ്മകും കുസിയല്ലേ അയ്മയുടെ മാപ്പിളല്ലേ ഇത്. അപ്പൊ അയ്മോ കുസിയായിട്ട് എത്ര ആയിട്ട് കണ്ട് അപ്പ ചൊല്ലണം. നീന് കാണ്ടെങ്ക അങ്ങനെ ചൊല്ലണം. എന്തിനാ ചൊല്ലണു? ചൊല്ലണു ഒരു 40 കണ്ട് യാര കാണില്ല യാര ചൊന്നെങ്ക ഒരു 40 ഒന്ന് ചൊന്നു നോക്കൂ. പിന്നെ എന്തെങ്കിലും നിന്റെ മാമി മീത്തു നിന്റെ കിരികിരിയാക്കിയെങ്കിലും അയൽ വന്നിട്ട് അവിടെ അത് കൺട്രോൾ ആക്കി ചൊല്ലി എന്തികിടി പാവടി നിന്റെ വയസ്സ് എന്തില്ല ചെറിയ വയസ്സല്ലേ എന്തെങ്കിലും ചില തപ്പ് വന്നു പോകുന്ന സുധാരിച്ചിട്ട് പോ അയൽ മാമിനിട്ട് വന്ന് ചൊല്ലു. ആകെ അങ്ങനത്തെ ചെറിയ വിഷയമേ ഉള്ളേ അത് തീർക്കുകയുള്ളേ. കൗട്ടുംബിക ജീവനത്തിൽ ഔത്തുലു പെണിങ്ങല നടുലു എപ്പോഴും ചർച്ച പറകു തീറാ. ആ ചർച്ചങ്ങെല്ലാം കൊറടിയാക്കട രൂപത്തിലുള്ളൊരു ജീവന വേണു എങ്കിലാ ഇത് ഇങ്ങനെ അതാ എന്നെ ബീറ്റ് കൊടുക്കടാൽ മാറുള്ളാറ് കുടുംബത്തെ ഉൾക കുടുംബ ബന്ധത്തെ ഒടക്കൊകു ഫിത്ന കിടങ്ങ ഉള്ളാറ് ഓണി എത്ര നിസ്കരിച്ചിട്ടും പ്രയോജനമില്ല. ഫിത്നടത്ര വലിയ ഡേഞ്ചർ വേറെ എന്തുമില്ല. ഞാനിത് വെറുതെയല്ല ചൊന്നോണ്ടുള്ളൂ. കുടുംബത്തെ ഉൾക ഒടക്കൊക ബേനായിട്ട് ഫിത്ന ആക്കടാൽ മാറ് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് എന്ത് പ്രയോജന? പള്ളില് സുബഹി ജമാഅത്ത് ഒന്നാമത്തെ സഫുലു ഉസ്താദര പിറവുല് വന്ന് നിന്നിട്ട് എന്ത് പ്രയോജന? മയ്യത്ത് കൊമ്പോമ്പോ സുബ്ഹാനല്ലാഹ് ഓടിട്ട് വന്നിട്ട് ഒരു കാല് നാന് പിടിക്കണോ മയ്യത്ത് കട്ടിലിന്റെ ഒരു കാല് നാന് പിടിക്കണോ എന്നിട്ട് വന്നിട്ട് ഓടി വന്നിട്ട് സ്പർദ്ധ കാട്ടണു. അതുപോലെ ഖബറുക മയ്യത്ത് അതാ ഖബറുൽ മയ്യത്ത് ദഫനാക്കുമ്പോ ഖബറ മുട്ട പോയിട്ട് നിക്കടണ എല്ലാത്തും ഭാരി ഉഷാറ്. അതേ ടൈമില് ഫിത്നത്തുലും ഉഷാറ്, ഇബാദത്തുലും ഉഷാറ്, സത്കർമ്മത്തിലും ഉഷാറ്, എല്ലാത്തിലും ഉഷാറ്. അതുപോലെ ഫിത്നത്തുലും ഉഷാറ്. ഫിത്ന ആക്കിട്ട് കുടുംബത്തെ ഒടക്കിടാണിങ്ങം പെണിങ്ങലേ ഫിത്ന ചൊന്നെങ്ക അത്ര നല്ല സ്വറല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഫിത്നയുടെ ಬಗ್ಗೆ ചൊന്ന് പൽക്കെന്ത്ര ಗೊಂತುಂಡ അൽ ഫിത്നതു നായിമതുൻ ലഅനല്ലാഹു മൻ ഐഖലഹാ. ഫിത്ന ഉറങ്ങിട്ടുള്ളതായിട്ടിക്കിടുമ്മമാരെ ഫിത്നത്തുക യസർത്തിക്കില്ല. ഫിത്ന എപ്പോഴും ഉറങ്ങിട്ടിക്കിട്. ഇപ്പൊ നക്ക് വേണേ കൂടെ വന്നിട്ട് ഫിത്നാക്ക ഫിത്ന ഇപ്പൊ ഉറങ്ങിട്ടിക്കിട്. ആ ഫിത്നയുടെ നാണമീത്ത് ഒന്തിയേ ഞങ്ങ ഫിത്നയുടെ ഒന്തറങ്ങാവോ തീറാ. അൽ ഫിത്നതു നായിമതുൻ ഫിത്ന ഉറങ്ങിട്ടിക്കിട്. ആ ഫിത്നത്തെ ആര് ഒന്തിയാണ്? ലഅനല്ലാഹു മൻ ഐഖലഹാ. ആ ഫിത്നത്തെ ഒന്തിയോണുകു അല്ലാഹുടെ ലഅനത്തുണ്ടു, അല്ലാഹുടെ റഹമത്ത് അവനുകു തപ്പടു, അല്ലാഹുടെ ശാപ അവനുകൊണ്ടു. നബി മുഹമ്മദുർ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്നത് ബെർദക അതുകൊണ്ട് കുടുംബത്തെ ഒടക്കൊട രൂപത്തിലുള്ള ഫിത്ന ഞങ്ങളെ ഉൽഗ ബറഗു തീറ ഫിത്നത്തെ പൽക്ക ബറഗു തീറ ആയത്തര ഒടഞ്ഞിട്ടുള്ളതാ അത് ആയത്തര സമാക്കിട പ്രയത്ന വരണു നന്റെ ഒരു പൽക്ക കൊണ്ട് കുടുംബത്തിൽ ഒരു ഒടത്ത വന്നു പോക തീറ ബദലായിട്ട് നന്റെ ഒരു പൽക്ക കൊണ്ടിട്ട് എന്താവണു അതേ കുടുംബത്തിൽ ഐക്യത്തെ വേണു അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല അല്ലാഹു ചൊന്ന ഒരു ആയത്ത് നോക്കൂ നിങ്ങൾ ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹു അങ്ങനെ യാറത്തെ ചർച്ച ഉണ്ടല്ലേ അതിൽ ഒരു ഖൈറുമില്ല കേട്ടോ എത്രല്ല ചർച്ച നങ്ങാക്കിട യൗമ നങ്ങാക്കിയ ചർച്ച മീത്തു നോക്കിയെങ്കിൽ ഞങ്ങളെ റായ ദുബായ് ആയിട്ടാവണം നാളെ ആണത്തെ ചർച്ച എന്തെല്ല ചർച്ച പള്ളിയുടെ പുറത്ത് വന്നിണ്ടെങ്കും ചർച്ച ആയിട്ട് ഒരു മൗലൂദുര മജ്ലിസ് വന്നെങ്കും ചർച്ചമേ മങ്ങിൽ തൗത്തുക്ക് പോയെങ്കും ചർച്ചമേ റാത്തീബുക്ക് വന്നെങ്കും ചർച്ചമേ എല്ലാം ചർച്ചമേ ഏറ്റവും ചുരുങ്ങിയത് റാത്തീബ് കഴിഞ്ഞിട്ട് പോകുമ്പോ ഒരു പൽക്കേക്കു എന്തേ ഇറച്ചി ഒരേ പീസ് ഇട്ടുള്ള ശീരണിയിലുണ്ട് ഇറച്ചി ഒരേ പീസ് ഒന്ന് യാറ് എട്ടിട്ട് ആയിരല്ല എന്താ ഒരേ പീസ് ഇനി പെണിങ്ങാട്ടായെങ്കിൽ അങ്ങക്ക് ഒരു പീസ് കിട്ടിയെങ്കുമേ ഇതൊന്നരല്ല അയെങ്കിൽ യാറെ ബേവണു അപ്പൊ അങ്ങ് ചെന്നിട്ടായിട്ട് മാത്രം ഇറച്ചി ബന്ധിട്ടില്ല മാത്രമാണ് അതാ അങ്ങനെ എന്ത് വിഷയം നിങ്ങൾ അത് യാറത്തതിലും ഖൈറില്ല നാണു നിങ്ങ ആക്കട യാറത്തെ ചർച്ചകൾ ഉണ്ടല്ലേ ഖുർആൻ ചൊന്തു ആ യാറത്തെ തർക്കത്തിലും ചർച്ചയിലും ഖൈറില്ല ഞങ്ങളെ പൽക്കത്തിൽ ആകെ ഖൈറുള്ളതാ ഖുർആനതാ എണ്ണിട്ടു ചൊന്തു ഒരു രണ്ട് വിഷയ തീറ നിങ്ങ അധിക ബേനായിട്ട് പൽക്ക ബരിറു അധിക ബേനായിട്ട് നിങ്ങളെന്നാ അവിടെ പർത്തുകൊമ്പറു സുൽത്താനുൽ ആരിഫീൻ അശ്ശൈഖ് അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു ഇത് മഹാന്റെ തിങ്ങലല്ലേ മഹാന്റെ പേരിലുള്ള റാത്തീബിലുള്ള സദസ്സിലല്ലേ ഉള്ളൂ ആ മഹാന്റെ ചരിത്ര ചൊന്നവിടെ കണ്ട് മഹാന് ലാസ്റ്റ് മരിക്കുമ്പോ എങ്ങനെ മറിച്ചിത്തു കൊണ്ടുണ്ടാ വകാന ആഖിറു കലാമിഹി ഈ ദുനിയാവിടെ മഹാനെ യാത്ര ചൊല്ലുമ്പോൾ ലാസ്റ്റ് പൽക്ക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കലിമ ജോറ് ചൊന്നിട്ടു മഹാന് വഫാത്താവുടു മഹാന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ഞങ്ങൾക്ക് തൗഫീഖ് തരട്ടെ ആ തൗഫീഖ് കിട്ടുക കാരണം എന്തേ കൊന്ത ഉമ്മ ലാസ്റ്റ് മരിക്കുമ്പോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കലിമ ചൊന്നിട്ട് മഹാന് മരിച്ചിട്ട് അല്ലാഹു മഹാന്റെ ബർക്കത്ത് കൊണ്ടു ഞങ്ങൾക്കും അങ്ങനെ ചൊന്നിട്ട് മരിക്കുക അല്ലാഹു ഭാഗ്യം തരട്ടെ പക്ഷേ ആ ഭാഗ്യ മഹാന് കിട്ടോ കാരണം എന്താ കൊണ്ടുണ്ടാ ലാസ്റ്റ് മരിക്കുന്ന ടൈമിൽ എത്ര കഷ്ടബന്ത് ചെറിയ കഷ്ടന്തോ അല്ല മരിക്കുന്ന ടൈമിൽ ലാസ്റ്റ് അല്ലാഹു തആല ഒരു സീക്ക് കൊടുത്ത ചരിത്രത്തിൽ കണ്ട് എന്തൊരു സീക്ക് കൊണ്ടുണ്ടാ ബാറ്ററി ഇങ്ങനെ പുറത്തു പോണ്ടു സീക്ക് നിക്കില്ലേ പുറത്തുകിങ്ങനെ പോണ്ടു ഒരു 4-30 വട്ട പുറത്തു പോണ്ടു അങ്ങനെ ഒരു തിങ്ങളുടെ കാട്ടി ആറ മഹാനക്ക് അങ്ങനെ അല്ലാഹു വലിയ പരീക്ഷ കൊടുത്ത മഹാന്മാർക്ക് അല്ലാഹു വലിയ പരീക്ഷ കൊടുക്കട ബാറ്ററി ഇങ്ങനെ പോണ്ടമേ പോണ്ടോ ബാറ്ററി പുറത്തു പോണ്ടോ 4-30 വട്ട പോയെങ്കിൽ എന്താ അവസ്ഥ ഞങ്ങ ജെൻഡർ കാട്ടി 6 വട്ട പോയെങ്കില് ഞങ്ങളെ അവസ്ഥ എന്തേ ಅದಕ್ಕೆ ഞങ്ങ പരിഹാരം നേടറ ഇത് ഒരു 4-30 കാട്ടി 6 വട്ട ലാസ്റ്റ് മരിക്കുന്ന ടൈം വരുമ്പോ ഒരു തിങ്ങളുടെ കാട്ടി 6 അങ്ങനെ ആയിട്ടിന്ത് പക്ഷേ എന്നിട്ടും ആ മഹാൻ എന്താക്കി തോന്നുണ്ടാ പുറത്തു പോയിത്താ വേഗ പോയിട്ട് ഉളു എടുത്തിട്ട് പാടം പണ്ട് ജനറക്കാത്ത് നിസ്കരിക്കരുത് എന്റെ കാരണം മഹാൻ ആൽമാരട്ട ചൊന്നു കൊടുത്തോണ്ടിന്ത് നിങ്ങ എപ്പോഴും ഉളു ഇരിക്കണു ഉളു ഇല്ലാത്ത ഒരു ടൈം നിങ്ങൾക്ക് തീറാ ഇപ്പൊ ನಾನು നിങ്ങളുടെ ഈ സദസ്സിലുള്ള നിങ്ങൾക്ക് എത്ര ആൾക്ക് ഉളു ഉണ്ടു ഞങ്ങളെ ബിയാർ എന്താ നിങ്ങൾ നിസ്കരിക്കുമ്പോ ഉളു എടുത്തേ മെയ്യുണ്ട് അല്ലെ മുസാഫ് കയ്യിൽ പിടിക്കുമ്പോ ഉളു എടുത്തേ മെയ്യുണ്ട് നിസ്കരിക്കുമ്പോ ഉളു ഇല്ലെങ്കിൽ നിസ്കാര സമയമേ ആവില്ലേ മുസാഫ് തൊടണമെങ്കിൽ ഉളു ഇല്ലാണ്ട് തൊടക്ക് തീറ അത് ഹറാമായിട്ടിക്കിട് അതേ ടൈമിൽ അങ്ങനെ അല്ല ദായിമുൽ ഉളു മഹാൻ എപ്പോഴും ആൽമാരട്ട ഉപദേശിച്ചോണ്ടിന്ത് നിങ്ങ എപ്പോഴും ഉളു ഉള്ളങ്ങായിട്ടിക്കണു നിസ്കരിക്കോ ഇക്കട്ട് ഇക്കാണ്ടിക്കട്ട് ഉമ്മമാരെ
നിങ്ങൾക്ക് നിസ്കാരത്തേക്ക് രജയുന്ന ടൈമായെങ്കും സമ എപ്പോഴും ഉളൂയിക്കണു. അത് വലിയ വിഷയമായിട്ടിക്കിട്. ഉളു ഇല്ലാത്ത ഒരു ടൈമിക്കോ തീറ ജാവ് ഉറങ്ങുമ്പം ഉളു എടുത്തിട്ട് മുജാഹിദ് റളിയല്ലാഹു അൻഹു എങ്ങനെ ഉറങ്ങിയോണ്ടിന്ത് സയ്യിദുന മുജാഹിദ് റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ കണ്ട് മഹാന് ഉറങ്ങുമ്പോ ലാസ്റ്റ് പൽക്ക് എന്തായിട്ട് തോന്നുന്നുണ്ടാ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ചൊന്നിട്ട് പിന്നെ ഉറങ്ങും. പിന്നെ ആരട്ടോ പൽക്കരില്ല. പിന്നെ എൻചെങ്കായ്ത്ത് ഇല്ലേ മറിച്ചെങ്ക് പോയിത്ത് ലാസ്റ്റ് ഉറങ്ങുമ്പോ ലാസ്റ്റ് പൽക്ക ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്നിട്ട് ഉറങ്ങിയോണ്ടിന്ത്. അപ്പൊ എല്ലാരും വന്ന് കേട്ടോ ഇന്നാറ് നോക്കിടങ്ങല്ല. അല്ല മുജാഹിദ് റളിയല്ലാഹു അൻഹു നിങ്ങന്റെ ജാവ് ഉറങ്ങുമ്പോ ലാസ്റ്റ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്നിട്ട് ഉറങ്ങടേ, അത് ചൊന്നു പിന്നെ വേറൊന്നും ചൊല്ലൂലല്ലേ. അപ്പ മഹാന് ചൊന്നോണ്ടിന്ത് ഈ ഉറങ്ങിയ വർക്കുണ്ടല്ലേ, ആ ഉറങ്ങിയത് എനിക്കു കൊണ്ടു ചൊന്നിട്ടു എന്ത്ര ഗ്യാരണ്ടി ഉണ്ടു? ഉറങ്ങിയത് അതൊരു മരിപ്പുക സമാന അല്ലേ. ആ ഉറങ്ങിയ വർക്കുണ്ടല്ലേ അത് എസർത്താവോട് ചൊന്നിട്ടു എന്ത്ര ഗ്യാരണ്ടി ഉണ്ടു? എത്ര ആൽമാർ ഉറങ്ങിയ ഉടമേ മറിച്ചു പോയില്ലേ. അതുകൊണ്ടായിട്ടിക്കണ് നാന് ഉറങ്ങിയെങ്കിൽ ആ ഉറങ്ങിയ ഉറക്കട നക്ക് എസർത്താവോട് ചൊന്നിട്ടു നക്കൊരു ഗ്യാരണ്ടി ഇല്ലല്ലേ. അതുകൊണ്ടല്ലേ ഉറക്കിട ഭാഗ്യ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫുർഖാൻ ചൊല്ല ഒരു സൂറത്ത് ഖുർആനിലുണ്ട്. ആ ഖുർആനിൽ അല്ലാഹു തആല ചമ്മ വിഷയ ചൊന്ന കൂട്ടത്തിൽ അല്ലാഹു തആല ചൊല്ല നോക്കറു നിങ്ങ വഹുവല്ലദീ ജഅല ലക്കുമുൽ ലൈല ലിബാസാ വന്നൗമ സുബാതാ വജഅലൻ നഹാറ നുശൂറാ. എല്ലാത്തും ജാവു ആവാല്, എല്ലാത്തും പോലു ആവാല്. പോലുകുള്ള വിഷയങ്ങ വേറെ, ജാവുകുള്ള വിഷയങ്ങ വേറെ. പോൽമാനത്തെ അല്ലാഹു തആല പടച്ചത് കൊറിയ വിഷയത്തുകായിട്ടിക്കിട്, ജാവുമാനത്തെ അല്ലാഹു തആല പടച്ചത് വേറെ കൊറിയ വിഷയത്തുകായിട്ടിക്കിട്. അതുകൊണ്ടായിട്ടിക്കിട് സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹുടെ ഭാഗ്യ ചൊന്നവിടെ അല്ലാ ആറുകൊണ്ടുണ്ടാ വഹുവല്ലദീ ജഅല ലക്കുമുൽ ലൈല ലിബാസാ. ജാവുടെ അല്ലാഹു തആല നിങ്ങൾക്കൊരു ഡ്രസ് ആക്കിറുകട്ടോ. അതേ ഡ്രസ് ഉള്ള കാരണം എന്തോ ജാവു ചൊന്നെങ്കിൽ ആറുകും കൊന്താവുള്ള ചിമ്മല്ലേ അത് മറയിട് ആറുകും കൊന്താവുള്ള ജാവു ചൊല്ലത്. അതുകൊണ്ടായിട്ടിക്കിടെ ജാവുടെ അല്ലാഹു തആല നിങ്ങൾക്കൊരു ഡ്രസ് പോലെ ആക്കിടാ. എന്നിട്ടാ വന്നൗമ സുബാതാ ഉറക്ക് നിങ്ങൾക്ക് നല്ല റാഹത്ത് അല്ലാഹു തആല തന്ന ആ ജാവത്തെ ഉറക്കുണ്ടല്ലേ, ആ ജാവത്തെ ഉറക്ക് നല്ല റാഹത്രതായിട്ടിക്കിട്. ഉറങ്ങണായ ടൈം എപ്പാ എല്ലാ ടൈമും ഉറങ്ങുള്ളതല്ല. ഉറങ്ങട ടൈമു നേരായ ടൈമു ജാവായിട്ടിക്കിട്. ആ ജാവുല് നിങ്ങ ഉറങ്ങണു. കാരണം ജാവത്തെ ഉറക്കുണ്ടല്ലേ അത് തടിക നല്ല റാഹത്തായിട്ടിക്കിട്. ആ ജാവത്തെ ഉറക്ക് തടിക നല്ല റാഹത്തായിട്ടിക്കിട്. ഉമ്മമാരെ ഞാൻ നിങ്ങളൊട്ട ചൊല്ലട്ട, നിങ്ങൾ ഔത്തറ ഉൽക എത്തരേ സൊറയിക്കട്ട്. ഔത്തറ ഉൽക നിങ്ങളെ സൊറ തീറില്ല ഉമ്മ, ഗ്യാരണ്ടി. നിങ്ങൾ അടുപ്പുകാരുടെ സൊറ നിങ്ങൾക്ക് തീറുകില്ല എത്തരേ നിങ്ങ ആക്കിയെങ്കും സമാ. ആണിങ്ങ പെണിങ്ങ രണ്ട് സ്വഭാവം ഉണ്ട്. ഔത്തറ സൊറ ചൊന്നിങ്ങ ഔത്തറ കൺസ്ട്രക്ഷന്റെ സൊറ തീറുകുണ്ട ഔത്തറ സൊറായുണ്ട് വരിക്കും നിർമ്മാണ സൊറായുണ്ട്. ആ സൊറ ഇങ്ങനെ ആയോണ്ടുണ്ടു എല്ലാ സൊറായോണ്ടുണ്ടു ഒക്കൊല് വെച്ച ഒക്കൊള്ളുണ്ട് എല്ലാരും ബിൽച്ചിട്ട് എല്ലാവർക്കും ചോറ് കൊടുത്ത അത് നല്ല വിഷയല്ലേ. അതൊരു സന്തോഷത്തെ വിഷയല്ലേ. നാലാൾക്ക് ചോറ് കൊടുക്കടെയൊന്നെങ്കിൽ അപ്പൊ ചോറ് കൊടുത്ത അപ്പൊ ബന്ധങ്ങളെല്ലാം കേക്കടെന്തരെ കേക്കടല്ലോ സൊറല്ല തീന്ത അങ്ങനെ ഒരു കേക്കലുണ്ട് ബന്ധങ്ങളെല്ലാരും. എവിടെ തീർറോ കാക്ക തീർറോ ಇನ್ನೂ ಉಂಟು ಸೊರ ನೋಕಡೆ ನಂಕು ಅಂತಾವಲ್ಲ ಈ ಸೊರ ಇನಿಯುಳ್ಳ ಎಲ್ಲ ಫಿನಿಶ್ ಆಯ್ತಾಯಿಡು ಎದುರ್ತ ಇಂಟರ್ಲಾಕ್ ಅಡಕ ಇಟ್ಟಿಟ್ಟಾಯಿಡು ಕಂಪೌಂಡ್ ಅಕ್ಕಾಯಿಡು ಎಲ್ಲ ಆಯಿಡು ಆಯ್ಂಗ ಅವತರ ಸೊರ ಪಾಟಿ ಅಯಲುಗೊಂತುಂಡು ಇಲ್ಲ ಇನ್ನೂ ಸೊರ ಬಾಕಿ ಉಂಡು ಉಂಟು എവിടെ തീറോകില്ല എന്നിട്ട് അയാൾ ചൊല്ലുന്നേ അതുകൊണ്ട് തീർന്നാണ്ടി നോക്കിയത് ചെങ്ങാവാല അതുകൊണ്ട് നോമ്പന്തല്ലേ വേഗ പിന്നെ ഒക്കലാക്കാതെ വന്നിട്ടു അങ്ങനെ ഒന്ന് ഒക്കലാക്കി ഈ ഒരു നോമ്പൊരു പുതിയ ഔത്തുള്ളൂ കൂടാതെ വന്നിട്ട് ഒക്കലാക്കിയ ബാക്കി പിന്നെ തെച്ചിട്ട് പിന്നെ ആക്ക് വട്ടാൻ ഇത് ആണിങ്ങളത് ഒന്നിത് പെണ്ണുങ്ങളത് ഔത്തറ ഉൽഗത്തെ സുബ്ഹാനല്ലാഹ് ക്ലീൻഡ സൊറ
ആ പെണിങ്ങല ഔത്ര ഉൽഗത്തെ ക്ലീന്റെ സ്വര ഉണ്ടല്ലേ, ആ ക്ലീന്റെ സ്വര തീറുകില്ല. അല്ലാഹു തആല ഞങ്ങളെ ഉമ്മ പെങ്ങന്മാർക്ക് വലിയ ബർക്കത്ത് കൊടുക്കട്ടെ. നിങ്ങൾ ഈ ആമീനെന്ത് മെയ്യാവാലെ, അള്ളാഹു വലിയ ബർക്കത്ത് കൊടുക്കട്ടെ. യാവുമ്മ ഈ ഒരു ഔത്ര ക്ലീൻ ബൈക്കട അങ്ങനെ ഒരു അധ്വാനം, അങ്ങനെ ഒരു കഷ്ടപ്പാടും ഒരു ജോറൊരു ആമീൻ കൊടുക്കറോ നോക്കാം. അള്ളാഹു അങ്ങക്ക് നല്ല ബർക്കത്ത് കൊടുക്കട്ടെ. അങ്ങനെ കൈക്കാലും സുഖയിട്ട് കൊടുക്കട്ടെ. മുട്ടു നൊമ്പല, കൈ നൊമ്പല, കൈക്കാല് വലി എല്ലാം അള്ളാഹു തആല ശിഫയാക്കി കൊടുക്കട്ടെ. ഔത്ര ഉൽഗ എത്രേ സൊറയുന്നെങ്കിലും ഇല്ല. കൊറിയ പെണിങ്ങ ದಂಡ ವರ್ಷ നോക്കിയാ ದಂಡ ಜೊತೆ ಗೊತ್ತೈತ ಇಪ್ಪ ಅದಕ್ಕೆ ಎವಡ ದಂಡೆ ಇಪ್ಪತ್ತು ಔತುಲಿ ಉಂಡು ದಂಡೆ ಉಂಡು ದಂಬೆ ಉಂಡು. പണ്ട് സംശയം ഞങ്ങൾ ഔത്തുള്ളൂ നോക്കി ഇപ്പൊ നെനപ്പുണ്ടോ സംസാരാക നമ്മ അങ്ങനത്തെ ഒരു ജീവന പലയ ജീവന ഞാൻ നേരുക ഇപ്പൊ നിങ്ങളിട്ട കേക്കടേ ഞങ്ങൾക്ക് ആ പലയ ജീവന ഇപ്പൊ കിട്ടില്ലല്ലേ. ഇപ്പൊ എത്രേ സൗകര്യക്കെട്ട് പണ്ടത്തെ ഒരു ജീവന കിട്ട അണ്ടത്തെ ഒരു ലൈഫ് പണ്ടത്തെ ഹിരിയങ്ങ ഇണ്ട് ഞങ്ങളൊട്ട ഇല്ല. ഓരോ കുടുംബത്തിലും പണ്ടത്തെ ഹിരിയങ്ങ ഇന്നങ്ങ ഇന്നാറല്ലേ. ആ ഹിരിയങ്ങ നുപ്പാടെ സിറാജാക്ക സ്വാഗതത്തിൽ ജൊന്തു ഞങ്ങൾ ഇതേ ജോക്കെട്ടില് നന്റെ സംബന്ധത്തെ എത്രമാ ഹിരിയങ്ങ മറിച്ചു പോയാർ. ഞങ്ങ ഓരോരുത്തർക്കും ആ കാക്ക ഈ കാക്ക ಅಂತೆಲ್ಲ പേര് ചൊന്നു ഇന്ന കലസത്തില്. അല്ലാഹു തആല അങ്ങും അതുപോലെ ഈ റായത്തെ നന്റെ കുടുംബത്തങ്ങളെ മാത്രം ദ്വാരുന്നുണ്ട് അങ്ങനെ വിചാരിച്ചിട്ട് പണ്ട് ഒരു വാത് കണ്ടു വിളിക്കട വേണ്ട, വിളിക്കാണ്ടിക്കണ്ട. അല്ലാഹു തആല ഈ റായത്തിൽ ആരെല്ലാം മറിച്ചിറാറാ അല്ലാഹുവേ അങ്ങനെ എല്ലാര ഖബറുകും ഈ സദസ്സരെ ബെൽച്ചനി ഇപ്പ അങ്ങ് എത്തുപാട്ടി കൊടുത്തിട്ടു അങ്ങനെ ഖബറിൽ നീ വിശാലത കൊടുക്കു റഹ്മാനേ. ഇല്ലേ അങ്ങ ഇന്ന ഒരു പണ്ടത്തെ ഒരു മങ്ങിൽത്തെ ഉത്തര ഗൗജി എന്തരേ എന്താ കാരണ ആ കാക്ക ഈ കാക്ക ചെറിയാക്ക ബലിയാക്ക പൂവാക്ക ഇണ്ട്. ചെറിയാക്ക ഉണ്ടു, ബലിയാക്ക ഉണ്ടു, പൂവാക്ക ഉണ്ടു. ഇണ്ട് മുഹമ്മദുള്ള അദ്ലുള്ള അദ്രമാനുള്ള അങ്ങനെ ഉള്ളാറ്. പക്ഷെ പണ്ടത്തെ പൂവാക്കും ചെറിയാക്കും ബലിയാക്കും അങ്ങ ഇല്ലേ. അങ്ങ ഇന്നപ്പത്തെ മങ്ങിൽത്തെ ഒരു ഗൗജിര ഒരു പൊൽസ് എന്ത് ഇന്റെ ഉണ്ട് മങ്ങിൽത്തെ ഗൗജിര പൊൽസു അങ്ങാറും ഇല്ലേ. ഹിരിയങ്ങല്ല പോയാറ് കുടുംബത്തെ ഹിരിയങ്ങ പോണ്ടത് ഇതൊക്കെ ബറക്കത്തങ്ങ കൊറടിയായോ പോണ്ടു. അള്ളാഹു നമുക്ക് എല്ലാവർക്കും നല്ല ആയുസ് നീട്ടിത്തരട്ടെ, ആഫിയത്തോടു കൂടെ നീട്ടിത്തരട്ടെ. ഹിരിയങ്ങ ഞങ്ങളെ കുടുംബത്തെ ഹിരിയങ്ങായിട്ട് പറയും അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതൊക്കെ നല്ല ആയുസ് വേണു. അതൊക്കെ ഞാൻ ചൊന്നേ അല്ല ബേമറിച്ചെങ്കിൽ എവിടെ ഹിരിയ അവിടെ ഹിരിയാവുകില്ല. അപ്പൊ കിരിയമേ അവിടെ. അള്ളാഹു നമുക്ക് നല്ല ആയുസ് ആഫിയത്തോടെ നീട്ടിത്തരട്ടെ. പക്ഷെ പണ്ടത്തെ ആ സൗകര്യത്തെ അത്ര സൗകര്യം ആ പണ്ടത്തെ കാട്ടി ഉണ്ട് സൗകര്യം എന്തെങ്കിലും പണ്ടത്തെ ഇതില്ല. പണ്ടത്തെ തന്നി വന്നു ഇന്നോണ്ടേ നക്കിപ്പം നെനപ്പുണ്ട് ഞങ്ങളെ സംസല് ദമ്പല് വണ്ട തന്നിയില്ലേ മേല് തോട്ടത്തെ വണ്ട തന്നി. ആ തന്നി വണ്ടെങ്ങനെ അതിങ്ങനെ പിന്നെ ഇതില് വണ്ട് വന്നിട്ട് ഇവിടെ ഇങ്ങനെ അത് ഒരു ദമ്പ വെച്ച് കൊടുക്കടു. ആ ദമ്പയുടെ അടിയിൽ എന്റെ ഉമ്മ ബക്കറ്റ് വെച്ചോ ഇന്ന് ബക്കറ്റ് നിറച്ചോ ഇന്ന് മുനിസിപ്പാലിറ്റി തന്നി. ആ തന്നി ഈ തന്നി ഉണ്ടല്ല മേലത്തെ എവിടമാ തോട്ടത് മേലത്തെ തന്നി വേണ്ട കുതിരത്ര തന്നി. അത് ആറാറ് തന്നിയല്ല, അത് അള്ളാഹുടെ തന്നി. ആ തന്നി ഇങ്ങനെ വേണ്ടത്. പിന്നെ കൊറേ ടൈമിൽ നോക്കുമ്പോ ഈ തന്നി വേണ്ടത് കാണില്ല. തന്നി വേണ്ട ബന്ധായിട്ട് ബന്ധാവുമ്പോ പാവം എന്റെ ഉമ്മ പോണ്ടത് അപ്പൊ നല്ല ചെറിയ മക്ക എവിടെ പോണ്ടേ ഈ തന്നി വേണ്ട ഭാഗത്ത് കൊണ്ട് എന്തേ അവിടെ ആറാ കട്ട കെട്ടി വെച്ചിറാറ്. ഇപ്പറ തന്നി വരാണ്ടിക്കു അപ്പറ കട്ടി വെച്ച അങ്ങ് തന്നി കിട്ടുക വേണായിട്ട്. അപ്പൊ അത് പോയിട്ട് മെല്ലെ എന്താക്കണം ഒന്ന് എടുത്തെങ്കിലേ തന്നി വേണ്ടേ. തന്നി എല്ലാവർക്കും കിട്ടണല്ലേ. അങ്ങനല്ലേ തന്നി ചൊന്നത് എല്ലാവർക്കും തന്നി കിട്ടണു. അപ്പൊ അണ്ടത്തെ ആ ഒരു പിന്നെ ദമ്പല് വന്നോണ്ടിന്നെ ആ തന്നിയുടെ ഒരു സ്വാദ് ഇണ്ടത്തെ തന്നെ കിട്ടുന്നുണ്ട്. നിങ്ങ ചൊല്ലുവാറ് നാനോ നിങ്ങളെ ഉണ്ടല്ലേ ഉള്ളേ. ആ അത് വേറെമേ അണ്ടത്തെ ആ തന്നിൽ ആ വന്ന തന്നിയുടെ മണ്ടല് തീയാക്കിട്ട് കുളിച്ച കുലി ഇണ്ടത്തെ നിന്റെ ഗീസറിൽ കിട്ടുക ഗ്യാസിലെ സിലിണ്ടറിൽ വെച്ചാക്കിട്ട് കിട്ടുക ഇല്ല. അത് വേറെമേ ഒരു പൊൽസു. പക്ഷേ അത് കാലി ഇപ്പ എന്തായിട്ട് അതിപ്പോ എവിടെ കാണാല കാണ്ട കൊറോടി. അത് കാലി വാട്സപ്പിടെ സ്റ്റാറ്റസിൽ എടുത്ത് വെച്ചിട്ട് സ്വീറ്റ് മെമ്മോറീസ് പണ്ടത്തെ ഗോലി കളിച്ചതും അതല്ല ഇപ്പൊ എവിടെ മാത്രമായിട്ട് സ്റ്റാറ്റസിൽ മാത്രമായിട്ട്. സ്റ്റാറ്റസിൽ പണ്ടത്തതല്ല കാല് സ്റ്റാറ്റസിൽ മാത്രം എടുത്തു വെക്കും. നോക്കിട്ട് ചിന്തിക്കുകയും രസിക്കുകയും അനുഭവിക്കുകയില്ലേ. ഞാൻ ഉമ്മമാരട്ടെ ചൊല്ലട്ടെ, ഉമ്മമാരെ ഔത്തുലു ക്ലീൻ വെയ്ക്കണു വേണ്ടാട്ടല്ല വേണു. ക്ലീൻ നിങ്ങ വെച്ചില്ലെങ്കിൽ ഇങ്ങളെ കൊണ്ട് ക്ലീൻ വെക്കുക ആവേ ആവാലെ. ബേജാറായിത്താ ബേജാറായെങ്കും ഇല്ലല്ലോ ബുക്കല്ലേ. ഇപ്പൊ നണ്ട കൊണ്ടാക ക്ലീൻ വെക്കും അവിടെ, നിങ്ങൾ കൊണ്ട് വെക്കും അവിടെ ഇല്ലേ. അതുകൊണ്ടല്ലേ
പിന്നെ മക്കൊക്കെ രജ കിട്ടിയിട്ട് ദസറ രജ കിട്ടിയിട്ട് പോയ റായത്തുക ഔത്തു പോയ ഉമ്മടെ ഔത്തു പോയി വന്നു നോക്കുമ്പോ അക 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 അലക്കല്ല അകാടി പോലെ ഉണ്ട്. എന്താ കാരണം മാപ്പിള മാത്രം ഇന്നോ അങ്ങനെ ഉണ്ടല്ലേ. അതേ ടൈമിൽ വന്നിട്ട് എങ്കിൽ ആ പെഞ്ഞൈ വന്നാല് ഔത്തറ ഉൽക നൂണ്ടിട്ട് 1 ഗಂಟೆ കഴിഞ്ഞിട്ട് ഔത്തറ ഉൽഗത്തെ പരിസ്ഥിതിയെ ചേഞ്ച് പുതിയൊരു അക കിട്ടിയ പോലെ. എന്താ കാരണം അത് അള്ളാഹു അങ്ങക്ക് കൊടുത്ത സാമർത്ഥ്യം. അത് ഞങ്ങൾ നഞ്ചു കാര്യിട്ടാ മച്ചറ കാട്ടിട്ട് എന്തു കാര്യല്ലേ. അത് ഞങ്ങളെ പെഞ്ഞൈമാർക്ക് ഞങ്ങളെ ഉമ്മമാർക്ക് ഞങ്ങളെ പെങ്ങന്മാർക്ക് അള്ളാഹു കൊടുത്തിയ ഒരു സ്പെഷ്യാലിറ്റി, ഒരു ശക്തി സാമർത്ഥ്യ ക്ലീന്. ಬೇರೆ ಕೊರಿಯಾಗ ಉಂಡವ ಅವತರೊಳಗೆ ಎಪ್ಪ പോയി നോക്കിയെങ്കിൽ പെണ്ണിങ്ങ ഉള്ളമേ ആക പെണ്ണിങ്ങ എല്ലാ തകന്തോ അല്ല ആയെങ്ക ಗುದ್ದಲಿ ಒಲೆಕಿಡು ಅವತ್ತು ನೂಂಡ ಸಾರ್ಥ ನಂಗ ಬೇರಿಕಣೆ ಅಂದ್ರೆ ಎಂದ್ರೆ ಬೇರಿಕಣೆ ഇവിടെ ആറ് പെണ്ണിങ്ങ ഇല്ല കണ്ട് കാലി ആണിങ്ങ കണ്ടുണ്ട് അങ്ങനുണ്ടാ ഇല്ല നോക്കും പെണ്ണിങ്ങ ഉള്ളാറ്. പക്ഷെ എന്തേ പെണ്ണിങ്ങ അത്ര ആക്റ്റീവ് ഇല്ല. ഏത് അത്ര ഒരു ആക്റ്റീവ് ഇല്ല, ആക്റ്റീവ് മെയ്യാവില്ല. അങ്ങനെ ഉണ്ടല്ലേ. അങ്ങനല്ല അമ്മ അവത്ത് ക്ലീൻ വേണു. നിങ്ങൾ ക്ലീൻ ബൈക്കിട പോലെ ക്ലീൻ വേണു. എന്താ കാരണം ക്ലീന് ചൊല്ലത് ഏതൊരു ഔത്തുലു ക്ലീൻ ഉണ്ടാ, ഏതൊരക നല്ല ക്ലീൻ ഉണ്ടാ. ആ ഔത്തുറ റിസ്ക് നല്ല വിശാലായിട്ടിക്കിട കേട്ടോ. ഹബീബായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടല്ലേ ക്ലീൻ ഇല്ലാത്ത ഔത്തുക റിസ്ക് കൊറടിയായിട്ടിക്കൂ. അങ്ങ മാറി ബങ്ങ ബറുവാറ്. ഓ ഉമ്മമാര് നിങ്ങളെ അക നിങ്ങ ക്ലീൻ ബൈക്കണോ ചൊല്ലുക. കാരണ ಎಂದ್ರೋ നിങ്ങളൊട്ട അക ക്ലീൻ ബൈക്കടದರ ಬಗ್ಗೆ ವಾಲು ചൊല്ലണോണ്ടില്ല. ആയെങ്കിലും ನಾನು കിതാബില് കണ്ട ഒരു വിഷയം നിങ്ങളൊട്ട സാന്ദർഭികമായിട്ട് ചൊല്ലട്ട. അതേ നിങ്ങളെ മാപ്പലയുടെ നെയ്പ്പില് നല്ല ബറക്കത്ത് കിട്ടണ, നിങ്ങളെ മാപ്പലയുടെ വഴിപാട്ടില് നല്ല ബറക്കത്ത് കിട്ടണ. നിങ്ങളെ അക നല്ല ക്ലീൻ ബൈക്കറൂ. ക്ലീനുള്ള ആൽമാറുള്ള അകമാ ആ ഔത്രങ്ങളെ റിസ്ക് നല്ല വിശാലതയിക്കിട് കേട്ടോ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പടിപ്പാട്ടിയത് വിവരിച്ചിട്ട് മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാനക്കാരൊരു അങ്ങനെ കിതാബിൽ എഴുതി വെച്ചത് കണ്ട് അതേ ടൈമിൽ അക നോക്കുമ്പോ ക്ലീൻ ഇല്ല, അക നോക്കുമ്പോ ഒരു പറയില്ലാത്ത പോലെ എപ്പ നോക്കിയെങ്കും ഒരു അതേ ഒരു ക്ലീൻ ഇല്ലാത്ത അകമാ. എങ്കിൽ ആ ഔത്തുടെ റിസ്ക് കൊറടിയായോണ്ട് പോണ്ടു, ആ ഔത്തുടെ റിസ്ക് വിശാലത്തെ കൊറടിയായോണ്ട് പോണ്ടു. ഇത് മഹാന്മാരെ എഴുതി വെച്ചത് കണ്ട് ഇക്കട്ട് നാ ചൊന്ന വിഷയം മറക്കണ്ട. അതേ നിങ്ങ ഒരു പക്ഷേ എത്രേ ക്ലീൻ വെച്ചെങ്കിലും അതൊരു ലിമിറ്റ് വയ്ക്കണോമ്മ. എന്നിട്ടതാ ജാവ് ಬೇಗ ഉറങ്ങട സ്വഭാവ ജോക്കട്ടര സദസ്സിൽ വെച്ചിട്ട് നണ്ട വാല് കേട്ടോട്ടുള്ളൂ. നണ്ട ഈമാനുള്ള ഉമ്മമാരൊട്ട ചൊല്ല്, നണ്ട പെങ്ങന്മാരൊട്ട ചൊല്ല്, ജാവ് ಬೇಗ ഉറങ്ങട സ്വഭാവ എടുക്കണോ. ജാവ് നോക്കുമ്പോ 12 ಗಂಟೆ 1 ಗಂಟೆ ആയെങ്കിൽ നിങ്ങൾ ഔത്ര ബലി ബന്ധാവൂല്ലേ. അങ്ങനുണ്ടാ പണ്ടത്തങ്ങാണ്ടായെങ്കിൽ ജാവ് നിങ്ങൾ ഔത്ര ബലി ಬೇಗ ബന്ധാവിടും. സുബൈക്ക് ബലി ಬೇಗ കാണ്ട് സുബൈ ബാങ്ക് കൊടുത്ത പിന്നല്ല അതിന് മുന്നോലെ ബലി കാണ്ട് ഔത്ര ഉൽഗത്തെ ലൈറ്റ് കാണ്ട്. ഇപ്പൊ അങ്ങനല്ല, ഇപ്പൊ ജാവ് ലേറ്റ് ബലി ಬಂದೈತಾ. ಇಂದು ಮಕ್ಕಳಟ್ಟ ಬೆಲಿ ಬೆಲಿ ಗೊತ್ತೈತಲ್ಲ ಬೆಲಿ അത് അവണപ്പറ കേട്ടോളൂ. എന്തില്ല ബലി ഗൊന്തില്ല. എന്താ കാരണം ഞങ്ങളെ മക്ക ഇംഗ്ലീഷ് മീഡിയം പോയോണ്ടുള്ളാറ്. അത് വേണ്ടല്ല, അത് വേണല്ലേ. അൽഹംദുലില്ലാ ഞങ്ങൾ അഞ്ചുമാനില് നാനിപ്പടെ വരുമ്പോ ഉസ്താദരട്ടല്ലേ ഇങ്ങനെ പൽക്കറിഞ്ഞോ വരുമ്പോ അൽഹംദുലില്ലാ അഭിമാനായിട്ട് ഇവിടെ ഡിഗ്രി തോലും പഠിക്കൂ ഞങ്ങൂ അൽഹംദുലില്ലാ നല്ലൊരു സ്കൂളുണ്ട്. അതൊരൊട്ടിಗೆ അൽഹംദുലില്ലാ പെണ്ണുമക്കൾക്ക് ശരീഅത്തിന് വേറെമേ ഉണ്ട്. അല്ലാഹു തആല അതെല്ലാം കബൂലാക്കട്ടെ. യതീം മക്കളതും അഗതി മക്കളതും യതീം മിസ്കീൻ അങ്ങു വേറെ ഉണ്ട്. അല്ലാഹു അതെല്ലാം കബൂലാക്കട്ടെ. അങ്ങനെ വേണു ഒരു റായത്തെ കമ്മിറ്റിങ് ചൊന്നെങ്കിൽ ആ റായത്തക്ക് ഉപകാരം കിട്ടതാവണോ. കാലി പള്ളി മദ്രസ മാത്രമായെങ്കിൽ മെയ്യാവാലേ. ഇങ്ങനെ എല്ലാരും ആക്കിയോണ്ട് പോയെങ്കിൽ പിന്നെ ഉസ്താദുമാരെ സംസ്ഥാപന ആക്കണതിരെ പിറകിൽ ഓടോണിട്ടില്ല. ജമാഅത്ത് ರಂಗಲ್ಲಾಕಣೆ കൊറേ ജമാഅത്ത് ರಂಗ ഉണ്ടു, ഇൻകം ഇഷ്ടം പോലെ ഉണ്ടു. ആ കേന്ദ്രമല്ലേ പിന്നെ വാർത്തക്ക് 4 വെള്ളിയാസം ഉണ്ട്. ജുമാ ഉണ്ട്, പിന്നെ തറാവി ഉണ്ട്, പെരുന്നാളും ഉണ്ട്, 5 വക്ത നിസ്കാരം ഉണ്ട്. വേറെ എന്തെങ്കിലും ഉണ്ടാ? ഇൻകം ഇഷ്ടം പോലെ ഉണ്ടു. അങ്ങനെ ആവോ തീറ
ആ ഇൻകം ഇത് നാനെ ഉടരങ്ങല്ല ചൊന്നുണ്ടല്ലോ ലൈവിൽ കേൾക്കണ ചമ്മാലിക്കുവാറല്ല അങ്ങോട്ട് ചൊന്നുണ്ടല്ലോ ആ ഇൻകം ഞങ്ങളെ റായത്തെ മക്കളെ പഠിപ്പുകനായിട്ട് ഉപയോഗപ്പെടുത്തണു സ്കൂൾ ആക്കുക അവിടെ ഞങ്ങളെ റായത്തിൽ ഞങ്ങളെ മക്കൾ സ്കൂൾ ആക്കണു ഇപ്പോൾ 5 മാനുണ്ടല്ലോ അള്ളാഹു അതല്ല കബൂലാക്കട്ടെ ഞാനിപ്പോ ആ ഭാഗത്തേക്ക് പോണ്ടില്ലേ ഞാൻ ചൊന്നുകൊണ്ട് വന്നു അവന്നിട്ട ബലി ചൊല്ലുമ്പോ അവന് ഉത്തരം ഉണ്ടിട്ട് കേട്ടോളൂ എന്തല്ല ബലി എന്നിട്ട് അർത്ഥ ആയിത്തല്ല മോനെ നിക്ക് ബലി എന്താ ഇപ്പൊ സംശയത്തിലെ ഉള്ളാർ ബെൽ ചാണ്ട് ലൈറ്റ് വന്നേത്ത ലൈറ്റ് ആ നോക്കറ നീ ബലി ചെന്നപ്പോ തല ആട്ടില്ല ലൈറ്റ് ചെന്നപ്പോ തല ആട്ടിച്ച് ആവട്ടെ ഞങ്ങളെ മക്ക ഉഷാറാവണത് കാണുമ്പോ കുസിയല്ലേ അല്ലെ ഇംഗ്ലീഷ് അള്ളാഹു വലിയ വർക്കത്ത് കൊടുക്കട്ടെ ഞങ്ങളെ മക്കൾ അള്ളാഹു വലിയ സ്ഥാനത്തേക്ക് എത്തുമാട്ടി തരട്ടെ ഞാൻ ചൊന്നുകൊണ്ട് വന്നേ പണ്ട് അങ്ങനെ പണ്ട് ജാവ് ബലി ഞങ്ങളെ ഔത്തുര ജാവ് അതേ ഔത്തുല് ജാവുമാന പണ്ടെങ്ങനെ ബലി ಬೇಗ ಬೆಲಿ ಬಂದಾಯ್ತು ಇಶಾಯ ಕಲ್ഞ്ഞെങ്കിൽ ലൈറ്റ് ഓഫ് ആയോണ്ടിന്ത് സുബഹിക്ക് ബാങ്കട മുനോലെ തഹജ്ജുദര ടൈമില് ലൈറ്റ് ഓൺ ആയോണ്ടിന്ത് ഇണ്ടങ്ങനല്ല ഇണ്ട കാല ബദലാവനായിത്തല്ലേ ಜಾವದ ಲೈಟ್ ಲೇಟಾയിട്ട് ಬಂದಾವಳು ಅದೇ ಸುಬಹಿಗ ಲೇಟಾയിട്ട് ഓൺ ആവുടു ഇല്ല ഉമ്മമാരെ ഔത്തുലുള്ള നിങ്ങളെ സ്വറവും നിങ്ങളെ ക്ലീനിങ് ഉണ്ടല്ലേ അത് എത്ര ആക്കിയെങ്കും തീരൊകിക്കില്ല അത്ര ക്ലീനിങ് ഉണ്ട് ആയെങ്കിലും അത് ഒരു സ്റ്റോപ്പ് വെച്ചിട്ട് നിങ്ങൾ ജാവുക വേഗ ഉറങ്ങണു കാരണം ജാവത്തെ ഉറക്കുണ്ടല്ലേ അത് തടിക നല്ല ആഫിയത്ത് കിട്ടുള്ള ഉറക്കായിട്ട് കിട് ഖുർആനിൽ അല്ലാഹു തആല ചൊന്നുല്ലേ അത് തടിക വലിയ റാഹത്തായിട്ട് കിട് തടിക നല്ല സുഖമുള്ള ഉറക്കായിട്ട് കിട് ജാവത്തെ ഉറക്ക് കിട്ടോ എങ്കിൽ പിന്നെ അല്ലാഹു ഖുർആനിൽ ചൊല്ലുന്ന പിന്നൊരു പൽക്ക നോക്കൂ നിങ്ങ വജഅലൻ നഹാറ നുശൂറാ പോൽമാണ എന്തികാക്കിയിട്ടുള്ളോ ബാലക്കാറ ഈ പള്ളി വട്ടാരത്തിൽ വെച്ചിട്ട് നന്റെ വാല് കേട്ടോട്ടുള്ള നന്റെ ഇലങ്ങ മൂത്തങ്ങമാറായ ബാലക്കാര് ചങ്ങായിമാരൊട്ട ചൊല്ലട്ട പോൽമാണ ഉറങ്ങിട്ട് തീർക്കുള്ളതല്ല പോൽമാണ മോന്റെ ഔത്തറ ഒൽക നോക്കുമ്പോ ഫാൻ തിരിഞ്ഞോണ്ടു അപ്പ അബ്ബ വന്നിട്ട് കേക്കടെ അബ്ബ വന്നിട്ട് ഉമ്മഴിട്ട് കേക്കടെ ആര് എവിടെയാണ് ആറാറ് ഉള്ളല്ലേ നിങ്ങളെ മോണു ഗോണ പോൽമാണ നെയ്ക്കുക പോണായ ഓണ് ഫാൻ ഇട്ടിട്ട് പോൽമാണ ഔത്തിൽ ഉറങ്ങിയറ ഇത് എപ്പെങ്കിലും വച്ചിട്ട് ഉറങ്ങിയ കണക്ക് വേറെ എപ്പം ഇതേ പെഞ്ഞൈ പെത്താല് ആണുകിടാവുണ്ട് കൊന്തായപ്പ ഇയാളൊന്ന് തുള്ളൽ കണ്ടെങ്കിൽ എന്തിക്ക് നന്റെ തലയുടെ ദിന്നതിൽ കൊറടി ആയിത്തല്ലേ ഇയാൾ വിചാരിച്ചിട്ട് ഇത് എവിടെയൊക്കെ കൊറടിയാവുകോ ഇത് കൊറടിയാവുക എവിടെ ഇത് ദിന്ന യാരമേ ആയിട്ടല്ലാണ്ട് കൊറടിയായില്ലേ എന്തേ കാരണ നയിക്കോ പോണില്ലേ ഉറുദു ഒരു പൽക്കം ഉണ്ടല്ലേ ബച്പൻ കേൽക്കർ കോയ എന്തിനെ ബച്പൻ കേൽക്കർ കോയ ജവാനി നീന്ത് പർ സോയ ബുഡാപ്പെ യാദ് കർ റോയ ഇങ്ങനെ 3 ടൈം ഉണ്ട് മനുഷ്യർക്കു ഒന്ന് ബച്പൻ കേൽക്കർ കോയ മക്കളെ കാല ആ മക്കളെ കാലത്ത് എന്തിനുണ്ട് മക്കളാട്ടിക്കാൻ എപ്പാ നോക്കിയ മക്കളാട്ടിക്കാൻ അത് മക്കളാട്ടിക്കല്ലേ കളിയല്ലേ അത് കളിപ്പിരാന്തര ടൈം അല്ലേ ഉണ്ട് അതിന് പിന്നെ രണ്ടാമത്തൊരു ടൈം ഉണ്ട് അതായത് ജവാനി ബാലക്കാരുടെ ടൈം ജവാനി നീന്ത് പർ സോയ ഉറങ്ങിട്ട് തീർത്ത ഏത് ടൈമു ഈ ജവാനിയുടെ ടൈം ഉണ്ടല്ലേ അവന് ഉറങ്ങിട്ട് തീർത്ത അതിന് പിന്നെ മൂന്നാമതായിട്ട് ചൊന്തു ബുഡാപ്പെ യാദ് കർ റോയ ഓം ബെല്യായ പിന്നെ ബയസ്സായിത്തല്ലേ ഓണുകു ആ ബയസ്സായപ്പ വലിയ ബയസ്സായ പിന്നെ ദച്ചിട്ട് ബുൽപ്പിടു സൊറാക്കിത്തിയാല് എന്തിക്ക് ബുൽപ്പിടോ പണ്ടത്തെ നീർച്ചിട്ട് ബാലക്കാരായിട്ടിക്കുമ്പോ ഞാൻ അങ്ങനെ ആക്കിട്ടിന്നെ ഇങ്ങനെ ആക്കിട്ടിന്നെ അണ്ട് ഞാൻ അങ്ങനെ ആക്കോണിന്ത് അങ്ങനെ എന്തോ ആക്കാണ്ട ഞാൻ ഇങ്ങനെ ആക്കി പോയ ഇതെല്ലാം നീർച്ചിട്ട് ബുഡാപ്പെ യാദ് കർ റോയ ബെല്യായ പിന്നെ ബുൽപ്പിടു സൊറാക്കട അത് നീർച്ചിട്ട് അങ്ങനല്ല ബാലക്കാറ അതെ അതുകൊണ്ടല്ലേ ഇസ്ലാമു ചൊന്നു പോൽമാണ ചൊല്ലത് ഉറങ്ങിട്ട് തീർക്കുള്ളതല്ല ഖുർആൻ ചൊന്നുല്ലേ വജഅലൻ നഹാറ നുശൂറാ
പോൽമാണ ചൊല്ലത് എന്തിയുള്ളത്? അതെ, അത് നിങ്ങൾ നയിക്കുക പോകുള്ളത്, അധ്വാനിക്കുക പോകുന്നത്, ഉമ്മകും ബാപ്പകും ಖರ್ಚುക കൊടുക്കുകയായിട്ടുള്ളത്, പിന്നെ മക്കളെ ബൽത്തുകയായിട്ടുള്ളത്. അതുകൊണ്ട് പോൽമാണ നിങ്ങൾ അധ്വാനിക്കുക പോണു. ഇത് ഒരു വ്യാഖ്യാന മഹാന്മാർ ഇങ്ങനെ കൊടുത്തിട്ടു. രണ്ടാമത്തെ ഒരു വ്യാഖ്യാന കൊടുത്താറ് അതേ പോൽമാണ ചൊന്നെങ്കില് രണ്ടാമത്തെ ഒരു ഹയാത്ത് കിട്ട ടൈമായിട്ടിക്കിട്. അത് ചൊല്ലുകയായിട്ടിക്കിടാൻ ഇത്തര വിഷയം നിങ്ങളിട്ട ചൊന്നു. പോൽമാണ ചൊന്നെങ്കിൽ സുബഹിയുടെ നേരെ ചൊന്നെങ്കിൽ അത് ഉറങ്ങിട്ട് എനിക്കിടെ ടൈമായിട്ടിക്കിട്. ആ ഉറങ്ങിട്ട് എനിക്കിടെ ടൈം ഉണ്ടല്ലേ, അത് രണ്ടാമത്തെ ഒരു ഹയാത്ത് കിട്ട ടൈമായിട്ടിക്കിട്. കാരണം കിടന്നുറങ്ങിയെങ്കിൽ അത് മരിപ്പുക സമാന. മുസ്ലിമേ, ഉറങ്ങിട്ട് രണ്ടാമതായിട്ട് യസർത്താവോട് ചൊന്നിട്ടു ഗ്യാരണ്ടി ഇല്ല. ഇണ്ട് നാന് വാളുകൾ ഞിട്ട് നണ്ടാവത്തുല് പോയിട്ട് നാണ് ഉറങ്ങിയെങ്കില്, നിങ്ങൾ വാളുകൾ ഞിട്ട് നിങ്ങൾ ഔത്തുല് പോയിട്ട് നിങ്ങൾ കിടന്നിട്ട് ഉറങ്ങിയെങ്കില്, നാല് സുബഹിക്ക് നിങ്ങൾക്ക് യസർത്താവോടു നിങ്ങ ജീമത്തോടുകൂടെ എനിക്ക് വാറ് ഗ്യാരണ്ടി ഇല്ല. അല്ലാഹു തആല ഞങ്ങൾക്ക് ഹയാത്തിടുക തീരുമാനിച്ചിറാണ് എങ്കിൽ ഞങ്ങൾക്ക് യസർത്താവൂ. ഇല്ലെങ്കിൽ അതേ ഉറക്കിൽ ഞങ്ങൾ മറിച്ചു പോക ചാൻസ് ഉണ്ട്. അല്ലാഹു ഞങ്ങൾക്ക് നല്ല ആയുസ് ആഫിയത്തൊട്ടിಗೆ റബ്ബ് നീട്ടിത്തരട്ടെ. അതുകൊണ്ടായിട്ടിക്കട് മുജാഹിദ് റളിയല്ലാഹു അൻഹു എല്ലാം നാലും ജാബ് ഉറങ്ങുമ്പോ ലാസ്റ്റ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്നിട്ട് ഉറങ്ങട്. അതറപ്പറ പിന്നൊരു പൽക്ക വരില്ല. ഇത് നോക്കിയങ്ങ മുജാഹിദ് റളിയല്ലാഹു അൻഹു തങ്ങളൊട്ട കേട്ടാറ്, അല്ല എന്തേ നിങ്ങൾ ലാസ്റ്റ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്നിട്ട് ഉറങ്ങടോ? അതറ അപ്പറ നിങ്ങ വേറൊന്നും ഉണ്ടല്ലേ? അപ്പ മഹാന് ചൊന്തു നാണ് ഉറങ്ങിയെങ്കില് നാണ് എനിക്കിടാണ്ട് നക്ക് ഗ്യാരണ്ടി ഇല്ല. ഒരു പക്ഷേ നാണ് ഇതേ ഉറക്കിൽ മറിച്ചു പോയെങ്കിൽ നന്റെ ലാഷ്ട്ര പൽക്ക, ഈ ദുനിയാവിടെ നന്റെ ലാഷ്ട്ര പൽക്ക അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയി പോയിത്തല്ലേ. ദഖലൽ ജന്ന, അതുകൊണ്ടിട്ട് നക്കൊന്ന് സ്വർഗ കിട്ടുവല്ലേ. മഹാന്മാരെല്ലാരും ചിന്തിച്ചത് അങ്ങനെ ആയിട്ടിക്കട്. ഇക്കട്ട് നാച്ചൊന്നു പോയ വിഷയം മറക്കണ്ട. ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹു, ഖുർആന്റെ ആയത്തിനെ ഞാൻ അർത്ഥാക്കി തന്നോണ്ടിന്ന്. ഏതായിട്ടിക്കട് ഖുർആന്റെ ആയത്ത്? അല്ലാഹ് ഖുർആനിൽ ചൊന്നുല്ല ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹു. അങ്ങനെ തർക്കവും അങ്ങനെ ചർച്ചവും യാറത്തതിലും ഒരു ഖൈറുമില്ല, ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ടായിട്ടിക്കട അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു മഹാന്റെ നാവിടെ പർത്ത് ഒരു പൽക്ക വരണമെങ്കിൽ മഹാൻ 100 വട്ട ചിന്തിച്ചോണ്ടിട്ടുണ്ട്. ചിന്തിച്ചിട്ട് ഈ പൽക്ക നന്റെ നാവിടെ പർത്ത് വന്നെങ്കിൽ നല്ലേട്ട് മഹാനಗೆ ബോധ്യപ്പെട്ടെങ്കിൽ മാത്ര മഹാൻ പൽക്ക ബരിയത്തരെ. ഇല്ലെങ്കിൽ നാവിടെ അത് ഉൽഗ അങ്ങനെ മടക്കി വെക്കും, പൽക്ക വരില്ല. ഞങ്ങളെ ബായി ബൊമ്പായി അല്ലേ? ഞങ്ങളെ ബായിയുടെ നാവിടെ പർത്ത് എന്തും പണ്ട് തൊന്തരില്ലേ. ഞങ്ങൾക്ക് നാവുക ലൈസൻസ് ഇല്ലേ. ബാക്കി ഞങ്ങളെ ಬಗ್ಗೆ ഞങ്ങൾ ചൊല്ല എന്തിനാ അവന്റെ നാവുക ലൈസൻസ് ഇല്ല ചൊല്ല. നണ്ട നാവുണ്ട ലൈസൻസ്, അത് ലൈസൻസും ഇല്ല. ലൈസൻസ് മുന്നോലൊന്നും കിട്ടറല്ലേ, എന്തിനാ അതിന്റെ പേര്? ലൈസൻസ് കിട്ടോ തോലും ഒന്ന് ഓടുപാട്ട, അതെന്തിനൊന്ന് പേരുണ്ടല്ലേ. അത് ഇയാൾ കൊത്തുണ്ട് എല്ലെല്ലാരും. അതെ, ഞങ്ങളെ നാവുക ലൈസൻസും ഇല്ല, എല്ലെല്ലാരും ഇല്ല. എവിടെ നിങ്ങളുടെ പറങ്കി വേട്ട ഗൊന്തിക്കാട്ടിക്കുക നിങ്ങൾക്കു പേരുമാർക്ക് ഡേറ്റ് കൊടുത്തേ. അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ. അങ്ങനെ ഈ മൈക്ക് ഓപ്പറേറ്റർമാരും നങ്ങാൻ ചൊന്നെങ്കിൽ ഞങ്ങൾ ഭയങ്കര ലിങ്ക് ഇക്കിടത്. ഇത് നല്ല സൗണ്ട്, അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ. കുറേ മൈക്ക് ഓപ്പറേറ്റർമാർ പിന്നെ ഇത് ഇയാളുടെ പോലെ ഇതാ ഇയാൾ നല്ല തെച്ചിട്ട് വാള് കേട്ടോണ്ടു. അയാളിപ്പോ മൈക്ക് ഓപ്പറേറ്റർ ആക്കവും വന്നൊറക്കൂ, അതിനൊട്ടിക്ക് വാളും കേട്ടു. അങ്ങനെ വേണം അല്ലെ? എത്ര പഠിക്കണം നിങ്ങളൊരു നെസീബ്. നിങ്ങൾ വേറെ ആളായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നെസീബ് കിട്ടാത്ത എങ്ങനെ? ഇപ്പൊ ഇണ്ടത്തെ വാളും കേൾക്കാം, നാലത്തെ വാള ഉസ്താദ വാളും കേൾക്കാം, നാളെ കള്ളന്ന് കേൾക്കാം, ഉടനെ കഴിഞ്ഞിട്ട് വേറെ മൂത്ത് പോയെങ്കിൽ അവിടെയും കേൾക്കാം അല്ലെ? കേട്ട് 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 നാളെ നിങ്ങമേ ഒരു വാൾ ചൊണ്ട ഉസ്താദി പോണ്ടാറാണ്ട്. അല്ലാഹു ബർക്കത്ത് കൊടുക്കും. അതുകൊണ്ടായിട്ട് ഈ മൈക്ക് ഓപ്പറേറ്റർ ആക്കട ആൾമാർ ഇത് അയ്യാലതാ ഈ ലൈവ് കൊടുക്കണം. ഞങ്ങൾക്ക് യാരത്തെ ചരിത്രം കൊണ്ടുണ്ട്.
ഇങ്ങ അപ്പറെ പറ കുസു കുസു ആക്കടവല്ല ഈ ചരിത്രം ഇന്നലും ചൊന്നും ഇതേ ഉസ്താദ് ഉണ്ട്. തമാശ ബേജാറാക്കിരണ്ട് അൽകൗസർ മീഡിയ. അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ, അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. ഞങ്ങൾ ഇങ്ങനെ എങ്ങനെ ബ്ലൂടൂത്ത് ഇൻഫ്രാഡെല്ലാം ഇന്ന പോലെ ഞങ്ങൾ ഒരു ഭയങ്കര ഒരു ഇതുണ്ട് അല്ലേ, ഒരു കണക്ഷൻ. അള്ളാഹു ഞങ്ങൾ ഇതേ കണക്ഷനിൽ സ്വർഗത്ത് എത്തുവാട്ടി തരട്ടെ. കാലി ദുനിയാവിടെ കണക്ഷൻ ആയിട്ട് മാത്രം റബ്ബാക്കാൻ ടിക്കറ്റ്. അള്ളാഹു ഞങ്ങളെ സ്വർഗത്തിലും ഈ കണക്ഷനിൽ എത്തുവാട്ടി തരട്ടെ. ഞാൻ ചൊന്നോണ്ട് വന്ന് അങ്ങനത്തെ നാവല്ല പിന്നമാ അതേ ഖുർആൻ ജന്തു രണ്ട് വിഷയത്തുക്ക് നിങ്ങളെ നാവ് ഉപയോഗത്തുക്ക് പറഞ്ഞു. അതല്ലാത്ത മിക്ക നിങ്ങളെ പൽക്കത്തിലും ഒരു ഫായിദോ ഇല്ല. കാലി നിങ്ങൾ കിട്ടിയ അവിടെ പോയി വെച്ചിട്ട് ചർച്ചാക്കണോണ്ടല്ലാണ്ട് അതിൽ ഒരു ഖൈറുമില്ല. ഏതായിട്ടിക്കടാ രണ്ട് വിഷയ ഖുർആനിൽ അല്ലാഹ് ചൊല്ല നോക്കറു നിങ്ങ ഇല്ലാ മൻ അമറ ബിസ്വദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്. നിങ്ങ ആൽമാരട്ട സ്വതക്ക കൊടുക്കുക ചൊല്ലണു, ആൽമാരൊട്ട നല്ലതാക്കുക ചൊല്ലണു. ഒരു വിഷയ അതായിട്ടിക്കിട് നിങ്ങ എല്ലാരും സ്വതക്ക കൊടുക്കുക വേനായിട്ട് ചൊല്ലണു. അതേപോലെ ആൽമാരൊട്ടം നല്ലതാക്കുക വേനായിട്ട് ചൊല്ലണു. ആ പൽക്കത്തിലൊരു ഖൈറിക്കൂ. അത് നിങ്ങ ചൊന്നത് കേട്ടിട്ട് ഒരാള് സ്വതക്ക കൊടുത്തെങ്കിൽ ഒരു പ്രയോജനം കിട്ടിത്തല്ലേ. അല്ലെങ്കിൽ നിങ്ങ ചൊന്നത് കേട്ടിട്ട് ഒരാളൊരു നല്ലതാക്കിയെങ്കിൽ അതുകൊണ്ട് നിങ്ങ ചൊന്നത് കൊണ്ടൊരു പ്രയോജനം കിട്ടിത്തല്ലേ. ഒന്നും ആ വിഷയായിട്ടിക്കിട്. ഇനി രണ്ടാമത്തെ വിഷയ ഏത്? ഖുർആൻ ജന്തു ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്. ആൽമാര നടുലു നിങ്ങ ഐക്യത്തെ ആക്കുക നോക്കണു. ആൽമാര ദൂറാക്കുക നോക്കണായതല്ല. കുടുംബത്തില് ജണ്ടാല് ദൂറായോണ്ടുള്ളാറാ അവിടെ നിങ്ങ പാടം ചിമ്നന്നെ വീത്തിട്ട് യാറെ തീ കത്തുവാട്ടണായതല്ല. അവിടെ തീ കത്തിയോണ്ടുള്ള പക്കത്ത് നിങ്ങ തന്നെ വീത്തിട്ട് ആ കത്തിയോണ്ടുള്ള തീടെ പൊലിക്കുക നോക്കണു. കുടുംബത്തിലുള്ള ജണ്ടാല് തമ്മില് തപ്പിട്ട് ദൂര പോകുമ്പോ എലങ്ങ മൂത്തങ്ങമാര് ഒരേ ഉമ്മ അബ്ബട മക്ക, ഒരേ ഉമ്മടെ ബേത്തര വന്ന രണ്ട് മക്ക. സുബ്ഹാനല്ലാഹ്. അങ്ങ മങ്ങിലാവിടെ മുന്നോലു സമയുന്നാറ്. ഇപ്പ മങ്ങിലായ പിന്നമാ ജണ്ടാല് ബേര ബേര ആയാറ്. എന്തുകൊണ്ട് അങ്ങനെ ആയിട്ട്? മങ്ങിലാവിടെ മുന്നോലു ജണ്ടാലും ഒരേ ഉമ്മ അബ്ബട മക്ക നല്ല ഐക്യത്തിൽ ഇന്നാറല്ലേ. ഇപ്പൊ എന്തേ മങ്ങിലായ പിന്നെ ഇങ്ങനായോ? റായത്തുള്ളൊരു അഭിപ്രായമുണ്ട് അങ്ങനെ എന്തോ നോക്കാം. മങ്ങിലാവിടെ മൂന്നോല് ഉമ്മ അബ്ബ, ഒരേ ഉമ്മ അബ്ബടെ രണ്ട് മക്ക, രണ്ടാളും നല്ല ചങ്ങായി പാട് ചെന്നെങ്കില് ചെലങ്ങ ചൊല്ലുവാറ്. ഇങ്ങനെ രണ്ടാളും നോക്കിയിട്ട് നിങ്ങൾ ഇലങ്ങ മൂത്തങ്ങമാരെ പോലെ അല്ലല്ലോ ബാബുല്ലേ, പിന്നെ ചങ്ങായിമാരെ പോലെ ഉള്ളാറ്. എന്താ കാരണം? ഇലങ്ങ മൂത്തങ്ങാണ്ടാകുമ്പോ ഒരു എലോണുകു മൂത്തോണു ചൊല്ലുടെ റെസ്പെക്ട് അല്ലെ, മൂത്തോണുകു എലോണു ചൊല്ലുടെ ഒരു എന്താ ഒരു കിർഫ. ഇത് ചങ്ങായിമാരുണ്ടെങ്കിൽ അങ്ങനല്ലേ, അതൊരു വേറമേ ഒരു ഇതല്ലേ. അതുകൊണ്ട് കൊറിയ ഇലങ്ങ മുത്തങ്ങമാരെ കാണുമ്പോ ചൊണ്ട എന്താ നിങ്ങ ഫ്രണ്ട്സ്മാരെ പോലെ ഉള്ളാറല്ല ബാബ, ഇലങ്ങ മുത്തങ്ങമാരെ പോലെ അല്ലാണ്. പക്ഷെ മങ്ങിലായ പിന്നെ ദുഷ്മനായി പോയാരിങ്ങ രണ്ടാളും. അപ്പ റായത്തിലോർ പൽക്ക നടക്കരുത് എന്താ ചൊല്ലോർ നോക്കാം. നിങ്ങൾ ഇവിടെ അങ്ങനത്തെ ഇല്ല, നിങ്ങക്ക് കൊന്തിക്കാലേ അയിങ്ങൊന്ന് ചൊല്ലോ ട്രൈ ആക്കറോ നോക്കാം. ഉമ്മോ ജോക്കട്ടല്ലേ ചൊല്ലോ നോക്കറോ എന്തിനാ പൽക്ക ചൊല്ലോർ നോക്കാം. മങ്ങിലാവിടെ മൂന്നോല് രണ്ടാലും ഭയങ്കര അറ്റാച്ച്മെന്റ് ഇലങ്ങ മുത്തങ്ങമാർ. മങ്ങിലായ പിന്നെ ഇങ്ങ രണ്ടാളും ദുഷ്മന്മാർ. അക ചേഞ്ച് ആയിട്ട് ചണ്ടാൽ അകമേ ചേഞ്ച് ആക്കിയാറ്, അക മാത്രല്ല റായമേ ചേഞ്ച് ആക്കിയാറ്. മൂത്തോൺ ഇന്ന റായത്തിലേ നാണിക്കില്ലേ എന്നിട്ട് എലോണു ചൊല്ലുണ്ടാ മൂത്തോന്റെ റായത്തിൽ നാണിക്കില്ലാണ്ട് മൂത്തോൻ ചൊല്ല എന്തിനെ എലോണോ നാ മർച്ചെങ്കിലും നന്റെ മയ്യത്തവണ് കാട്ടോ തീരാ നോക്ക്. നീ വലിയ കുത്തുബുല്ലക്താവല്ലേ, നിന്റെ മയ്യത്ത് നോക്കിയിട്ട് സ്വർഗത്ത് പോകും. അങ്ങനത്തെ പൽക്കെല്ലാം നാവുല് വന്നുകൊണ്ടല്ലേട്ട് നോക്കുമ്പോ ബേജാറതല്ല. ഓണ് കമ്മിറ്റിയുടെ മെമ്പറുല ജോക്കട്ടയുടെ കമ്മിറ്റിയിൽ ഇപ്പൊ അങ്ങനത്തെ ആരും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ധൈര്യത്തിൽ ചൊല്ലാം അല്ലേ. നോക്കുമ്പോ കമ്മിറ്റിയുടെ മെമ്പറുല ഓണ്ട പിടിച്ചിട്ട് മെമ്പർ ആക്കിയത് എന്തിണ്ട് നോക്കാം. ഓണ് നോക്കുമ്പോ കുടുംബത്തിന് സമയമില്ലേ, ആറ് ചൊന്നിട്ടും സമമില്ലേ. പള്ളിയുടെ ഉസ്താബിൽ ചൊന്തു ഞാൻ പറല്ലേ മെല്ലെ കുഞ്ചി കയറ്റിട്ട് ചൊന്തു അങ്ങനുണ്ടല്ലോ. ഇങ്ങനത്തെ വിഷയമല്ല, നാലാലെ എതിർന്നല്ല ചൊല്ലണേ. അപ്പൊ കറാക്ക പുത്തുമണാക്കട്ടെ സമയമില്ല അങ്ങനെ ചൊല്ലണം. ഉദാഹരണം ചൊന്നെ ഇല്ല, മെല്ലെ ഉസ്താദ് റൂമ് വിളിച്ചു ചൊന്തു ഞാൻ നിങ്ങൾ എല്ലാത്തിനും സമമില്ലാറ്.
പക്ഷെ നിങ്ങളെ ಬಗ್ಗೆ ഒരു ചെറിയൊരു വിഷയമുണ്ടോ, നിങ്ങളെ മൂത്തോണ്ടട്ട നിങ്ങൾ മുണ്ടുല്ലവലല്ലേ, നിങ്ങളെ മൂത്തോണ്ടട്ട നിങ്ങൾ മുണ്ടുല്ലവലല്ലേ. അപ്പം ഇയാൾക്ക് അന്താജായിട്ട് ഇപ്പൊ ഉസ്താദ് എന്തൊരു ചൊല്ലോ പോയിട്ടുള്ളൂ എന്നെങ്കിൽ നാ മൂത്തോണ്ടട്ട ഫൽക്കറിയണു എന്നിട്ട് ഉസ്താദ് ചൊല്ലുകും ചൊന്തു എന്തൊരു ചൊന്തു ഒന്നുണ്ടാ മൂത്തോണ്ടട്ട നീ അപ്പുറം പോയി പൽക്കറിഞ്ഞതുകൊണ്ട് നീ ശരിയാവില്ലേ. എന്താ കാരണം അവന് മൂത്തോണല്ലേ, നീ എലോണല്ലേ അല്ലെ, അങ്ങനല്ലേ. അവനക്ക് ചിലപ്പോ നിൽക്കൂ മൂത്തോണ് ചെന്നെങ്കിൽ അപ്പടെ സ്ഥാനല്ലേ, അവൻ എലോൺ ഇപ്പറ പറഞ്ഞിട്ട് പിർസത്തായിട്ടിക്കൂ, അത് അവൻ മോണ്ട സ്ഥാനത്ത് തന്നെ അവൻ ഇപ്പറ വന്ന് പൽക്കറിയിട്ടിക്കൂ. ഉസ്താദിന്റെ റൂമിന്റെ വാളെല്ലാം കേട്ടിട്ട് ക്ലാസ് കേട്ടിട്ട് എലോണ് പോയി ഔത്തു. എന്റെ സീത ഔത്തു പോയ കൊണ്ടുണ്ടാ കുളിച്ചിട്ട് ഡ്രസ്സെല്ലാം ഇട്ടിട്ട് മൂത്തോണ്ട് ഔത്തു പോയിട്ട് മൂത്തോന് കൈ കൊടുത്തിട്ട് മുസാഫായത്താക്കിട്ട് നല്ല പോവാനായിട്ടാണ്. അപ്പൊ എലോൺ ഔത്തു പോയപ്പ കുലിക്കോ പോണ്ടത് കണ്ട് ബീസ 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 കുലിക്കോ പോകുമ്പോ ദാദ കേട്ടിട്ടേ വിട്ടുത്തല്ലേ എവിടെങ്കിലേ എവിടെ പോണ്ടോ എടുത്തു എവിടെ പോണ്ടോണ്ടു നോക്കുമ്പോ അയിമത്തലത്തിൽ ಯಾರ ಡೇಂಜರ್ ತೆಲಿ ಯಾರ ಸ್ಟ್ರಾಂಗ್ ತೆಲಿ ಯಾರ സ്ട്രോങ് ചായ എന്ന പോലെ കുറെ കടക്ക് ചായ കുടിച്ചെങ്കിലേ കണ്ണെല്ലത്തിൽ വിരിരും ഓപ്പൺ ആവിടും. അപ്പൊ എടുത്ത വായിക്ക് പിന്നെ കേട്ടത് എവിടെയെങ്കിലേണ്ട് എൽപ്പാ ഒരു ബെപ്പ പോലത്താള് എപ്പം മങ്ങിലാവുമ്പോ ജാഗ്രത ആകണം. പോതു പാവത്തെ ആണ സ്ട്രോങ് പെണ്ണിടെ നോക്കി മങ്ങിലാക്കോ തീറ നിങ്ങ നക്ക് ഞാൻ എപ്പം ചൊല്ലേ നക്ക് നിങ്ങ കുടുംബ ജീവനത്തെ തരണ്ട തന്നെങ്കിൽ എവിടെ കായങ്ങും തറക്കൂ ചൊന്നിട്ടു തരണ്ട എല്ലാരും ടെൻഷനുണ്ട് തണ്ട പോ അതേ വിഷയം റായത്തു അതേപോലെ ഗൾഫും അതേപോലെ. ഞാനിപ്പോ പുതിയത് എന്തെങ്കിലും കിട്ടാ നോക്കിക്കൊണ്ടുള്ളൂ കിതാബ് നോക്കിട്ട് എന്തെങ്കിലും വേറെ പുതിയ ചൊല്ലുകൊണ്ടാണ് ഇല്ല. ഈ മൂത്തോണ്ടട്ട പൽക്കറിഞ്ഞിട്ട് സമാവ് ഉസ്താദര ക്ലാസ് കേട്ടിട്ട് എലോൺ ഔത്തു വന്ന് കുളിച്ചിട്ട് ഡ്രസ്സെല്ലാം ഇട്ടിട്ട് മൂത്തോണ്ടട്ട പോയിട്ട് സോറി കേക്കോ. അപ്പൊ ഈ ദാദ കേട്ടേല്ലേ എവിടെയെങ്കിലേ ഭാര്യ ഭാര്യ അമസാരത്തിലുള്ളാറ് അമസാര ഗഡിപിടി കണ്ടിട പോലെ എപ്പറ ഭർത്താവ് കേട്ട് എടുത്തവായി എപ്പറാണ് ആ ഇയാൾ ചൊന്നിട്ടില്ലേ. കാരണം ഇയാൾക്ക് പേടിച്ചു ഒന്നും കൊന്തുണ്ട് ഈമ പുട്ടില്ലേ ഈമട കൊണ്ടേ ഇത് സീന്ത്രി ആയിടോ ഈമ പുട്ടിലാണ്ട് കൊന്തുണ്ടു മുണ്ടില്ലേ ചൊന്നില്ലേ നക്കൊരു മൂത്ത് പോകുണ്ട്രി ബാവാ ബുഡ്രി അത്രേ ചൊന്നെങ്കിൽ നടക്കാലേ കൊന്തുണ്ടു. ഞങ്ങളെ ജോക്കട്ടിയുടെ ഉമ്മ പെങ്ങന്മാരെ വകെ അല്ല നാ ചൊന്നുണ്ടല്ലോ. അള്ളാഹു ഞങ്ങൾക്ക് വലിയ ബർക്കത്ത് കൊടുക്കും റഹ്മാനെ. ഉമ്മമാരെ ആരെങ്കിലും എഞ്ചി പോയാറ് ഉമ്മമാരെ എഞ്ചി പോയെങ്കിൽ അയിമ ആ കൂട്ടത്തിൽ പെട്ടതിന്റെ ഇപ്പൊ മേൽതി വെക്കും ഇപ്പമീത്തു എഞ്ചി പോയിത്താ ആ പോയതാത ഉണ്ടല്ലേ അയിമ വമിൻ ഹുന്ന ആ കൂട്ടത്തിൽ പെട്ടതുണ്ട് ഒന്ന് എഴുതി വെക്കും. നാ വെറുതെ ഒന്നല്ല, അത് ഇഷ്ടമില്ലാണ്ടാവുമ്പോ എഞ്ചി പോണ്ടേ മെല്ലെ മാറ്റർ ഉണ്ടല്ലേ ഇഷ്ടമില്ലാണ്ടാവുമ്പോ അല്ലെങ്കിൽ അപ്പമേ എന്തിയാ പോണുണ്ട് തെൽ പാർത്തിൽ പോയെങ്കോ ആവല്ലേ അല്ലെങ്കിൽ തെൽ മുപ്പടമേ പോയെങ്കോ ആവല്ലേ. അതങ്ങനെ ചൊല്ലും എന്താണോ ഒന്നുണ്ട് ഈ പെണ്ണിങ് എല്ലാവരും ഉള്ളവരല്ലേ ബാക്കിൽ തെച്ചിട്ട് അയിമയുടെ മുഖത്ത് ഇങ്ങനെ നോക്കണേ മനുഷ്യന്മാർ ബെടക്കാക്കട കോല നോക്കൂ ഒരു ബാല കരയുന്നോളോ റായത്തിലവ അവൻ പള്ളിക്ക് പണ്ടമേ ഇല്ല നോക്കുമ്പോ ഒരു സ്വലാത്ര വാർഷികത്തേക്ക് വന്നോല. അപ്പൊ ഈ പ്രജന്റ് ബേസം അവൻ മഗ്രിബ് നിസ്കാരത്തേക്ക് എത്തിയ സ്വലാത്ത് വാർഷികത്ത് അവൻ പണ്ടമേ ഇല്ല റായത്ത്. ഈ പ്രജന്റ് ബേസന്മാർ തെച്ചിറാ ബേസന്മാർ അഭിപ്രായത്തിൽ യാറാ ജോക്കട്ടറങ്ങല്ല അങ്ങ അകത്യത്തേക്ക് മാത്രം പൽക്കറേ ಈಗ ಜಂಡಾಲ ಸೊನ್ನ ಅಪ್ಪರೆ ಕುಸು ಸಾಕ್ಯಾರಲ್ಲ ಅಂಬೆನ ಇಂಬೆನ ತೂಲ ಪಲ್ಲಿಡ ಒಳಗೆ ತುಳು ಒಲ್ಕರ್ರೇವೋ ತುಳು ಪಲ್ಕರಿ ಅಂಡಲ್ಲ ನಂಗ ತುಳು ನಾಡ್ರಂಗಮೇ ತೊಂದೆ ಇಂಬೆನ ತೂಲ ಊಣು ಪಲ್ಕರ್ರೆ ತುಳು ಬ್ಯಾರಿ ತುಳು ಒಲ್ಕರ್ರೆ ಇಂಬೆನ ತೂಲ ಎಂದ್ರೆ ತೂಲ അപ്പൊ പിന്നെ അടുത്ത ചൊല്ലേ ശീരനി ഉണ്ടല്ലോ അത് വന്നിരല. ഇത് കേട്ട ഓം പിന്നെ പള്ളി വന്നിട്ട് ഇക്കാലം ഉമ്മ ആര് ഇതൊക്കെ ജവാബ്ദാരി ആര് ചൊല്ലു നോക്കാം. ഞങ്ങൾ ഒരു തമാശ കൊണ്ടിട്ട് ഒരു ബാലക്കാര നിങ്ങൾ ചൊല്ലുമാറ് ഞങ്ങൾ ചൊന്നത് കൊണ്ടോണേ എന്തേ പള്ളിക്ക് വരാൻ ടിക്കടേ പറോകെന്തേ അല്ലേ. പക്ഷേ കൽബുൽ ദയിക്കണത് അവന്റെ മനസ്സിൽ വിചാരമുണ്ട് നാ ഇനിയും പോയെങ്കിൽ അതേ ചൊല്ലുവാ നെക്സ്റ്റ് എന്ത് ചൊല്ലുവാറ് ചൊന്നെങ്കിൽ നമുക്ക് അക്കോ വന്നറായി ടിക്കുണ്ട് നിസ്കരിക്കുമായി ടിക്കാലേ എന്തിക്ക് ചൊല്ലുപാട്ടോ. അപ്പൊ അങ്ങനെ ഉണ്ട്. അപ്പൊ എടുത്ത ബായിക ഈമ കേട്ടിട്ട് എവിടെ പോണ്ടോ നന്നൊക്കെ ഒരു മൂത്ത് പോകുണ്ട് ഇപ്പത്തെ അർജന്റ് വന്ന് ചൊല്ലേ ഈമ ഇങ്ങനെ നിന്റെ മേലെ നെഞ്ചു വിരിച്ചിട്ട് അതാ മാല ചൊന്നിട്ടേ പോണു മുഡ്രിമ്മ നാ വന്ന് ചൊല്ലടി മാമ ഈമ കുറ്റിട്ട മേലെ ലോക്ക് എതിർത്തത്. അപ്പ ചൊന്തു ഇതരി ബംഗാറിട്ട് വിളിക്കുമ്പോ ഒരു കൊസി അവിടല്ലേ ബെല്ലിട്ട് വിളിക്കുമ്പോ അത്ര കൊസി അവണിട്ടില്ല ഒന്ന ഡയമണ്ട് ഇട്ട് വിളിക്കണോ എന്നിട്ട് വിളിച്ചിട്ട് ചൊന്തു ഇതാ പിന്നെ പള്ളിയുടെ ഉസ്താദ് ചൊന്തു നാനും അവനും എലോണുള്ള സമാവുള്ള
ഈ നാളത്തെ ദുനിയാവുക്ക് നങ്ങനെ ഗലാട്ടാക്കിക്കൊണ്ട് അടിച്ചു പോകുന്നിട്ട് പൽക്കറിയാണ്ടെ നങ്ങ ഒരേ ചോരല്ലേ നങ്ങനെ മുണ്ടാണ്ട് തെച്ചിട്ട് എത്ര നാൾ തോലും അല്ലെ. ഇണ്ട് മുഖം നോക്കോ ടൈമില്ല മനുഷ്യ, കുടുംബത്തങ്ങളെ മുഖം നോക്കോ ടൈമില്ല, അങ്ങനത്തെ ഇണ്ട് ഞങ്ങ ടൈമില്ല മുഖം നോക്കോ. നാളെ മറിച്ച് കിടക്കുമ്പോ ഓ ബണ്ട് പറ നോക്കണു മയ്യത്ര മുഖം നോക്കൂ. ഹയാത്തിലിക്കുമ്പോ മുഖം നോക്കൂ ടൈമില്ല, നമുക്ക് പരസ്പരം മുഖം നോക്കോ ടൈമില്ല ഉണ്ടാ. മറിച്ചിട്ട് മയ്യത്തായി കിടത്തിയപ്പ ഓ ബണ്ടേ അത് തുറന്ന് കാട്ട കൊടുത്ത അവിടെ നിന്നിട്ടിക്കട. ഹയാത്തിലിക്കുമ്പോ എത്ര ചാൻസ് ഇത്തുമ്മ അപ്പറപ്പറ മുഖം നോക്കൂ. ആ മുഖം നോക്കിയമ്മ നങ്ങ ഇല്ലേ, നങ്ങ മൊബൈലേ നോക്കിയപ്പോ സുബൈനെ പിടിച്ച് ജാവത്തോലും മജ്ലിസിലേ തെച്ചോ. ഞങ്ങൾ കുടുംബത്താലെ മുഖം നോക്കാൻ നമുക്ക് ടൈമില്ല, ഒരു മങ്ങിലത്ത് പോക ടൈമില്ല, ഒരു നല്ല പടക്ക് പോക ടൈമില്ല. ബിൽച്ചങ്ങലട്ട ചൊല്ലമെന്തേ ബിസി 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 തീരുകയില്ല കൊണ്ട് ബിസി. മർച്ചപ്പ പണ്ട് പറ നോക്കണു അമ്മ നോക്കണു നോക്കൽ നോക്കണം പാടി ഇങ്ങനെല്ലാം തിരിഞ്ഞിട്ട് നോക്കണുണ്ട്. ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഫാൻ തിരിഞ്ഞ പോലെ അവർ തിരിഞ്ഞിട്ട് ഇങ്ങനെ നോക്കണേ. ഹയാത്ത കാലത്തിൽ മുഖം നോക്കുക നാൻ നേരെ ചൊന്നുണ്ടല്ലോ ചിരിക്കുകല്ല. ഈ ഓരോ പൽക്കവും ചിരിക്കടേക്ക് തൊന്തരല്ല, ചിരിച്ചിട്ട് കൽബ് കർത്താക്കിട്ട് എടുക്കൂ. ലൈഫിൽ ബദലാവണം ബരണേ ബരണു. അതായിട്ടിക്കട നന്റെ വാദന തുടക്കത്തിൽ ചൊന്ന് ഞങ്ങളെ നോട്ട നമുക്ക് പാട്ടായിട്ടിക്കണു, ഞങ്ങളെ മൗന നമുക്ക് ആലോചന ആയിട്ടിക്കണു. ഇത് കേട്ടിട്ട് കാലി ഒരു 3-4 വാള് കഴിഞ്ഞെങ്കിൽ എന്തും ആവുകില്ലേ. അതേ ടൈമിൽ വാള് കഴിഞ്ഞ് ടൗത്തിൽ പോയിട്ട് തെച്ചിട്ട് ഒരു അര ഗಂಟೆയെങ്കിലും ചൊന്ന വിഷയം ചിന്തിക്കൂ. ഒക്കാലേ ചൊന്നതിൽ എന്തെങ്കിലും 2 വിഷയത്തിൽ നെഗറ്റീവ് വെക്കൂ, അതേ ചൊന്നിട്ട് പാടണ്ട. അതേത് വാൾ ചൊന്ന ഉസ്താദിന്റെ വാതിലും ഒരു 2 വിഷയം നെഗറ്റീവ് അതേ ചൊന്നിട്ട് പാടണ്ട. ബാക്കിയുള്ള 98 വിഷയവും അത് തെച്ചിട്ട് ചിന്തിച്ചിട്ട് ഒക്കല്ലേ ചൊന്നു, അത് നേരല്ലേ ചൊന്നു, ഒന്ന് ചേഞ്ച് ആവണല്ലേ. ഇതാണ് നന്റെ മൂക്കില് പരുത്തി വയ്ക്കണമെന്നോലു, നന്റെ തടിയുടെ കഫൻ വസ്ത്രം കൊണ്ട് പൊതിടമെന്നോലു, നന്റെ മയ്യത്തുകം പോയിട്ട് 6 അടി മണ്ണിടെ കീഴില് ദഫനാക്കിടതറുമെന്നോലു. ഞാനൊന്നു നല്ലാവണ്ടേ. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ആ കലിമത്തു തൗഹീദ് ചൊന്നിട്ട് മരിച്ച പോലെ നക്കൊന്നു മരിക്കണ്ടേ. അപ്പ ഉമ്മ ഇപ്പെന്തല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മനസ്സ് വന്നോ, ഇത്രത്തോളം ഉണ്ടാണ്ട് തെച്ചിട്ട് ഇപ്പെന്താ നിങ്ങക്ക് മൂത്തോണ്ടിട്ട പൽക്കറിയുണ്ട്. അത് പള്ളിയുടെ ഉസ്താദ് ഉസ്താദ് ഉസ്താദ കൊസ്താദ അയിമയുടെ ദൂരിട്ട് ഫലയില്ല. അയിമ ഉസ്താദ് തിങ്ങൾ കൊറക്ക ചോറാക്കിട്ട് കൊടുക്കട്ടെ പെണിങ്ങമ്മേ, അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ. പക്ഷേ ഇബ്ലീസ് ചുത്തിയോണ്ടുള്ള ആ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അവനു ബുടുല്ല നല്ലാവുക. ഉമ്മ നിങ്ങളെ മാപ്പല മാറുക, നിങ്ങ സപ്പോർട്ട് ആവണു. ആ മാപ്പല മീത്തു മൂത്തോണ്ടട്ട പൽക്കറിയാണ്ട രച്ചിന്നെങ്കിൽ മുയലോണ്ട പെഞ്ഞി ചൊല്ലണു. എത്രയെങ്കും നിങ്ങളെ കാണ്ടി വയസ്സ് വലിയ ആളുകള് മൂത്തോണല്ലേ, പാപ്പട സ്ഥാനല്ലേ. ദുനിയാവിടെ നാറിയ വിഷയത്തേക്ക് ചെറിയ ചെറിയ വിഷയത്തേക്ക് നിങ്ങ എന്തിക്ക് പൽക്കറിയാണ്ടേക്കിടോ. ഒന്ന് പോയിട്ട് സമാവറൂ. അതേ എലോണ്ട പെഞ്ഞി ചൊന്നിട്ട് എലോണ്ടോ മാപ്പലയുടെ മൂത്തോണ്ട മുട്ട കടത്തിട്ട് പൽക്ക പരിപാട്ടിയാലോ. ജോക്കട്ട പള്ളി വട്ടാരത്തില് പെണ്ണുങ്ങുവേനായിട്ട് സംവിധാനിച്ചിട്ടുള്ളൂ. സദസ്സിൽ വെച്ചിട്ട് നൗഫലിന്റെ വാല് കേട്ടോണ്ടുള്ളൂ. നന്റെ മൂത്തങ്ങമാര് പെങ്ങന്മാര് സ്വർഗത്തിൽ അല്ലാഹു നിക്കൊരു അകയെടുത്ത് തണ്ട. ഇതാ സ്വർഗത്തിൽ അല്ലാഹു നിക്കൊരു അകയെടുത്ത് വെച്ചിറ. അത് നിന്റെ നിസ്കാര കണ്ടിട്ടായിട്ടിക്കാല്, നിന്റെ ഖുർആന് ഓത്തു കേട്ടിട്ടായിട്ടിക്കാല്, നീ ചൊന്ന ദിക്ർ കേട്ടിട്ടായിട്ടിക്കാല്, നിന്റെ തസ്ബീഹയുടെ കണക്ക് കൊണ്ടായിട്ടിക്കാല്, നീ എടുത്ത റാത്തീബയുടെ കണക്ക് കൊണ്ടായിട്ടിക്കാല്, നിന്റെ മാപ്പലയുടെ മൂത്തോണ്ടു തമ്മിലുള്ള കൗട്ടുംബിക്ക വടത്ത ഉണ്ടല്ലോ, അത് നിന്റെ പൽക്ക കൊണ്ടിട്ട് നീ സമാക്കി കൊടുത്തല്ലോ. ഈ ബിയാര കൽബലു ഒന്ന് കൊമ്പരണു പെണ്ണേ. ഇക്കട്ട് നാ ചൊന്നോട്ട് വന്ന വിഷയം അതായിട്ടിക്കട ഖുർആനിൽ അല്ലാഹു ചൊന്നേ നല്ല ഖൈറുള്ള രണ്ടാമത്തെ പൽക്ക എന്നോ ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്. ആൽമാര നടുലു ഐക്യത്താക്കുക നോക്കണു. ദൂര പോണ്ടങ്ങല മുട്ട ആക്കുക നോക്കണു. മുട്ടത്തങ്ങല ദൂര ആക്കുക നോക്കണ്ട. ഈ 2 വിഷയം ചൊന്നിട്ടു ഖുർആനിൽ അല്ലാഹു ചൊല്ല നോക്കറു. നിങ്ങ സമാ കാത് തന്നിട്ട് കേക്കറു.
സമാ കാത് വെച്ചിട്ട് കേക്കൊറു, സമാ മനസ്സ് തന്നിട്ട് കേക്കൊറു. വമൻ യഫഅൽ ദാലിക ഇബ്തിഗാഅ മർളാത്തില്ലാഹ്, അല്ലാഹുവിന്റെ തൃപ്തി വിചാരിച്ചിട്ട് റബ്ബുടെ പൊരുത്തനിരിച്ചിട്ട് ആരെങ്കിലും നീ ജണ്ട് വിഷയാക്കിയാറാ ഫസൗഫ നൂതീഹി അജ്റൻ അദീമാ. അല്ലാഹു തആല വലിയ കൂലി പിന്നെ തറുകു പോണ്ട. അല്ല ചൊല്ലെ അതാ ഗ്യാരണ്ടിയുടെ ബൽക ആറാറ് തണ്ടതര ബഗ്ഗല്ല റബ്ബ് ചൊന്നോണ്ടുള്ളൂ. ഔണു തണ്ട ഓണു തണ്ടാട്ടല്ല അല്ല ചൊന്നോണ്ടുള്ളൂ. ഫസനുതീഹി ഫസൗഫ നുതീഹി അജ്റൻ അദീമാ. ഔണുകു നാണതാ പിന്നെ ചമ്മ കൂലി തണ്ട്, ചമ്മ പ്രതിഫല കൊടുക്കിട, ചമ്മ സവാബ് കൊടുക്കിട. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ചൊല്ലത് കണ്ട് ഇക്കട്ട് നാ ചൊന്നോണ്ട് വന്ന വിഷയ ഉമ്മമാര് ഔത്തുല് എത്തരേ സൊറയിക്കട്ട് ചാവു ಬೇಗ ഉറങ്ങട സ്വഭാവ ഔത്തുറ ഉൽഗത്ത ലൈറ്റ് ചാവു ಬೇಗ ಬಂದಾವണു, സുബഹിക ಬೇಗ ലൈറ്റ് ഓൺ ആവണു. അതായിട്ടിക്കട ഖുർആനിൽ അല്ലാഹു തആല ചൊന്നു, അതായിട്ടിക്കട ഖുർആനിൽ അല്ലാഹു തആല ചൊന്നു. കാരണം എന്തോ അതേ ಬೇಗ എസർത്താവണു, സുബഹിയുടെ മുന്നോല് ಬೇಗ എനിക്കണു. ഒരു നല്ല കുടുംബ ഏത് കൊണ്ടുണ്ടാ, ഒരു നല്ല കുടുംബ ഏത് ഒട്ടിಗೆ തേക്കുമ്പോ തിന്നര കുട്ടുമ്പ, ഒട്ടിಗೆ തെച്ചിട്ട് ഉണ്ണട കുട്ടുമ്പ, സുബഹിയുടെ മുന്നോല് എനിക്കിട കുട്ടുമ്പ. എത്ര ആണി ഈ ഒരു സ്വഭാവം ഉണ്ട്. സുബൈ ബാങ്ക് കൊടുക്കിടതിര മുന്നോല് എനിക്കിട സ്വഭാവ. എത്ര പെണിങ് കൊണ്ട് സുബൈ ബാങ്ക് കൊടുക്കിടതിര മുന്നോല് എനിക്കിട സ്വഭാവ. പണ്ട് പെണിങ് അങ്ങനെ ആയിട്ട് ഇന്നാർ ഇണ്ടു ഉള്ളാറുത്. ഈ ഉമ്മമാരെല്ലാം അങ്ങനെ എങ്ങനെ ബാങ്ക് കൊടുക്കിടതിര മുന്നോലെ എനിച്ചിട്ട് ഉളുവെടുത്തിട്ട് ജുബമക്കനെ ഇട്ടിട്ട് ജനറക്ക തഹജ്ജുദ് നിസ്കരിച്ച് ഖുർആൻ ഓതിട്ട് ಬೇಗ കണ്ടിട ബായിൽ തുറന്നിട്ടായിട്ട്. എന്താ കാരണം? സുബഹി ബാങ്കയുടെ സൗണ്ട് ഉൽഗത്ത് ബറോഗുവേനായിട്ട്. ഇപ്പൊ മാപ്പിള വന്നിട്ട് ഔത്തുള്ള വന്നിട്ട് കേൾക്കണം പെഞ്ഞടട്ട സുബൈ ജമാഅത്ത് കഴിഞ്ഞ് വന്നിട്ട് എന്തരി ഓപ്പൺ ആയിട്ടില്ല അയിമൗണ്ട് അല്ലേ കേക്ക് കുറയുമ്പോ അട്ടാൻ എയ്മാ എയ്മാ നിങ്ങളെ ഉമ്മടട്ട് പോയിട്ട് കേൾക്കുമ്പോ അവളുള്ളാലല്ല അവളിട്ട് കേൾക്കല തുറക്കാല അങ്ങനല്ലേ. ಬೇಗ എനിക്കണോ അതൊരു വലിയ സ്വഭാവം. ഒട്ടിಗೆ തെച്ചിട്ട് ഉണ്ണണോ. അല്ലാഹു ബർക്കത്ത്, അല്ലാഹു ബർക്കത്ത്. എത്ര ഗಂಟೆ വാൾ സ്റ്റാർട്ട് ആക്കി? ഒലിമ്പരേക്ക് 10:30 പോണെന്നുണ്ട് നിപ്പാട്ട് 5 നിമിഷം. ഒട്ടിಗೆ തെച്ചിട്ടുണ്ണുമ്പോ ഒരു നീയത്ത് വയ്ക്കണം. ഇണ്ടു തോലും വെച്ചിടാറ നീയത്ത്. റിഫായി ശൈഖ് റളിയല്ലാഹുവിന്റെ തിങ്ങലല്ലേ ഇത്. ഞങ്ങൾ റിഫായി റാത്തിബാക്കിടങ്ങല്ലേ. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു എല്ലാരൊട്ട ചൊന്നോ ഇന്തുല നിങ്ങ തിന്നുമ്പോ ഒരു നീയത്ത് വയ്ക്കണോ ഉണ്ടു. എന്തൊരു നീയത്ത്? അത് കടിക്കട ഇത് കടിക്കട അങ്ങനെ എന്തോ അല്ല. പിന്നെന്തൊരു നീയത്ത്? എന്തൊരു നീയത്ത് വയ്ക്കണോ ചൊല്ലു. ബിസ്മി എല്ലാരും ചൊല്ലാർ. ബിസ്മി അല്ലാത്തങ്ങാറും ഇല്ല. ബിസ്മി എല്ലാരും ചൊല്ലാർ. എന്തൊരു നീയത്ത് വയ്ക്കണോ ചൊല്ലർ നോക്ക. ഒരു നീയത്ത് വയ്ക്കണം. എന്തൊരു നീയത്ത്? നാനിത് തിണ്ടോണ്ടുള്ളോ അല്ലാഹുടെ ഇബാദത്തുക്ക് ബേനായിട്ട് നക്ക് കൂവത്ത് കിട്ടുക ശക്തി കിട്ടുക ചൊല്ലൊരു നീയത്ത്. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു എപ്പോഴും തിന്നുമ്പോ ആ നീയത്ത് വെച്ചോണ്ട് തിന്ത് നാലാലൊട്ട ഒട്ടിಗೆ തെച്ചിട്ട് ഉണ്ണിടങ്ങലട്ട ആ നീയത്ത് വയ്ക്കോ ചൊന്നോ ഇന്ത്. നിങ്ങിങ്ങനെ നാഷ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ ചോറുണ്ണുമ്പോ ഒരു നീയത്ത്. എന്തൊരു നീയത്ത്? ഞാനിത് തിന്നതും കുടിക്കണതും അല്ലാഹു ഇബാദത്തെടുക്കുക നക്ക് കൂവത്ത് കിട്ടുക വേനായിട്ട് ശക്തി കിട്ടുക വേനായിട്ട്. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു അങ്ങനത്തെ ഒരു നീയത്ത് വെച്ചോ ഇന്ത്. നാലാല് ഒട്ടിಗೆ തെച്ചിട്ട് ഉണ്ണോണ്ടിരിക്കുമ്പോ അങ്ങലട്ട നീയത്ത് വയ്ക്കോ ചൊന്നോണ്ടിന്ത്. അങ്ങനത്തെ ഒരു സ്വഭാവം ഞങ്ങളുടെ ലൈഫിൽ പറഞ്ഞു. ഞങ്ങൾ ഒട്ടിಗೆ തെച്ചിട്ട് കുട്ടുമ്പോ ഒട്ടിಗೆ തെച്ചിട്ട് ഉണ്ണുമ്പോ എല്ലാരും അങ്ങനെ ഒരു നീയത്ത് വെച്ച് നോക്കറും. മാപ്പിളം അങ്ങനത്തെ നീയത്ത്, പെഞ്ഞയും അങ്ങനത്തെ ഒരു നീയത്ത്, മക്കും അങ്ങനത്തെ ഒരു നീയത്ത്. സീക്ക് പറയാലേ നേരു നല്ല നീയത്ത് വെച്ചിട്ട് അങ്ങനത്തെ നീയത്ത് വെച്ച് തിന്നോർ നോക്ക. എങ്ങനത്തെ നീയത്ത്? ഞങ്ങൾക്ക് ഇബാദത്തെടുക്കുക ഒരു കൂവത്ത് കിട്ടണു. എന്നിട്ടതാ ആ നല്ല കുടുംബ സുബഹിയുടെ മുന്നോലു എണിക്കണു. സുബഹി ബാങ്ക് കൊടുക്കിടതര മുന്നോലു എണിക്കണു.
അതുകൊണ്ടല്ലേ ഷാഹ് ശുജാ റളിയല്ലാഹു അൻഹു ചൊല്ല ഒരു വലിയ മഹാനിന്ത് കഴിഞ്ഞ കാലത്തില് ആ മഹാന്റെ ചരിത്രത്തിൽ കണ്ട ആ മഹാൻ അന്നഹു ലം യനം 30 സന ആ മഹാന് 30 വർഷം ഉറങ്ങിട്ടില്ല 30 വർഷം ഉറങ്ങാത്ത മഹാൻ പക്ഷേ ആ മഹാന് 30 വർഷം ഉറങ്ങാണ്ടായപ്പോ ഫത്തഫഖ അന്നഹു നാമ ലൈല ഒരു നാല് ആ മഹാൻ ജാവ് ഉറങ്ങി പോയിട്ട് 30 വർഷം ഉറങ്ങാത്ത ഷാഹ് ശുജാ റളിയല്ലാഹു അൻഹു അതാ ആ മഹാന് ഒരു ജാവ് അതാ ഉറങ്ങി പോയിട്ട് ഉറങ്ങിയപ്പോ ഉറക്കില് സ്വർഗത്തെ കണ്ട് ഞങ്ങ എന്തെല്ലാം കിനാവ് കണ്ടോണ്ടുള്ള സ്വർഗത്തെ കണ്ടമാ ആ മഹാന് 30 വർഷം ഉറങ്ങാത്ത മഹാന് പക്ഷേ ഒരു നാല് ജാവ് ഉറങ്ങിയപ്പോ സ്വർഗത്തെ കണ്ട് സ്വർഗത്തെ കണ്ടപ്പോ മഹാന് ചിന്തിക്കിട് യസർത്തിലിക്കുമ്പോ നക്ക് സ്വർഗ കാണുകയില്ലല്ലേ അതേ ടൈമില് നാണ് ഉറങ്ങിയപ്പോ ആ ഉറക്കിൽ അല്ലാഹു തആല നക്ക് സ്വർഗത്തെ കാട്ടിത്തന്നല്ലേ പിന്നെ ആ മഹാന് എവിടെ പോകുമ്പോ ആ മഹാന്റെ കയ്യിലെ തൽക്കാണി ഇക്കിടൂല എന്തേ കാരണ പോയവിടെ ഉറങ്ങുകേനായിട്ട് കാരണം ഉറക്കില് അല്ലാഹു തആല എത്രമാ നല്ല നല്ല കിനാവ് കാട്ട മർച്ചങ്ങളെ കിനാവ് കണ്ടെങ്കിൽ ജാഗ്രത ആക്കണോ മർച്ചങ്ങളെ കിനാവ് കണ്ടങ്ങ ഉള്ളാറാ ചൊല്ലുമ്പോ പേടിയായിത്തല്ലേ മർച്ചങ്ങളെ കിനാവ് കണ്ടെങ്കിൽ എന്തെങ്കിലും ജാഗ്രത ആക്കണോ ചൊല്ലുമ്പോ ഒന്നൊന്ന് പേടിക്കിടാണ്ട് എന്തേ കാരണം നാ മരിക്കിട റബ്ബേ നാ ಬೇಗ മരിക്കിട റബ്ബേ മഹാന്മാർ കിതാബിൽ എഴുതി വെച്ചത് കണ്ട് മർച്ചങ്ങളെ കിനാവ് കണ്ടെങ്കിൽ അതിൽ ഒരു ഉപദേശമുണ്ട് ആ കിനാവ് വെറുതെ കണ്ടോണ്ടെങ്കിൽ പേരിക്കണ്ട മർച്ച ഉമ്മ മർച്ച ബാപ്പ അങ്ങനെ നിങ്ങൾ കിനാവ് കണ്ടാറാ മർച്ച ചങ്ങയുടെ കിനാവ് കണ്ടാറാ മർച്ച മോന്റെ കിനാവ് കണ്ടാറാ മഹാന്മാർ കിതാബിൽ ചെന്നാറ് രണ്ട് നിലക്ക് നിങ്ങൾ കാണുവാറ് കിനാവ് ഒന്നാ മർച്ച ഉമ്മ മർച്ച ബാപ്പ എന്തമാ ഒരു ബേജാറിൽ വെച്ചിട്ടുള്ള പോലെ കിനാവ് കാണുവാറ് അങ്ങനെ കിനാവ് കണ്ടെങ്കിൽ അതിന് അർത്ഥം എന്തോ അങ്ങോട്ട് നിങ്ങളെ ഓത്തു വേണാവൂ അങ്ങോട്ട് നിങ്ങളെ സ്വതക്ക അകത്തേക്കൂ അങ്ങനെ കബറിൽ നെമ്മതി കൊറടിക്കൂ അപ്പൊ നിങ്ങ അങ്ങനെ പേരിൽ സ്വതക്ക കൊടുക്കണം വെറുതെ കിനാവ് കണ്ട് തീർത്തെങ്ങമയ്യാവാല പിന്നെ സ്വതക്ക കൊടുക്കണു അങ്ങനെ കബറുക പ്രയോജന കിട്ടും പോലത്തെ സ്വറാക്കണു അതേ ടൈമിലോ അങ്ങ് നല്ല കൊസിലുള്ളത് കാണ്ട് ഉമ്മ നല്ല ചിരിച്ചിട്ട് നല്ല ഡ്രസ് ഇട്ടിട്ട് പുതിയ പെണ്ണിട പോലെ ഉമ്മ ഇങ്ങനെ തെച്ചിട്ടുള്ള കിനാവ് കാണുമ്പോ അൽഹംദുലില്ലാഹ് ഉമ്മ ഈ ദുനിയാവില് തെല്ല് കഷ്ടത്തിലുണ്ടെങ്കിലോ ആ ദുനിയാവില് ആഖിറത്തിൽ ഉമ്മ തെല്ല് സുഖത്തിലുണ്ടോ ഇങ്ങനെ മർച്ചങ്ങളെ കിനാവുല് കണ്ടെങ്കിൽ അതിൽ പാട്ടമുണ്ടോ മഹാന്മാര് ചൊന്നാരിക്കെട്ട് ഞാൻ ഇപ്പ ആ ഭാഗത്തുക പോണ്ടില്ല ഷാഹ് ശുജാ തങ്ങളെ ചരിത്രം നോക്കൂ നിങ്ങൾ 30 വർഷം മഹാന് ഉറങ്ങില്ല പക്ഷേ ആ 30 വർഷം കഴിഞ്ഞ പിന്നെ ഒരു ജാവ് മഹാന് ഒരു ഉറക്ക് വന്നു പോയിട്ട് ഉറങ്ങിയപ്പോ ഉറക്കിൽ അല്ലാഹു തആല സ്വർഗത്തിലുള്ള നിഅമത്ത് കാട്ടിക്കൊടുത്തപ്പോ പിന്നെ മഹാന് ചിന്തിക്കിട് നല്ല നല്ല കിനാവ് കാണണമെങ്കിൽ ഉറങ്ങണല്ലേ പിന്നെ എവിടെ പോകുമ്പോ മഹാനതാ കയ്യിലെ തൽക്കണി പിടിച്ചിട്ട് പോണ്ടു ചരിത്രത്തിൽ കണ്ട് അതുകൊണ്ടായിട്ടിക്കിട ചൊന്നു ചാവ് വേഗ ഉറങ്ങിട്ട് സുബഹിക വേഗ എണിക്കണോ ചാവ് വേഗ ഉറങ്ങിട്ട് സുബഹിക വേഗ എണിക്കണു ആ സുബഹിക എണിക്കുമ്പോ ശ്രദ്ധിക്കണായ വിഷയേന്ദ്രോ ഹദീസിലെ കാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ജന്തു മനുഷ്യ ഇദാ നാമൽ അബ്ദു അല്ലാഹുടെ ഒരു അടിമ മീത്ത് ഉറങ്ങിയെങ്കിൽ ഇതാ നിങ്ങൾ പോയിട്ട് ഉറങ്ങടാർ ഔത്ത് പോയിട്ട് ഉറങ്ങടാറല്ലേ അല്ലാഹു തൗഫീഖ് തരട്ടെ ഉറങ്ങുക അല്ലാഹു തൗഫീഖ് തരട്ടെ ജനറക്കാത്ത് നിസ്കരിക്കുക അല്ല അതുവാരനെ ഉറങ്ങുകൊണ്ടല്ലേ അതൊക്കെങ്കിലും ഒരു ജോർ ആമീൻ ചൊല്ലല്ലേ അള്ളാഹു ഉറങ്ങുക തൗഫീഖ് തരട്ടെ ഉറക്ക് പിടിക്കുക അള്ളാഹു തൗഫീഖ് തരട്ടെ ഔത്ത് പോയി ഉറങ്ങിയെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു അതെ ആ ഉറങ്ങിയ മനുഷ്യരുടെ തലയുടെ മേല് ശൈത്താന് 3 കെട്ട് കെട്ടറൗല
പെണിങ്ങ തലയിൽ ചുട്ട് കെട്ടിയത് കണ്ട, ഞങ്ങളെ തലയിൽ ആണിങ്ങളെ തലയിൽ കെട്ടിയത് കണ്ടില്ലേ? ശൈത്താന് 3 കെട്ട് കെട്ട, ഉറങ്ങിയപ്പ വന്നിട്ട് കെട്ടാവണു. അള്ളാഹു കാക്കട്ടെ. എത്ര ആമീൻ ചെന്നെങ്കിലും അവൻ വന്നിട്ട് കെട്ട, അവൻ വലിയ ബൊമ്പല്ലേ, അവൻ കെട്ട. പക്ഷേ ആ കെട്ട് ഗിലിക്കണു. അണ്ടണ്ടത്തെ കെട്ട് അണ്ടന്റെ ഗിലിക്കണു. അണ്ടണ്ടത്തെ കെട്ട് അണ്ടന്റെ ഗിലിക്കണു. ഞങ്ങൾ കെട്ടിയ നൂളുടെ ഗിലിക്കുക നങ്കാവില്ല. പിന്നെ 1 റൗണ്ട് ഇട്ട് കൊടുക്കത്തില്ല. ഗിൽച്ചിതാൻ ഇല്ലേ, ഗിൽച്ചിത്താൻ അവನು ചമ്മിട്ടയാക്കണം ലാസ്റ്റ് ഉಗುರಿಲ್ಲ ഇതിങ്ങനെ കെട്ട് ഗിലിക്കൂ ഉಗುರಿಲ್ಲ. നീ ഇന്നലെ മിത്തു തന്നു നിങ്ങ നാ ഇണ്ട് ഉಗುരെടുത്തരെ ഇന്നലെ ഉಗುರಿ തിಂಟು എത്രല്ല കെട്ട് നങ്ങ എടുത്തറ മെയ്യാവാലെ 4 കെട്ട് 3 കെട്ട് അണ്ടന്റെ എടുക്കണം. ഉമ്മ അണ്ടന്റെ എടുക്കണം. ഇണ്ടത്തെ കെട്ട് 4 എടുക്ക, 6 കെട്ട് ഏതായാലും 3-4 ഒട്ടിಗೆ എടുക്കാണ്ട് ഇങ്ങനെ ഒലിമ്പ് കെട്ട് ഒട്ടിಗೆ എടുക്കാണ്ട്. അതാകാ അണ്ടന്റെ ശൈത്താന് കെട്ടിയ കെട്ട്. ജാവ് ഉറങ്ങുമ്പോ ഇണ്ടും നിങ്ങ വാളര സദസ്സിൽ ബന്ധിച്ചത് കൊണ്ട് നൗഫൽ സക്കാവിടെ വാള് കേട്ടത് കൊണ്ട് ഇണ്ടെന്തോ കെട്ടു പറയാണ്ടിക്കില്ല. ഇണ്ട് വേഗമണ്ട, ഇണ്ട് വേവണ്ട. എന്താ കാരണം? 4 മിനിറ്റ് സുബൈ നിങ്ങൾ ಬೇಗ നിൽക്കുവാറായി ഒന്ന് വിചാരിച്ചിട്ട് വേഗമണ്ട. ಬೇಗ വന്നിട്ട് നിങ്ങളെ തലയുടെ മേലെ 3 കെട്ട് കെട്ട. ഇത് നാനല്ല ചൊല്ലോ, ഇത് ആര് ചൊന്നോണ്ടുള്ളൂ? നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊല്ലു. ആ ശൈത്താന് നിങ്ങളെ മുട്ട ജാവു ഉറങ്ങുമ്പോ വന്നിട്ടതാ തലയുടെ മേലെ ശൈത്താന് 3 കെട്ട് കെട്ട. ആ കെട്ട് സുബഹിക്ക് നീനെ എണിക്കുമ്പോ അത് പൊട്ടുപാട്ടാണ്ട എണിക്കുക തീറാ. നിന്റെ ഔത്തുറ പറത്തു പോകുമ്പോ, നീനെ നെയ്ക്കുക പോകുമ്പോ, പാണ്യത്തുക പോകുമ്പോ നിന്റെ തലയിൽ ആ 3 ശൈത്താന് കെട്ടിയ കെട്ടിക്കുക തീറാ. അതേപോലെ നീ എവിടേക്ക് പോകുമ്പം സമാ നിന്റെ തലയിൽ ശൈത്താന് കെട്ടിയ 3 കെട്ടിക്കുക തീറാ. നീന് നിന്റെ ഔത്തുറ പറത്തു പോകുമ്പോ, ബാണ്യത്തുക പോകുമ്പോ, നെയ്ക്കുക പോകുമ്പോ ആ 3 കെട്ടും അതാ പോയിട്ടിക്കണു. ഏതായിട്ടിക്കണ 3 കെട്ട് പോകോ ആക്കണായ സ്വറയന്ത്രോ ബോർമന്റെ ആക്കിയങ്കാവാ. ബോർമന്റെ ആക്കിങ് പിന്നെ കെട്ടൊകിക്കാലല്ലേ, മുടിയില്ലല്ലേ. അവനുകു നിങ്ങളെ മുടി വേണുണ്ടില്ല, തലയിൽ കെട്ട് കെട്ടുകൂ. അവനുകു നിങ്ങളെ മുടി വേണുണ്ടില്ല, ചാന തലയുടെ ഉണ്ട് തലകും അവൻ മുടി കെട്ട് കെട്ട 3 ആ 3 കെട്ടും പോമാട്ടണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊന്തു ഫഇൻ ഖഅദ വദക്കറല്ലാഹു തആല. അതേ എൻചിട്ട് ദയിക്കുമ്പോ ഉറങ്ങിയ ഉടനെ നിങ്ങൾ എൻചിട്ട് ദയിക്കിടാറല്ലേ. ആ ദയിക്കുമ്പോ അല്ലാഹുടെ ദിക്ർ ചൊല്ലണോ. അല്ലാഹുടെ ദിക്ർ നിങ്ങൾ അവിടെ ചൊന്നാറാ. അതാ നിങ്ങളെ 1 കെട്ട് കിഴിഞ്ഞു പോണ്ടു. ശൈത്താന് കെട്ടിയ 1 കെട്ട് കിഴിഞ്ഞു പോണ്ടു. അത് കായിട്ടിക്കിട എംച സാർത്ഥക ചൊല്ലണായോ. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ. ആ ദിക്ർ നിങ്ങ എംച സാർത്ഥക ചൊന്നാറാ. അല്ലാണ്ട് എംച സാർത്ഥക ഒന്ന് ജഡ എടുക്കടേണ്ടുണ്ടോ രുചി? ജഡ എടുക്കണ പോലെ ജഡ എടുക്കണേ അല്ലേ? ആ ജഡ എടുത്തിട്ട് ഹാൻഡാക്കറ കൊണ്ടു കെട്ടുക ഒരു സഡില് പോലും പോവാലെ. അങ്ങനെ ഉണ്ടല്ലേ? കെട്ട് പോണ്ടത് പോട്ടെ, ഒരു സഡില് പൊട്ടേണ്ടൊന്നുണ്ടല്ലേ? സഡില് പൊടുക പോലും പൊടാലെ. എഞ്ചിട്ട് അങ്ങനെയല്ല ആക്കണായ. പിന്നെന്താക്കണായോ? ദിക്ർ എഞ്ചി രച്ചാർ ദയിക്കണോടെ. എഞ്ചിട്ട് സീത എഞ്ചിട്ട് ഒരേ പോക്കു, എഞ്ചിട്ട് ഒരേ പോക്ക്. അതല്ല, എഞ്ചി ദയിക്കണു. ഉറങ്ങിട്ട് എഞ്ചിട്ട് സീത ഒരു പോക്കല്ല പോണായേ. എഞ്ചിട്ട് ദയിക്കണു, പിന്നെ എഞ്ചിട്ട് പോണം. അങ്ങനെ ആ ദയിക്കുമ്പോ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ. ജാവു മരിപ്പാട്ടിയ ആ റബ്ബ്, ആ റബ്ബിദാ നക്ക് ഹയാത്ത് ഇട്ടിട്ട് തന്ന അൽഹംദുലില്ലാഹ്. ആ അല്ലാഹുടെ നക്ക് മറക്കുകവാല. അല്ലാഹുക്ക് സർവസ്തുതി. അങ്ങനെ ചൊല്ലുമ്പോ അതാ 1 കെട്ട് കിഴിഞ്ഞു പോയിട്ട് പിന്നെ നീന് സീത പോണായ എവിടെക്ക് അതാ ഉളുവെടുക്കുക പോണു. അതാ 2ാമതായിട്ട് നീൻ അവിടെ ഉളുവെടുക്കുമ്പോ, നീനതാ അവിടെ ഉളുവെടുക്കുമ്പോ 2ാമത്തെ കെട്ട് കിഴിഞ്ഞു പോയിട്ട് ഇനി നീ അത് കൽഞ്ഞിട്ട് സുബഹി നിസ്കരിക്കുകയുള്ളതല്ലേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു, അതാ വഇൻ
സല്ലാ റക്അതൈനി, ആ എടുത്ത വുളു കൊണ്ടിട്ടു നീനതാ ഒരു 2 റക്അത്ത് സുബഹി നിസ്കരിക്കുമ്പോ, ആ സുബഹി ഫർളായ നിസ്കാരം ഉണ്ടല്ലേ, ആ സുബഹി നിസ്കാരം നീ നിസ്കരിക്കുമ്പോ അതാ എല്ലാ കെട്ടും കിഴിഞ്ഞു പോയിട്ട് ഇന്നലെ ജാവുക നീന കിടന്നുറങ്ങിയപ്പോ നിന്റെ തലല് വന്നിട്ട് 3 കെട്ട് ശൈത്താന് കെട്ടിയില്ലേ, ആ 3 കെട്ടും കിഴിഞ്ഞു പോയിട്ട് എന്നിട്ട് ഹബീബായ തങ്ങ ജന്തു ആ കെട്ട് ഗിൽഞ്ഞെങ്കുള്ള കൊണയന്ത്ര കൊന്തുണ്ട അണ്ട് നിക്ക് എല്ലാ വിഷയത്തും ഒരു ജടയിക്കാല, ഒരു ബെഡ്ചിലിക്കാല, ഒരു നല്ല ഉന്മേഷയിക്കൂ, എല്ലാ വിഷയത്തിലും ഒരു ഇൻട്രസ്റ്റ് ഇക്കൂ, അണ്ട് ദിക്റ് ചൊല്ല ഇൻട്രസ്റ്റ് ഇക്കൂ, അണ്ട് ഖുർആനോദ ഇൻട്രസ്റ്റ് ഇക്കൂ, അണ്ട് നൈക്കവും ബാണ്യത്തും പോക ഇൻട്രസ്റ്റ് ഇക്കൂ. മാത്രല്ല ത്വയ്യിബൻ നഫ്സി, മനസ്സിന് നല്ല നെമ്മതിക്കൂ, അണ്ട് ടെൻഷൻ ഇക്കാല, ദുഃഖ ഇക്കാല, അണ്ട് മനസ്സിന് നല്ല നെമ്മതിക്കൂ. അതേ ടൈമില് ഇല്ല ശൈത്താന് കെട്ടിയ 3 കെട്ട് കിലിക്കുക നിണ്ടുകൊണ്ടായില്ലേ എങ്കിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊല്ല നോക്കറു നിങ്ങ അസ്ബഹ കസ്ലാ, അതേ അണ്ടത്തെ അവണു മടിയായിട്ട് പോണ്ട, അവണൊരു മടി പിടിച്ചവണവിടാ, അണ്ടവണക്ക് ഒരു വിഷയത്തിലും ഇൻട്രസ്റ്റ് ഇല്ല, അണ്ടവണക്ക് എല്ലാത്തിലും ഒരു ബെഡ്ചില്, എല്ലാത്തിലും ഒരു മടിയേ. അതുകൊണ്ട് ഞങ്ങളെ ഒരു നാല് മടിയില്ലാത്ത നാളാവണ. ഉമ്മമാരെ ചൊല്ലല്ലേ എന്റെ എന്താ മുഖത്തില്ല ഒരു ഭയങ്കര ഉദാസന ഭാവ എന്റെ മാപ്പിളിട്ട് പിന്നെ മറിച്ചോണ്ടാർ ഉദാസനാൻ കെട്ട് കിഴിഞ്ഞിട്ടിക്കാല ഉമ്മ കെട്ട് കിഴിഞ്ഞിട്ടിക്കാല ഉളു എടുക്കുമ്പോ അല്ല ഉസ്താദെ നാ ഉളു എടുത്തരല്ല ഉസ്താദ് നിങ്ങല്ലേ വാതില് ചൊന്നേ ഉളു എടുത്തെങ്കിൽ 2ാമത്തെ കെട്ട് കിളിയിടുണ്ട് ഓക്കെ കിളിയിട് നാ ഉളു എടുത്തരല്ലേ ഉസ്താദെ ഉളു എടുത്തറാറ് ഉളു ആയിട്ടിക്കാല അത് മാത്രം എന്താ കാരണം ഉളു എങ്ങനെ എടുക്കണോട്ട് സമാ പഠിക്കണു ഉളു ഒരു ക്രമയില്ലേ ഞങ്ങ ഉളു എടുക്കോ തുടങ്ങിയിട്ട് കാലത്തരായിട്ട് ഹൗലറഞ്ഞ നിണ്ടിട്ട് നോക്കുമ്പോ കൊന്താവിടും ഓരോരുത്തര ഉളുടെ അവസ്ഥ അള്ളാഹു നല്ല രൂപത്തിൽ ഉളു എടുക്കും അള്ളാഹു തൗഫീഖ് തരട്ടെ ഹൗലറഞ്ഞ നിണ്ടിട്ട് ഉളു എടുക്കുമ്പോ ഫസ്റ്റ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കൈ കൽകുമ്പോ ഫസ്റ്റ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നിട്ട് ഉളു എടുക്കുമ്പോ അല്ലേ മുഖ കൽകട എങ്ങനെയായ മുഖ മേൽത്തെ കീലുക്ക് തന്നെ വീത്തും ഉടനെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അപ്പുറം പോണ്ടല്ല മേൽത്തെ കീല് അതായിട്ടിക്കട് സുന്നത്തായ റൂപ ആ പരിപൂർണ സുന്നത്തോടുകൂടെ ഉളു എന്നിട്ട് ആ ഉളു കഴിഞ്ഞ ഉസ്താദെ ഞാൻ നിസ്കരിച്ചില്ല ഉസ്താദ് അങ്ങ് കെട്ടുകിഴിഞ്ഞിട്ടില്ല ഉസ്താദ് അങ്ങനല്ല നിസ്കാര അതിനെ പരിപൂർണ രൂപത്തിൽ നിസ്കരിക്കുമ്പോ ആണിങ്ങ ഒരു 2 സുന്നത്തുണ്ട് നിസ്കരിക്കുമ്പോ അത് പാലന ആക്കണോ ഞങ്ങൾ ഔത്തോല് നിസ്കരിക്കണമാ ഒരു നാൾ ഞങ്ങൾക്ക് നിങ്ങൾ ഇപ്പൊ എല്ലാ നാളും പള്ളിക്ക് ജമാഅത്ത് വന്ന് നിസ്കരിക്കടങ്ങ അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ ലാസ്റ്റ് തോലും അങ്ങനെ ആക്കി തരട്ടെ പക്ഷേ നിങ്ങൾ ഒരു നാൾ ഔത്തുൽ നിസ്കരിക്കണമായി ബന്ധു പോകായില്ല എങ്കിൽ ഡയറക്റ്റ് അല്ലാഹു അക്ബർ ഉണ്ടല്ല പിന്നെ ഫസ്റ്റ് ഒരു ബാങ്ക് കൊടുക്കോ സുന്നത്തുണ്ട് 2ാമതായിട്ട് ഒരു ഇഖാമത്ത് കൊടുക്കോ സുന്നത്തുണ്ട് അത് കല്ലിട്ടായിട്ട് ഇവിടെ നിസ്കരിക്കണായി അത് സുന്നത്ത് 2 ഇനി പെണിങ്ങ ബാങ്ക് കൊടുക്കണ്ട പെണിങ്ങ ഇഖാമത്ത് കൊടുക്കോ സുന്നത്തുണ്ട് ഇമാമിങ്ങ ചൊന്നാർ എന്തേ കൊണ്ടുണ്ടോ ഉമ്മ അപ്പൊ ഉമ്മമാർഗോ അതെന്തോ അങ്ങനെ ഞങ്ങൾ ഒരു ബാങ്ക് കൊടുത്തോ സാർ തികന്തരായിട്ട് അല്ല അങ്ങനെ ഉണ്ടല്ലോ അങ്ങനെ നിങ്ങക്ക് അങ്ങനെ ആവിടാ പെണിങ്ങ അങ്ങനെ കേൾക്കാറുണ്ട് ആവിടാ തീന്ത് നിപ്പാട്ടിയ ഉസ്താദ് ഇട്ടെന്നാ ചൊന്നേ ഉസ്താദ് നിങ്ങൾ നടുല് പോണ്ടാറാ കേട്ടെ ഞങ്ങളെ കാണ്ടി ഹിരിയങ്ങല്ലേ അങ്ങ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ നാ ചിലപ്പോ പോവേ അപ്പൊ നാ ചൊന്നേ വാൾ ഇൻട്രസ്റ്റ് കിട്ടിയില്ലെങ്കിൽ പോവാറ് കണ്ടല്ലേ നാ ചൊന്നേ ഇല്ല 1 ഗಂಟೆ മാത്രം വാൾ ചൊല്ല ഉസ്താദ് പിന്നെ ഞാൻ വാൾ നിപ്പാട്ട ഒക്കെ നേരാകിട്ടത് അപ്പൊ ഇനി ഞാൻ അപ്പുറം പോണ്ടില്ല ഞാൻ ചൊന്നോണ്ട് വന്നേ ഉമ്മ എന്തുകൊണ്ട് ഉമ്മ നിങ്ങൾക്ക് ബാങ്ക് വേണ്ട ഇക്കാമത്ത് മാത്രം നിങ്ങൾക്ക് സുന്നത്ത് നിസ്കരിക്കുമ്പോ നിങ്ങൾ ജമാഅത്തായിട്ട് നിസ്കരിക്കിടാറുണ്ട് ബേരിക്ക അപ്പൊ നിങ്ങൾ ഔത്തുലു മാമി മർമോലെല്ലാം ഒട്ടിക്ക് ജമാഅത്തായി നിസ്കരിക്കിടാറ് ബേരിക്ക അങ്ങനെ നിക്കാലേ എവിടെ ഇണ്ടു തോൽ കണ്ടാറ നിങ്ങ കണ്ടങ്ങിക്കോ അല്ലാഹു തൗഫീഖ് തരട്ടെ റമളാനിലിക്കോ അല്ലേ റമളാനിൽ സുറൂത്ത് 5 നാലിക്കു
പിന്നെ 5 4 10 വെടിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോ മാമി മെല്ലെ ചൊല്ലു മർമോളുടെ അട്ട പക്കേട്ട് നിറഞ്ഞിട്ടാ ಸಂಚಾಲಕರು ನಾಳೆ ರಾತ್ರಿ ಬಡ ಸಂಚಾಲಕರು ಬಂದು ಬಕೆಟ್ ಕೊಂದಿಟ್ಟು ಸ್ಟೇಜಿಗೆ ಎತ್ತವಾಟಿಂಗ പിന്നെ തീന്തിണ്ടർത്ത യൗമോ കയ്യിൽ പൈസ കെട്ടു നോക്കറല്ല അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ ഇത്രയുള്ള പൈസ വാൾദ്ര സദസ്സിൽ ബക്കറ്റിൽ കിട്ടുക ജോക്കറ്റിൽ കിട്ടിയ പോലെ അല്ലാഹു കബൂലാക്കട്ടെ അപ്പൊ 5 നാൾ കഴിഞ്ഞിട്ട് മാമി ചൊല്ലു മർമോൾഡട്ട ഇതരി പിന്നെ തെല്ല് ബച്ചലുണ്ട് എന്ത് ചെയ്യണ്ട ഗൊന്തില്ല ഗ്യാസ് പോലെ ആയിട്ട് ഞാൻ ಬೇರೆ ನಿಸ್ಕರಿಕಡೆ ನೀ ರೂಮ್ ನಿಸ್ಕರಿ ಅವಲೇ ഔത്തൊരു പെണ്ണിങ്ങ ജമാഅത്തായി നിസ്കരിക്കട നല്ല ബർക്കത്തുമ്മ അതൊന്ന് ആദത്താക്കറു നോക്ക എന്നിട്ടാ അങ്ങനെ പെണ്ണിങ്ങ മാത്രം ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോ അവിടെ ബാങ്ക് കൊടുക്കുകയില്ല അവിടെ കാലി ഇഖാമത്ത് മാത്ര സുന്നത്ത് അപ്പ കേക്കണ്ട എന്റെ ഉസ്താദേ ഞങ്ങ ഒരു ബാങ്ക് കൊടുത്ത സാർത്ഥക്ക് എന്തായി പോയിട്ട് നിങ്ങ ആണിങ്ങ മാത്ര ബല്യമാ ഞങ്ങ പെണ്ണിങ്ങെന്തര ചെറിയമാ ഇല്ല ഇല്ല പെണിങ്ങ ബലിയങ്ങമേ ആയെങ്കിലും ബാങ്ക് ഒരു സ്വഭാവമുണ്ടു ഇമാമീങ്ങ കിതാബില് എഴുതി വെച്ചിറാറ് ഇണ്ടുപോലും സുബഹിട പിന്നെ നാനെന്റെ ദർസുല് പഠിക്കട മുത്തല്ലിമീങ്ങു അതേ മഹല്ലി കിതാബ് ഓതിക്കൊടുക്കുമ്പോ അതിൽ ബാങ്കയുടെ വിഷയത്തിൽ എഴുതി വെച്ചത് നാനെന്റെ മുത്തല്ലിമീങ്ങു ഓതി കൊടുത്തത് ഇപ്പൊ ഈ സദസ്സിൽ വാളു ചൊല്ലുമ്പോ നക്ക് നെനപ്പായോണ്ടുണ്ടു ബാങ്ക് ഒരു സ്വഭാവമുണ്ട് എന്തായിട്ടിക്കട് ബാങ്കയുടെ സ്വഭാവ അതേ ബാങ്ക് ചോറ് കൊടുക്കണോ ഇഖാമത്ത് മെല്ലെ കൊടുക്കണോ ബാങ്ക് ചോറ് കൊടുക്കണോ അതേ ടൈമിലോ പെണ്ണിടെ സൗണ്ട് ഉണ്ടല്ലോ അന്യ ആണിങ്ങ കേക്കട രൂപത്തില് ചോറാവകു തീറാ അതുകൊണ്ട് പെണ്ണേ നീന് ബാങ്ക് കൊടുക്കണ്ട നിസ്കരിക്കുമ്പോ ഇഖാമത്ത് കൊടു കാലി ബാങ്ക് മാത്രല്ല അനഗത്യായിട്ട് പെണ്ണിടെ സൗണ്ട് ഉണ്ടല്ലേ അത്യഗത്യ ഇന്നെങ്കിലും ഒരു കണക്ക് വേറെ അത്യഗത്യ ഇന്നെങ്കിലും ഒരു കണക്ക് വേറെ ഒരാചാരം നടന്നോണ്ട് പോണ്ട് കണ്ണു കാണ്ടില്ല അയാൾക്ക് പാവ എതിർള്ള കിണമുണ്ടു അവിടെ ആരും ചൊല്ലങ്ങയില്ലേ അപ്പുറത്തെ മൈമുനാഥ മാത്രം ഔത്ര ബായിൽ തുറന്നിട്ട് നോക്കിക്കൊണ്ടുണ്ടു ഇപ്പൊ ഒപ്പിട്ടില്ല കണ്ടെങ്കില് ആചാര കെന്തിಗೆ പോ ಅಪ್ಪ ಈ ಉಮ್ಮಗು ಈಮಾನು ಕೂಡ್ರೆ ಎಂದ್ರು ನಂಡೆ ಸೌಂಡ್ ಅನ್ಯ ಆಣಿಗಂದು ಕೇಕು ತೀರಲ್ಲೇ ನಾನು ಮುಂಡ್ರೆ ಬೇಡ അയാളുടെ കെന്ത് കിട്ടിട്ടായിത്തു അവിടെ അങ്ങനല്ലമ്മ അവിടെ ഒന്ന് സൗണ്ട് ആക്കണോ എന്താ കാരണം അയാളുടെ ജീവൻ രക്ഷിക്കണോ നിസ്കരിക്കുന്ന ടൈമിൽ കണ്ടെങ്കിൽ പോലും അയാളുടെ ജീവൻ രക്ഷിക്കണുണ്ടല്ലേ ഇസ്ലാം ചൊന്നേ നിസ്കരിച്ചോണ്ടിരിക്കുമ്പോ മീത്ത് കണ്ടെങ്കിൽ പോലും അതേ ടൈമിൽ അങ്ങനെ എന്തും അല്ല എങ്കിൽ നിങ്ങളെ ഒരു പൽക്ക പോലും അനഗത്യായിട്ട് അന്യാണ് കേക്കുക തീറാ നിങ്ങ ജോറ് ഖുർആൻ ഓതുമ്പോ ശ്രദ്ധിക്കണു അന്യ ആണിങ്ങ നിങ്ങളെ ഓത്ത് കേക്കുക തീറാ സുബ്ഹാനല്ലാഹ് ശരീഅത്ത് കോളേജിൽ പഠിച്ച പെണ്ണേണ്ടു ചൊന്നിട്ടു അവള് പാസ്സായിട്ട് സനതെടുത്തിട്ട് പുറത്ത് വന്നെങ്കിൽ ഇടീ കുടുംബത്തങ്ങ സേരിട്ട് അതാ അവള് ഒരു നല്ല സന്മാന ബൈക്കിടാറ് ആ സദസ്സിൽ അവളുടെ സൗണ്ട് കേക്കുക തീരാത്തങ്ങ പോലെ മിക്കുവാറ് എന്നിട്ട് ഓളുടെ നടുലതൈ പാട്ടിട്ട് മൈക്കോട് പാട്ടിട്ട് എല്ലാവർക്കും പേനായിട്ട് ദുആർ പാട്ടിട്ട് ആമീൻ ചൊല്ലുപാട്ട് സ്വഭാവം ഇല്ലേ അത് ഏതു ശരീഅത്ത് കോളേജ് ഇറങ്ങാക്കിയെങ്കും സമാ ആ പേരൊന്നു ചേഞ്ച് ആക്കി വയ്ക്കൊരു അത് ശരീഅത്ത് കോളേജ് ഉണ്ട് ചൊല്ലുള്ള കാരണം അന്യ പെണ്ണിടെ പൽക്ക അത് ദിക്ർ ചൊല്ലതായെങ്കും സമാ ഖുർആൻ ഓതുറതായെങ്കും സമാ അന്യ ആണിങ്ങ കേക്കട രൂപത്തില് ചോറ് ചൊല്ലുക തീറാ ഇക്കട്ടെ നാ ചൊന്നോട്ട് വന്നു അപ്പൊ പെണ്ണിങ്ങ നിസ്കരിക്കുമ്പോ ഇഖാമത്ത് കൊടുത്തിട്ട് നിസ്കരിക്കണോ ആണിങ്ങ നിസ്കരിക്കുമ്പോ ബാങ്കും ഇഖാമത്തും രണ്ടും കൊടുത്തിട്ട് നിസ്കരിക്കണോ ആ രൂപത്തില് ക്രമബദ്ധമായ നിസ്കാര നിസ്കരിച്ചെങ്കില് എല്ലാ കെട്ടും കിളിഞ്ഞു പോയിട്ട്
ഞാനൊരു ചെറിയ ചരിത്ര ചൊന്നിട്ടു ഇണ്ടത്തെ വാലു നിപ്പാട്ട നിങ്ങൾ എല്ലാരും ഒന്ന് തെച്ച പക്കത്തെ ഒന്ന് എഞ്ചി നിക്കിടാറ എല്ലാരും ഒന്ന് മുട്ട പറു നോക്കാ നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു 3 സ്വലാത്ത് ചൊന്നിട്ടു ഒരു ചെറിയ ദുആർന്നിട്ട് ഇണ്ടത്തെ സദസ്സര നമുക്ക് പോണു. അർഹമുർ റഹീമീനായ അല്ലാഹ് ഈ സദസ്സ് നീ ഞങ്ങളെ ഭാഗത്ത് ഖബൂലാക്ക് റഹ്മാനേ. ഞങ്ങളെ ഈ മജ്ലിസ് ദുആത്ത് ഇജാബത്തുള്ള മജ്ലിസായിട്ട് നീ ഖബൂലാക്ക് അല്ലാഹ്. ഈ സദസ്സ് കാരണ ഞങ്ങളെ ദുനിയാവും ഞങ്ങളെ ആഖിറവും നീ സലാമത്താക്ക് റഹ്മാനേ. പെങ്ങളെ ആണമക്കളൊട്ടം ചൊല്ല പെണ്ണുമക്കളൊട്ടം ചൊല്ല ഞങ്ങളെ മങ്ങിൽത്തെ നിർധാര എടുക്കണായ ഞങ്ങളെ ഉമ്മ ബാപ്പന്മാർ കൗട്ടുംബിക ജീവന വിഷയായതുകൊണ്ടു ഞാനൊരു ചെറിയ ചരിത്ര ഇണ്ടു ചൊന്നിട്ട് ബാക്കി നണ്ട നാലത്തെ വാളുകെടുത്ത് വയ്ക്കിടേ. അതേ സയ്യിദത്തുനാ ബീവി ഫാത്തിമത്തു സഹ്റാ. എല്ലാവരും മുട്ട പറു നോക്കാം. ബിസ്മില്ലാ. ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹാ. നടുനൊമ്പല, കൈക്കാലിന് നൊമ്പല, മുട്ടുനൊമ്പല എന്തൊരു മാത്രം ഉണ്ടുണ്ടല്ല നാ ചൊന്നോട്ടുള്ളേ. അങ്ങനെ ആരെങ്കിലും ഇന്നെങ്കിൽ അവിടെ കുറിച്ചുലതേക്കുറി ഇടങ്ങേറാവണ്ട. ബാലക്കാരങ്ങ എല്ലാവരും എതിർ പറഞ്ഞു വാതറ സദസ് നിപ്പാട്ടുമ്പോ ടൈമിലും ഒന്ന് ദ്വാർന്നിട്ട് തടി മുട്ടായിട്ട് കൽബ് മുട്ടായിട്ട് പരസ്പര കണ്ടിട്ടറിഞ്ഞിട്ട് കന്നഡ തന്നെ പാട്ടിട്ട് ദ്വാർന്നിട്ട് പോണു. അല്ലാഹുവേ ഞങ്ങളെ സദസ് നീ ഖബൂലാക്ക് റഹ്മാനേ, നീ സ്വീകരിക്കു റഹ്മാനേ, ഇജാബത്തുള്ള സദസ്സാക്കു റഹ്മാനേ. ഓ മക്കളെ, മങ്ങിൽത്തെ നിർധാര എടുക്കണായത് ഉമ്മ ബാപ്പമാർ അങ്ങ് ഒരു ചാൻസ് കൊടുക്കുക മറക്കണ്ട. നിന്റെ പെണ്ണിടെ നീന മാത്ര സെലക്ട് ആക്കണ്ട. പെങ്ങളെ, നിന്റെ പുതിയാപ്പിളുടെ നീന മാത്ര സെലക്ട് ആക്കണ്ട. പെങ്ങളെ, നിന്റെ ചൊല്ലട്ട നീന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാടെ തെറുകു പറണു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു തങ്ങളും മങ്ങിൽത്തെ ചരിത്രം ഉണ്ടല്ലേ, അത് ഒരു നാളത്തെ വാളുകൊണ്ട് തീർക്കുള്ളതല്ല. ഇൻഷാ അല്ലാഹ് റബ്ബ് തൗഫീഖ് തന്നെങ്കിൽ, അല്ലാഹു ആയുസ് നിർച്ച പോലെ തന്നെങ്കിൽ, ആഫിയത്ത് തന്നെങ്കിൽ, ഏതെങ്കിലും ഒരു സദസ്സിൽ വെച്ചിട്ട് ഫാത്തിമ ബീവിടം അലി റളിയല്ലാഹു അൻഹുമാടും മങ്ങിൽത്തെ വിഷയം മാത്രം ഒരു 4 ടോപ്പിക് ചൊന്നിട്ട് ചൊല്ലുക മനസ്സുണ്ടു. അല്ലാഹു തൗഫീഖ് തരട്ടെ. ലൈവില് കൊടുക്കുമ്പോ നിങ്ങതെല്ലാരും കേൾക്കണു. അതില് ചെമ്മ പഠിക്കണായ വിഷയമുണ്ട്. അത് ഫുള്ളായിട്ട് ഇണ്ട് ചൊല്ലുക ടൈമില്ല. ഇമാം ഇസ്മാഈലുൽ ഹിഖ്ൽ ബറൂസമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങ തഫ്സീർ റൂഹുൽ ബയാനിൽ ഇണ്ടത്തെ വളരെ സ്റ്റാർട്ടിംഗിൽ നാണ് ഓതി വെച്ച ആയത്ത് വഹുവല്ലദീ ഖലഖ മിനൽ മാഇ ബശറൻ ഫജഅലഹു നസബൻ വസ്വിഹ്റാ വകാന റബ്ബുക ഖദീറാ. ആ ആയത്തര തഫ്സീറിൽ ചരിത്രയിൽ നിവച്ചത് കണ്ട് ഹിജ്റ 2ാമത്തെ വർഷ ചരിത്രത്തിൽ മറക്കാവാത്ത വർഷായിട്ടിക്കിട്. ഹിജ്റ 2ാമത്തെ വർഷ ഉമ്മമാരെ ദീന്റെ ಬಗ್ಗೆ ചെമ്മ പഠിക്കണു. ഹിജ്റ 2ാമത്തെ വർഷത്തിലായിട്ടിക്കിട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിർസത്ത മോളായോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാടെ മങ്ങിലാവടോ. പുതിയാമ്പുല 6 അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ചെമ്മ ആളുക മനസ്സിന്ത് ഫാത്തിമ ബീവിയുടെ മങ്ങിലാവണു. എന്തേ കാരണം? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിർസത്ത മോളല്ലേ സയ്യിദത്തുനാ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ ചമ്മാലക മനസ്സിന്ത് അണ്ട് ഫാത്തിമ ബീബിയുടെ വയസ്സെത്തര 15 വർഷ മങ്ങിലാവുമ്പോ ഫാത്തിമ ബീബിയുടെ വയസ്സെത്തര
15ാമത്തെ വയസ്സ്. പുതിയാമ്പുല ആയ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തങ്ങളെ വയസ്സെത്ര? 21 വയസ്സ്. അപ്പൊ മാപ്പല പെഞ്ഞയുടെ നടുലുള്ള ഏജറ അന്തര എത്ര? ഏജറ ഡിഫറൻസ് എത്ര? കാലി 6 വർഷ. പോണാറ് പോണേല് പോണിട്ട് 10 ഒലിമ്പോ 21 ചെമ്മ ഡിഫറൻസ് പറകു തീറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങം ഖദീജ ബീവിയും അങ്ങനെ ആയതര പെറവുലു ചെമ്മ ചരിത്രങ്ങ വേറെ ഉണ്ടു. അതേ ടൈമിലു അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ഈ പുതിയാമ്പുല പുതിയ പെണ്ണിടെ നടുലുള്ള ഏജര അന്തരയത്തര കാലി 6 വർഷം മാത്ര. പുതിയ പെണ്ണ് ഫാത്തിമ ബീവിയുടെ കാട്ടി പുതിയാമ്പുല ആയ അലി റളിയല്ലാഹു അൻഹു 6 വർഷ യാറാ. എന്നിട്ടതാ മങ്ങില നടക്കിട്. അന്റെ മങ്ങിൽ തണ്ടത്തെ ദാവത്തെന്ത്രോ ആട് ആടാ ഇട്ടിക്കിടെ മങ്ങിൽ തണ്ടത്തെ ദാവത്ത് അല്ലാണ്ട് ലൈമയുടെ സർബത്തും സമൂസ കൊടുത്തിട്ട് തീർത്തതല്ല. സരള വിവാഹ വേണ്ടാണ്ടല്ല ചൊന്നോണ്ടുള്ളൂ. അതേ ടൈമില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പിർസത്ത മോലായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മോല മങ്ങിൽ തണ്ട റായത്തങ്ങ് കൊടുത്ത ദാവത്ത് ആട ദാവത്തായിട്ടിന്ത്. എന്നിട്ടതാ ആ മങ്ങിലാവുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങകു മനസ്സുണ്ടു ഫാത്തിമയുടെ ഒന്ന് നക്ക് മങ്ങിലായെങ്ക. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങകു മനസ്സുണ്ടു ഫാത്തിമയുടെ ഒന്ന് മങ്ങിലായെങ്ക റളിയല്ലാഹു അൻഹ. പക്ഷേ കേക്കിടാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട വന്നിട്ട് അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊല്ലു നാനു നോക്കുടെ അത് ഒരു ഖലാ ഉണ്ടല്ലേ, റബ്ബുടെ തീരുമാന ബരണല്ലേ. ആ റബ്ബുടെ തീരുമാന വന്നിട്ടാവണു ഫാത്തിമയുടെ അബൂബക്കർ തങ്ങക മങ്ങിലാക്കണ, ഉമർ റളിയല്ലാഹു അൻഹു തങ്ങക മങ്ങിലാക്കണ, അതല്ല വേറെ ആളുക മങ്ങിലാക്കണ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങം വന്നിട്ട് അലി റളിയല്ലാഹു അൻഹുടെ ചൊല്ലു, അലിയേ നങ്ങ ജണ്ടാലും തങ്ങളൊട്ട കേട്ട പക്ഷെ നടന്നില്ല, നിങ്ങൊന്ന് കേട്ടു നോക്കറു നോക്കാ. ചിലപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ അല്ലാഹുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ നിങ്ങക്ക് മങ്ങിലാക്കി തരുവല്ലേ. അലി റളിയല്ലാഹു അൻഹു അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട പോയിട്ട് ചൊന്തു, നബിയേ ഫാത്തിമയുടെ നക്കൊന്നു മങ്ങിലാക്കി തണ്ടാറ റളിയല്ലാഹു അൻഹാ. നബി തങ്ങ കേട്ടത്ത് നിന്റെ കയ്യിൽ നിങ്ങളെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടാ? അലി റളിയല്ലാഹു അൻഹു ചൊന്തു, ഒരു കുതിര ഉണ്ട് നബിയേ, ഒരു പടയങ്കി ഉണ്ട് നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്തു, കുതിര നിങ്ങൾക്ക് വേണല്ലേ, അത് വാഹന അല്ലേ, നിങ്ങൾക്ക് ചെമ്മമോത്ത് പോയി പറകു നിങ്ങൾക്കൊരു ഗാഡി വേണല്ലേ, ഒരു വാഹന വേണല്ലേ, അതുകൊണ്ട് കുതിര നിങ്ങമേ പിടിച്ചോലൊരു പടയങ്കി ഉണ്ടല്ലേ, അത് നിങ്ങ ബിക്കൊറു, അതില് വിത്തിട്ട് കിട്ട പൈസ ഉണ്ടല്ലേ, അതേ 480 വെള്ളി നാണ്യ കിട്ട്, അത് കിട്ടിട്ട് നിങ്ങ കൊമ്പറൂ, അത് വിത്തിട്ട് ആ പൈസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ടകാന്നിട്ട് അലി റളിയല്ലാഹു നബി തങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലം മടില് ബൈക്കിട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ മോൾഡട്ട ഒരു അഭിപ്രായ കേക്കിട്, മങ്ങിലാക്കുമ്പോ അബ്ബಗೆ ನಿರ್ಧಾರ എടുക്കട ജവാബ്ദാരി ഉല്ലസമ, ഉമ്മಗೆ ನಿರ್ಧಾರ എടുക്കട ജവാബ്ദാരി ഉല്ലസമ. ആയെങ്കിലും ഒരു നല്ല വിഷയ ചൊല്ലട്ട, അത് കഡ്ഡായാണ്ടല്ല ചൊല്ലു, അത് മസ്റ്റ് ണ്ടല്ല ചൊല്ലു, അത് കമ്പൽസറി ണ്ടല്ല ചൊല്ലു. പക്ഷേ അങ്ങനെ ഒന്ന് മോല മങ്ങിലത്തെ ടൈമില് ശ്രദ്ധിച്ചെങ്കിൽ ആ മോലും ആപ്പിളുടെ ഔത്തുല് ചെമ്മ സുഖത്തിലേക്കു ചാൻസിക്കൂ. അതെന്ത്ര കൊണ്ടുണ്ടാ, ഒരു പൊതു പറയുമ്പോ അവളുടെ ഒട്ടം കൂടി ഒരു ചെറിയ അഭിപ്രായ കേക്കിടത് വിരോധ ഇല്ല.
കാരണം എന്തോ അവളുടെ കൽബിലിക്കുവല്ലേ 5 വഖത്ത് കറക്റ്റ് നിസ്കരിക്കട മാപ്പില വേണു, പള്ളിക്ക് ജമാഅത്തേക്ക് പോണ്ട മാപ്പില വേണു, ഇതുപോലെ നല്ല ദീനക്ക് ഖിദ്മത്തെടുക്കണം പോലത്തെ മാപ്പില ആവണു. ഗാഞ്ചത്തവണാവുക തീറാ, ഫിത്നത്തവണാവുക തീറാ. അങ്ങനെ ചിലപ്പോ അവളുടെ കൽബിൽ അങ്ങനത്തെ ഒരു ചിന്തയിക്കുവല്ലേ എങ്കിൽ അധികം അങ്ങ് ഒരു റെസ്പോൺസ് കൊടുക്കണല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാടൊട്ടൊരു അഭിപ്രായം കേക്കിട്. ഫാത്തിമ നിങ്ങളതാണ് അലി റളിയല്ലാഹു അൻഹു മങ്ങിലാക്കി കൊടുക്കുക വിചാരിച്ചിറ. അതിന് നിങ്ങളെ അഭിപ്രായം എന്തോ അല്ലാഹുടെ തീരുമാനം അങ്ങനെമേ ഉണ്ട് ഫാത്തിമ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹു ഗൊന്തു അലി തങ്ങ വെറും ഫഖീർ ഗൊന്തു. പാവത്തെ സ്വഹാബി അലി റളിയല്ലാഹു വലിയ ലക്ഷാധിപതിയല്ല, പൈസത്താലല്ല. ഫഖീറായ അലി റളിയല്ലാഹു അൻഹുടെ ഔത്തുകായിട്ടിക്കിട് നബി തങ്ങളെ പിർസത്ത മോല് ബാന്നിട്ട് പോണ്ടു. ഫാത്തിമ ബീവി ഗൊന്തിന്നിട്ട് പോലും ഫാത്തിമ ബീവി ജന്തു അല്ലാഹുടെ തീർമാനം അങ്ങനെ ഉണ്ടായെങ്കിൽ നന്റെ ബാപ്പ ആയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തീർമാനം അങ്ങനെ ഉണ്ടായെങ്കിൽ നടക്കട്ട് ബാപ്പ, അലി തങ്ങളെ നക്ക് ഇഷ്ടായിട്ട് ബാപ്പ. ഇനി അതാ മങ്ങില നടക്കിടറങ്ങായിട്ട് കിട് അത് ഇന്ത് ചൊല്ലുക നേരെയില്ല. ഇതര ബാക്കി ഞാൻ നെക്സ്റ്റ് വാതില് ചൊല്ല. അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാടെ മങ്ങിലത്തെ ദൃശ്യ അല്ലാഹുവേ ഈ ദുനിയാവിലും ഞങ്ങ ആരും അങ്ങനെ കണ്ടിട്ടില്ല. ഞങ്ങൾക്കൊരാശ ഉണ്ടു സ്വർഗത്തിൽ അലി റളിയല്ലാഹു അൻഹുടെ കാണണു. ഈ രച്ചിട്ടുള്ള ഉമ്മമാർക്ക് ഒരാശ ഉണ്ട് സ്വർഗത്തിൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാടെ കാണണു. റബ്ബേ ആ 2 മഹാന്മാരെ ചരിത്രയുടെ ഒരു ചെറിയ ഭാഗ ഇന്നത്തെ വാളു നിപ്പാട്ടുമ്പോ ചൊന്നത് കൊണ്ടിട്ടു കേട്ടത് കൊണ്ടിട്ടു ഞങ്ങൾക്ക് നീനത് തൗഫീഖ് താ അല്ലാഹ്. ഈ സദസ് നീനത് കാരണാക്കി താ അല്ലാഹ്. സ്വർഗത്തിൽ വെച്ചിട്ട് അങ്ങനെ കാണുകുള്ളു, നല്ല ഒരു അവസ്ഥ കിട്ടുകുള്ളു, ഒരു നല്ല ജീവന മാതരി യോഗ്യമായ ജീവന നയിക്കുക. ഈ സദസ്സിലുള്ള ഞങ്ങൾക്കും ഞങ്ങളെ ഞങ്ങാക്കിയ ഞങ്ങളെ ഉമ്മ ബാപ്പന്മാർ ഉസ്താദുമാർ പിന്നെയുമൊക്കെ ശിഷ്യന്മാര് പിർസവെട്ടങ്ങ ഞങ്ങളെ സഹായിക്കിടങ്ങ, ഞങ്ങളെ ദർശന സഹായിക്കിടങ്ങ. എല്ലാവർക്കും നീ തൗഫീഖ് താ അല്ലാഹ്. ഒരു 3 സ്വലാത്ത് ചൊന്നിട്ടു ഒരു ചെറിയ ദുആർന്നിട്ട് ഞങ്ങൾക്ക് പോകാം. ഇന്നലെ ഒരാൾ കോളാക്കിട്ട് ചൊന്തു ഞങ്ങളെ മൂടുബിദ്ദറിലുള്ള ബീട്ടൗൺ ഹനീഫാക്ക ചൊന്നിട്ട് ഒരാളുണ്ട്. അയാൾ ചൊന്തു ഉസ്താദേ ദേരളഘട്ട ഭാഗത്തിൽ മൈക്കാലത്തിൽ ഒരു ആക്സിഡന്റ് ആയത് കേട്ടാറാ. അത് നന്റെ പെഞ്ഞയുടെ യെലോലു ഉസ്താദേ നന്റെ മച്ചിഞ്ചി അങ്ങിങ്ങനെ ബൈക്കിൽ പോകുമ്പോ അവിടെ അതാ ഗുലിക പോന്നപ്പം അവള് തെരിച്ചു പോന്നാല് പെറവുലെന്ന ടിപ്പർ വന്നിട്ടതാ മേലേക്കും പോയിട്ട് മറിച്ചാലുസ്താദേ ആ തടി നോക്കുക ഞങ്ങളെ കൊണ്ടായില്ലേ. നിങ്ങളെ ദർസിൽ പഠിക്കട 60 മുതഅല്ലിമീങ്ങ ഉള്ളാറല്ലേ അങ്ങനെ കൊണ്ടിട്ട് 1 റകാണ്ടി യാറ ഖത്മങ്ങ ഓതിട്ട് ദിക്റുങ്ങ ചൊല്ലുപാട്ടിട്ട് ആ സദസ്സിൽ വെച്ചിട്ട് അവൾക്ക് പേനായിട്ടൊന്നു ദുആർക്കണു. നാ ചൊന്നെ നക്ക് 4 ജോക്കട്ടൽ വാളുണ്ട്, ജോക്കട്ടയുടെ വാളറ സദസ്സിൽ നാ ദുആർക്കടെ പേര് റഹ്മത്ത് ഉണ്ട്. അങ്ങനെ എന്താ മാ ചൊന്ന പോലെ ആയിട്ട് അല്ലാഹുവേ നീ ആ പെങ്ങകു നീ പുറത്തു കൊടുക്കു റഹ്മാനെ, മഗ്ഫിറത്ത് കൊടുക്കു റഹ്മാനെ, മർഹമത്ത് കൊടുക്കു റഹ്മാനെ, ഖബർ വിശാലാക്കു റഹ്മാനെ, സ്വർഗീയ ഖബറാക്കു റഹ്മാനെ. അയാ ആ പെണിങ്ങലെ മാപ്പിളകും ഒരു മോണുള്ളാണ്ട് കണ്ട് മോണുകും ആ കുടുംബത്തുകും നീ നല്ല സബർ കൊടുക്കു റഹ്മാനെ. ആ മുസീബത്തുക ബദലായിട്ട് അങ്കു വലിയ പ്രതിഫല കൊടുക്കു റഹ്മാനെ. അതുക ബദലായിട്ട് ചെമ്മ ഖൈർ കൊടുക്കു റഹ്മാനെ. ബിജാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് അവിടെ വേഗ ചൊല്ലണം. ഇപ്പൊ ടൈം കളയണ്ട, എന്റെ ഫസ്റ്റ് ഉണ്ടല്ലേ അപ്പൊ ചമ്മ നേരാക്കിട വേണ്ട. 4 ഉണ്ട് പ്രോഗ്രാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു 313 ഉറുപ്പ്യ നല്ല നീയത്തിൽ ബദരീങ്ങളെ പിർസ വെച്ചിട്ട് 6 ലേലം വിളിക്കണമെന്നും വേണ്ട. ഒരു 313 ബദരീങ്ങളെ പേരിൽ ഒന്ന് ഇൻഷാ അല്ലാഹ് നന്റെ കൈയുടെ 6 നല്ല നീയത്തിൽ കൊണ്ടുണ്ട് നോക്ക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു തആല അയാളെ ലൈഫിൽ ബദരീങ്ങളെ കാവൽ കൊടുക്കട്ടെ. ബിസ്മില്ലാഹ്. ഒരാൾ ഒരു 313 ഉറുപ്പ്യ ഇൻഷാ അല്ലാഹ് പിന്നെ കൊടുത്തെങ്ങുമേ ബദരീ ആരെങ്കിലും ഒരാൾ ഇൻഷാ അല്ലാഹ്
ഉള്ളാറ ബിസ്മില്ല ബറു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബറു ബിസ്മില്ല അല്ലാഹുവേ നീ ഖബൂലാക്കു റഹ്മാനെ. എന്താ പേര്? ഹസനാജാർ. ബറു ആജാർ ബിസ്മില്ല. ഇതാ ബിസ്മില്ല. ഇതാ ബിസ്മില്ല ഹസനാജാർ. അല്ലാഹുവേ നീ ഖബൂലാക്കു റഹ്മാനെ, ബർക്കത്ത് കൊടുക്കു റഹ്മാനെ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ദുആർക്ക. രണ്ടാമത്തെ ഒരാൾ ആറ് നോക്കാം. ബിസ്മില്ല. ഒരു 313 ഉറുപ്പ ചെമ്മൊന്നും ഇല്ലല്ലേ. ബിസ്മില്ല. അത് കഴിഞ്ഞിട്ട് ചെമ്മിപ്പ ടൈം എടുക്കട വേണ്ട. അപ്പൊ വേഗ ഒരു 313 ഉറുപ്പ മറിച്ച ഉമ്മയുടെ പേരിൽ നിയത്താക്കിയിട്ട് ഈ സദസ്സിൽ ഇൻഷാ അല്ലാഹ് ഒന്ന് കൊമ്പോണ്ടേ. സീത്ത പോലത്തെ ബലന്തും അല്ല ഒന്നുമില്ലേ, ഒന്ന് സ്വതക്ക കൊടുക്കടേണ്ട്. ബിസ്മില്ല. അതാ ജലീൽ ഭായ് ഉഞ്ഞാചാരുടെ മോണല്ലേ? അൽഹംദുലില്ലാ. നോക്കിയാറാ ഞങ്ങൾക്ക് നെനപ്പുണ്ട് ചെറിയതിലൂണ്ട് ഞങ്ങളുടെ ജോക്കಟ್ಟೆಗೆ ഞങ്ങൾക്ക് സ്കൂലുക്ക് കളസത്തിൽ സ്കൂലുക്ക് രജ കിട്ടിയെങ്കിൽ ഞങ്ങളുടെ ജോക്കಟ್ಟೆಗೆ വന്നു ഇന്ന് അരജത്തെ ടൈമിൽ ശരിയേക്കുമ്പോൾ ആയെങ്കിൽ ഇപ്പൊ ഞങ്ങൾക്ക് അതെല്ലാം നെനപ്പുണ്ട്. അല്ലാഹു തആല അങ്ങക്കെല്ലാം സ്വർഗ്ഗ കൊടുക്കട്ടെ. അല്ലാഹുവേ മർച്ചങ്ങക്കെല്ലാം സ്വർഗ്ഗ കൊടുക്കു റഹ്മാനെ. മൂന്നാമത്തെ ഒരാൾ ബിസ്മില്ല. ഇതാ മോനെ ബിസ്മില്ല. നസീർ അല്ലേ? അല്ലാഹുവേ നീ ബർക്കത്ത് കൊടുക്കു റഹ്മാനെ. ഇൻഷാ അല്ലാഹ് നാലാമത്തെ ഒരാൾ ഈ സദസ്സിൽ വെച്ചിട്ട് മറിച്ച ഉമ്മടെ ഒന്ന് നെനപ്പാക്കറല്ലേ. മറിച്ച ഉമ്മ മറിച്ച അബ്ബ അങ്ങനെ അങ്ങനെ ഒരു സ്വതക്ക കൊടുക്കുക. ബിസ്മില്ല. ആര്? ബിസ്മില്ല. അൽഹംദുലില്ലാ. ഇതങ്ങ ഇതാ മാഷാ അല്ലാഹ് മുഞ്ഞാണ്ട് തങ്ങ കണ്ടുമുട്ടിയോ? പാസ്പോർട്ട് ഓഫീസിൽ കണ്ടുമുട്ടിയോ? സുബ്ഹാനല്ലാഹ്. എവിടെല്ലാം കണ്ടുമുട്ടേ. കുറേങ്ങളെ ഫ്ലൈറ്റിൽ, കുറേങ്ങളെ കപ്പലിൽ, കുറേങ്ങളെ ട്രെയിനിൽ, കുറേങ്ങളെ പിന്നെ വാളുപോയവിടെ. ഇത് പാസ്പോർട്ട് ഓഫീസിൽ. അല്ലാഹുവേ നീ ഖബൂലാക്കു റഹ്മാനെ, ബർക്കത്ത് കൊടുക്കു റഹ്മാനെ. ബിസ്മില്ലാ. ഇനി വന്നാറ് നോക്കാം. ബിസ്മില്ല. മറിച്ച ഉമ്മടെ ബാപ്പടെ ഒന്ന് നെനപ്പാക്കിയിട്ട് അങ്ങൊന്ന് ദ്വാർക്കോ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് സ്വർഗ്ഗ കൊടുക്കു റഹ്മാനെ. ഇതാറ് കൊമ്പോണ്ടാറാ അങ്ങനെ മറിച്ച ഉമ്മമാ ബാപ്പമാ അങ്ങനെ ഖബറുകു ഇതിരെ ബിൽച്ചനി എത്തുപാട്ടി കൊടുക്കു റഹ്മാനെ. ബിസ്മില്ല. അല്ലെങ്കിൽ ഹയാത്തുലുള്ള ഉമ്മ ബാപ്പാണ്ടായെങ്കിൽ മർഹൂം ബാവാക്കടെ മോണല്ലേ. ബിസ്മില്ല. നിങ്ങൾ മൈക്കാലത്തിലുണ്ട് ബാവട്ട കുട്ട പള്ളിയിൽ നിങ്ങമല്ലേ? നക്കൊർക്ക കണ്ടമേ എല്ലാം കുറിച്ചാടും. അല്ലാഹുവേ ബാപ്പക്ക് നീ സ്വർഗ്ഗ കൊടുക്കു റഹ്മാനെ, ഖബർ വിശാലാക്കു റഹ്മാനെ. ബിസ്മില്ല. വേഗ വേഗ. ഇനി 1 2 3 4 5 അല്ലെ? ഒരു 5 മാത്രമല്ലേ? ബിസ്മില്ല. ആറ് നോക്കാം. ബിസ്മില്ല. അത് നല്ല നിയത്തിൽ മക്ക ഒരു നല്ല പഠിപ്പ് കിട്ടിട്ടുണ്ട് നിയത്താക്കിയിട്ട്. മക്ക അല്ലാഹു നല്ല പഠിപ്പ് കൊടുക്കട്ടുണ്ട് നിയത്താക്കിയിട്ട് നല്ല മക്ക ആവട്ടെ ചെന്നിട്ട്. ബിസ്മില്ല. ഒരു 313 വേഗ നല്ല നിയത്തിൽ ഇൽമയുടെ സദസ്സല്ലേ. അല്ലാഹു ഖബൂലാക്കി തരുക. അല്ലാഹുവേ ഇത് കൊമ്പോണ്ട മക്കളെ ഉമ്മ ബാപ്പടെ കൈ പിടിച്ചിട്ട് സ്വർഗ്ഗത്ത് കുട്ടിയോൻ പോണ്ട് നല്ല സ്വാലിഹീങ്ങായ മക്കാക്കു റഹ്മാനേ. ആ മക്കു നീ നല്ല ബുദ്ധി കൊടുക്കു റഹ്മാനെ, ഇൽമും തഖ്വ ഉള്ള മക്കാക്കു റഹ്മാനെ. ബിസ്മില്ലാ. എന്താ പേര്? കളവാർ. നിങ്ങളെ പറ അല്ലേ? നിങ്ങളെ പറയല്ലേ കളവാർ? കളവാർ അബൂക്കറാക്ക ഇൻഷാ അല്ലാഹ്. അതാ ചേഞ്ച് കൊടുക്കറവ അതെല്ലാം നിങ്ങമേ നാ കാലം ഇത് കൊടുക്കുക മാത്രം ചേഞ്ച് അല്ല നിങ്ങ. ബിസ്മില്ലാ. ഇനി ആറുള്ള ഒരു 4 ആൾ ഉമ്മയുടെ ആഫിയത്തുള്ള ദീർഘായുസ്സക്ക് പേനായിട്ട് ഉസ്താദേ നന്റെ ഉമ്മ ഹയാത്തുലുണ്ട്. ആ ഉമ്മയുടെ ആഫിയത്തുള്ള ദീർഘായുസ്സക്ക് ദുആർക്കു ഇൻഷാ അല്ലാഹ്. ನಾನು ഒരു 313 ഉറുപ്പ നാ തണ്ടാ ചൊന്നിട്ടു. ബിസ്മില്ലാ. ആരെങ്കിലും ഉള്ളാര വേഗ ഒരു 313 ഉറുപ്പ. അല്ലാഹുവേ ഇത് കൊമ്പോണ്ട അയൽകും അയല ഉമ്മകും ബാപ്പകും കുടുംബത്തുകും ക്യാൻസർ പോലോത്തെ എല്ലാ വലിയ വലിയ സീക്കിടതൊട്ടു നീ സലാമത്താക്കു റഹ്മാനേ. അങ്ങനത്തെ ഒരു സീക്കും നീ കൊടുക്കണ്ട റഹ്മാനേ. ബിസ്മില്ലാ. ഞാണ്ട് ഹൊസങ്കടിയിൽ ബട്ടിപ്പതോജുള്ള പക്കത്തിൽ വാള് കലിഞ്ഞിട്ട് നാ വരുമ്പോ ഈ മൈക്കാലത്തപ്പുറത്ത് ഒരാൾ ആ വാളരെ സദസ്സക്ക് വന്നിട്ടിന്ത് അയാൾ ചൊന്തു ഉസ്താദേ ദ്വാർക്കണു ഉസ്താദേ പെഞ്ഞയ്ക്ക് വലിയ സീക്ക് പെഞ്ഞയ്ക്ക് വലിയ സീക്കായിട്ട് ഇഞ്ഞ വന്നിട്ട് ഇപ്പൊ നോക്കുമ്പോ അവളുടെ തടരെ ഉൾഗത്തത് കണ്ടോണ്ടുണ്ട് ഉസ്താദ്. അവളുടെ മറന്നുക പേനായിട്ട് ട്രീറ്റ്മെന്റ് പേനായിട്ട് ഞങ്ങൾ പേടിക്കണു, ഞങ്ങൾ എല്ലാരും പേടിക്കണു. ട്രീറ്റ്മെന്റ് പേനായിട്ട് അകബിത്ത ഉസ്താദ് കാറ് ബിത്ത ഉസ്താദ് ഇപ്പൊ റായത്തങ്ങും മുഖ പോലും കാട്ടുകാവാത്ത പരിസ്ഥിതി ഉസ്താദ്. പോവാത്ത സദസ്സില്ല ഉസ്താദ്. എല്ലാ സദസ്സിലും പോയി തെച്ചാ ദ്വാർക്കൊരു ഉസ്താദ് ഡ്രസ് പോലും ഇടകളുടെ കൊണ്ടാവില്ല ഉസ്താദ്. അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ. അല്ലാഹുവേ അങ്ങനത്തെ ഒരു സീക്ക് പോലും ഞങ്ങളെ അപ്പമാർക്ക് പെഞ്ഞൈ മക്കു ഞങ്ങളെ ശിഷ്യന്മാർക്ക് കുടുംബത്തങ്ങ പിർസവയിക്കിടങ്ങ ഞങ്ങളെ വാല് കേക്കിടങ്ങ ഞങ്ങൾക്ക് ദ്വാർക്കിടങ്ങ ഞങ്ങളെ നല്ല നീയത്തിൽ ഖൽബ് കൊണ്ട് പിർസവയിക്കിടങ്ങ ഞങ്ങളെ ഉയർച്ചത്തിലും വളർച്ചത്തിലും അഭിമാനിക്കിടങ്ങ കുസിപ്പെടങ്ങ ഒരാളും നീ അതുപോലത്തെ സീക്ക് തന്നിട്ട് കൊടുത്തിട്ട് പരീക്ഷിക്കേണ്ട റഹ്മാനെ. ഇൻഷാ അല്ലാഹ് നല്ല നീയത്തിൽ അങ്ങനത്തെ ഒരു സീക്ക് അൽഹംദുലില്ലാ. എന്റെ പേര് ആരിഫ്.
ಎಂದ ನೈಮಿ ಉಸ್ತಾದ್ಗೆ ಗೊತ್ತಿಲ್ಲ, ಎಲ್ಲರೂ ಗೊತ್ತುಂಟು. ആരിഫ് അള്ളാഹുവിനെ ഗൊന്തില്ലാണ്ടല്ലവ ചിലത് അങ്ങനെ, ചിലത് നക്കി അതേപോലെ. അള്ളാഹുവിനെ കബൂലാക്കു റഹ്മാനെ, എല്ലാ സീക്കട തൊട്ട് കാക്കു റഹ്മാനെ. ഒരു 3 ഇൻഷാ അല്ലാഹ് നല്ല നിയത്തിൽ ഒരു 3-4 വേബറു നക്ക അള്ളാഹുവേ ഇൻഷാ അല്ലാഹ്. ആറ് ഒരു 3-4 ഒരു 313 ഉറുപ്പല്ലേ. 3 ലാക്ക് കേക്കില്ല നിങ്ങളിട്ട, 1 ലാക്ക് കേക്കില്ല, എന്തു കേക്കില്ല. ഒരു 313 ബദരീകളെ പേരിൽ അള്ളാഹുവേ ഇത് കുംപുണ്ടയൽಗೆ മരിക്കിട മുണോലു കുടുംബ സമേത ഹജ്ജിക്ക് പോക തൗഫീഖ് കൊടുക്കൂ റഹ്മാനെ. ആരെ നോക്കാം, ബിസ്മില്ലാ. മഖ്ബൂലും മബ്റൂറായ ഹജ്ജ് ഉംറ ആക്കണയുടെ ആസൽ ആരെങ്കിലും ഒരാളുള്ള ബിസ്മില്ലാ. മഖ്ബൂലും മബ്റൂറായ ഹജ്ജ് ഉംറ ആക്കിയിട്ട് മരിക്കണം. അതിന് മുന്നോൽ മരിക്കോ തീറ ഹജ്ജിക്ക് അവകാശം കിട്ടണം. ആരെങ്കിലും ഏറ്റെടുക്കണ ബിസ്മില്ലാ. നല്ല നിയത്തില് അല്ലാഹുവേ ഇത് കൊമ്പുണ്ടയൽಗೆ ഹജ്ജിക്ക് പോകുള്ള തൗഫീഖ് കൊടുക്കൂ റഹ്മാനെ, ഉംറത്തുക്ക് പോകുള്ള തൗഫീഖ് കൊടുക്കൂ റഹ്മാനെ. അതുകൊള്ള എല്ലാ തെറും നീ തുറന്നു കൊടുക്കൂ റഹ്മാനെ. അതുകൊള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ബിലി നിയത്ത് പാട്ടു റഹ്മാനെ ഇൻഷാ അല്ലാഹ്. ആര് ആരുമില്ലേ നിങ്ങൾ ബിസ്മില്ലാ. ആയെങ്കിൽ പാടം പോണു. കലിഞ്ഞ കുരി ഞാൻ അജ്ജ് പോയിട്ട് ഈ കുരിയും പോണുണ്ട് ആശയുണ്ടുണ്ടു. അള്ളാഹു എത്തുപാട്ടി തരട്ടെ. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ചെമ്മപ്പെട്ട ഹജ്ജിക്ക് പോക ഭാഗ്യ തരട്ടെ. ഇനൊരു ജണ്ടേ ഉള്ളു. ബിസ്മില്ലാ. ഇതാറ് വേഗ ചൊല്ലൊരു നല്ല നിയത്തിൽ മറിച്ച ബാപ്പട പേരിൽ ഇൻഷാ അല്ലാഹ് അബ്ബ മറിച്ച് ഏതെങ്കിലും ഒരു മോണി സദസ്സിലുണ്ടാ എങ്കിൽ നന്റെ നാനാക്കിയ നന്റെ അബ്ബ അധ്വാനിച്ചിട്ട് കഷ്ടപ്പെട്ടിട്ട് നന്റെ ബലിയാക്കിയ നന്റെ ബാപ്പ, ആ ബാപ്പക്ക് എന്തെങ്കിലും ഒരു കൊണ ഇന്റെ തയ്യിൽമടെ സദസ്സ് കൊണ്ടിട്ട് കബറുക കിട്ടട്ട് ചെന്നിട്ട് നീയത്താക്കിട്ട് ബിസ്മില്ലാ ഏതെങ്കിലും ഒരു മോണു നിങ്ങമ്മ മാഷാ അല്ലാഹ്. അമീർ നിങ്ങൾ ഉടരല്ലേ ബാബാജി മറിച്ച മർഹൂം ബാബാജിയുടെ മോണു അമീർ ഭായ് ബാപ്പയുടെ പേരിൽ ബാബാജിയുടെ പേരിൽ അല്ലാഹുവിനെ കബൂലാക്കു റഹ്മാനെ, സ്വർഗ കൊടുക്കു റഹ്മാനെ. ആ അബ്ബുക്ക് എന്തൊരു സന്തോഷാവല്ലേ. മോണ് ಋಣ തീർത്തല്ലേ എന്നിട്ട് തീർക്കുകയാവൂല്ലേ. ആയെങ്കിലും ഞങ്ങൾ കൊണ്ട് അവിടെ പ്രയത്നം അല്ലാഹു ഖബർ വിശാലാക്കട്ടെ. അതുപോലത്തെ പിന്നൊരു മോണുള്ളാണ് ഈ സദസ്സിൽ. അബ്ബട ഒരാൾ ആറാവിടെ ഇതാക്കിയല്ലേ അല്ലേ. ഇതും നിങ്ങൾ ഇവിടെ ഒന്നെടുത്ത് അതേപോലെ അല്ലേ. ബാപ്പയുടെ പേരും ഒരു താലിമ്പി കൊടുക്ക താലിമ്പുണ്ട് അവിടെ. ഞങ്ങളെ ബട്ടർക്കേര നസീറാക്ക ഗുരുത്തുണ്ട്, നമുക്ക് നല്ല ഗുരുത്തുണ്ട്. സിറാജാക്ക ബിസ്മില്ലാ. ഇതായാലും എത്തുപാട്ട എങ്ങനെ അതായാലും കൊടുക്കണമല്ലോ. നാത്തിന്നോണാക്കിട്ടെങ്കിൽ ഗൊന്തുള്ളായത് കൊണ്ട് ബട്ടർക്കേര നസീറാക്ക പാവ അയാലും അയാലും ഉമ്മം ബാപ്പം പിഞ്ഞയും മക്ക എല്ലാവർക്കും കുടുംബത്തുക്കും നീ ആഫിയത്ത് കൊടുക്കു റഹ്മാനെ, ഹദിയാക്കി തുടങ്ങി ദീർഘായുസ് കൊടുക്കു റഹ്മാനെ. അയാളെ എല്ലാ കാര്യം റാഹത്താക്കി കൊടുക്കു റഹ്മാനെ. അയാളെ വൈവാട്ടിൽ ബർക്കത്ത് കൊടുക്കു റഹ്മാനെ, ഹദിയാക്കി തുല. ബിസ്മില്ലാ. ആരെങ്കിലും ഒരാള് ഈ റായത്തില് അണ്ടര പിടിച്ചിട്ട് ഇണ്ടുതോല് മറിച്ചുപോയ എല്ലാ മുഅ്മിനീങ്ങളെ പേരില് ഒന്ന് ദുആർക്കുക വേനായിട്ട് ഒന്നല്ലേ. ബിസ്മില്ലാ. ഞങ്ങളെ അതാ ബിസ്മില്ലാ. ഞങ്ങ ബാവാക്കാണ്ട് ചൊല്ലേ ജോക്കട്ടെ ബാവാക്കാണ്ട് ഇവിടെ നിങ്ങനെ ചൊല്ലേ അബൂക്കറാജാർ അൽഹംദുലില്ലാ. എല്ലാര പേരില് ബിസ്മില്ലാ ഒന്ന് അല്ലാഹുവിനെ ഖബൂലാക്കു റഹ്മാനെ. ബിസ്മില്ലാ. നക്കും പോകാ അല്ലാഹ്. അതാ ഉസ്താദ് ബിസ്മില്ലാ. ഇത് ഉസ്താദ് നക്കൂല ആവട്ടെ. ഒരു താലും എടുത്തല്ലേ ഇൻഷാ അല്ലാഹ്. ദുആർക്ക ഒരു 3 സ്വലാത്ത് ചൊന്നിട്ടു വലിയ ഒരു ചെറിയ ദുആർന്നിട്ട് പോവാ. അല്ലാഹുവേ ബാവാജാർ സ്വദഖനി ഖബൂലാക്കിട്ട് ഈ റായത്തില് ഈ മഹല്ലില് ആരെല്ലാം മർസിറാറാ അങ്ങനെ അതേപോലെ ഞങ്ങളെ കുടുംബത്തിലും ഉൽഗം പർത്തൂല്ലേ എല്ലാര ഹളറാത്തിക്ക് ഇതര മിസ്ല സവാബത്ത് പാട്ടി കൊടുക്കു റഹ്മാനെ. ഒരു 3 സ്വലാത്ത് ചൊല്ലുന്നൊക്കെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ഒരു ചെറിയ ദുആ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. أرحم الراحمين يا الله ഈ സദസ്സ് നീ ഞങ്ങളുടെ ഭാഗത്ത് ഖബൂലാക്കു റഹ്മാനേ. ഈ സദസ്സറ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ടു ഞങ്ങളുടെ ലൈഫിൽ വന്നുപോയ എല്ലാ തപ്പുകളെ നീ മാപ്പാക്കിത്ത അല്ലാഹ്.
ഞങ്ങൾക്ക് നീ ഈമാന് വർദ്ധിപ്പിക്കു റഹ്മാനെ, തഖ്വ താ റഹ്മാനെ, ഞങ്ങളെ ഖൽബിലു നിന്റൊട്ടിയുള്ള പേടിയിട്ട് താ റഹ്മാനെ. ഇനിയുള്ള കാലം നിന്റെ പേടിച്ചിട്ട് നല്ല തഖ്വത്തിൽ ജീവിക്കൂ നീ തൗഫീഖ് താ അല്ലാഹുവേ. ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ള അഞ്ചുമാന സമിതിയുടെ ആൾമാര്, പ്രസിഡന്റുമാര്, സെക്രട്ടറിമാര്, കോശാധികാരി സമേതമുള്ള കമ്മിറ്റിയുടെ എല്ലാ മെമ്പർമാര്, ഈ പക്കത്തിലുള്ള ഉത്തരവാദിത്തപ്പെട്ട പ്രായത്തെ നല്ലത് ഗബേനായിട്ടുള്ള സമിതിങ്ങ ഏതെല്ലാം ഉള്ളാറാ ആ സമിതിയുടെ എല്ലാ നേതാക്കന്മാർക്ക് മെമ്പർമാർക്ക് അങ്ങും ഞങ്ങും എല്ലാവർക്കും ചെമ്മ കാല നിന്റെ ദീനകബേനായിട്ട് ചെമ്മ നല്ലതാക്കുള്ളൂ തൗഫീക്ക് കിട്ടുകയും അതൊരൊട്ടിಗೆ നല്ല ആഫിയത്തും ദീർഘായുസ്സും താ അല്ലാ. അഞ്ചുമാന്റെ സെക്രട്ടറിക്ക് ഉഷാറില്ലേണ്ട ചൊന്നിട്ട് ദുആർക്കോ ചൊന്നാറ് നീ കാമിലും ആജിലുമായ ശിഫാ കൊടുക്കല്ലാ. ആര് ഞങ്ങളെ കൈവിട്ടെങ്കിലും ഞങ്ങൾക്കും നീനുള്ളല്ലേ ചൊല്ല ഒരു വിശ്വാസ റബ്ബേ, നീ ഞങ്ങളെ കബൂലാക്ക് അല്ലാ. നീ ഞങ്ങളെ കൈവിടണ്ട റഹ്മാനെ. ഞങ്ങളെ എല്ലാരും ഖൈറായ ഉദ്ദേശ ഹാസിലാക്ക് റഹ്മാനെ. എല്ലാവിധ ആഫത്ത് ബലാ എടങ്ങേറ് മുസീബത്ത് തൊട്ട് നീ ഞങ്ങളെ കാക്കല്ലാ. വലിയ വലിയ സീക്കട തൊട്ട് നീ ഞങ്ങളെ കാക്കല്ലാ. ജമാഅത്തറ വൈസ് പ്രസിഡന്റ് ഷരീഫ് ഹാജിര പെഞ്ഞയും മുംതാസ് ജുൽഡയും മുഞ്ഞാണ്ട് മൗത്തായിട്ട് അല്ലാഹുവേ നീ ആ പെണിങ്ങളെ ഖബർ സ്വർഗീയ ഖബറാക്കല്ലാ. മഗ്ഫിറത്ത് കൊടുക്കല്ലാ, മർഹമത്ത് കൊടുക്കല്ലാ, ഖബർ വിശാലാക്കല്ലാ. അതുപോലെ ഞങ്ങളെ പൈക്ക് ഈ റായത്തങ്ങും അല്ലാത്തങ്ങുമായ ആരല്ല എവിടെല്ല മറിച്ചിട്ട് കിടന്നിറാറാ അങ്ങനെ എല്ലാരെ ഖബറും ഞങ്ങളെ ഈ സദസ്സരെ ബിൽച്ച അങ്ങ് വലിയ ഒരു സമാധാന ആയിട്ട് നീ എത്തുപാട്ടി കൊടുക്കല്ലോ. അങ്ങനെ ഖബർ വിശാലാക്കല്ലോ റബ്ബേ. ഞങ്ങ നാളെ മറിച്ചിട്ട് ഖബറിൽ കിടന്നെങ്കില് ഞങ്ങളെ നെനപ്പാക്കിട്ട് ഖുർആൻ ഓതിട്ട് ദുആർക്കിടെ നല്ല സ്വാലിഹീങ്ങായ മക്കളെ താ അല്ലാ. അല്ലാ ഈ മക്ക ഇൽമു പഠിക്കട മക്ക റബ്ബേ. ഈ മക്ക സമയത്ത് ഞങ്ങളെ എല്ലാരും മക്കവും ഞങ്ങളെ മക്കവും ഞങ്ങളെ ദർസിൽ പഠിക്കട മക്കവും നാഫിയായ ഇൽമു താ അല്ലാ. അല്ലാ ഞങ്ങളെ മക്കളും ഞങ്ങളെ ശിഷ്യന്മാരും ഞങ്ങളെ കാട്ടി വലിയ സ്ഥാനത്ത് നീ എത്തുപാട്ടല്ലോ. അത് കാണുകൊള്ള ആയുസ് നീ ഞങ്ങൾ നീട്ടിത്താ അല്ലാ. ആഫിയത്തോടുകൂടെ നീട്ടിത്താ അല്ലാ. ഈ ജോക്കട്ടകളുടെ നല്ല റായ ദീന്റെ തനിമ ഉള്ള റായ ഖിയാമത്ത് നാലു തോലും ആ ദീന്റെ നേരായ ചൈതന്യ ഈ റായത്ത് നിലനിർത്തല്ലോ. അല്ലാ സ്റ്റേജിലുള്ള ഉസ്താദുമാർ ഞങ്ങളെ ദാരിമി ഉസ്താദ്, അതുപോലെ ഉഡ്ര ഉസ്താദായ ദാരിമി ഉസ്താദ്, അതുപോലെ ഈദ്ഗാ പള്ളിയുടെ ഉസ്താദായ ഹനീഫി ഉസ്താദ് സമയത്തുള്ള എല്ലാ ഉസ്താദുമാർക്കും അങ്ങും ഞങ്ങും ഞങ്ങളെ ലാസ്റ്റ് ദമ്മും നിക്കിട ടൈമു തോലും പള്ളിയിൽ ഖിദ്മത്ത് എടുക്കുക തൗഫീഖ് താ അല്ലാ. ഔത്തുലു റെസ്റ്റില് ദയിക്കടവർ അവസ്ഥ ബർബാട്ടണ്ട അല്ലാ. ഇപ്പൊ റെസ്റ്റിലേട്ട് ചൊല്ലൊരു അവസ്ഥ ബർബാട്ടണ്ട അല്ലാ. ലാസ്റ്റ് തോലും പള്ളിയിൽ ഖിദ്മത്ത് എടുത്തെടുത്തിട്ട് ആ ഖിദ്മത്ത് എടുത്തോണ്ടിക്കുമ്പമേ മക്കൾക്ക് ഇൽമു ചൊന്നു കൊടുത്തോണ്ടിക്കുമ്പമേ മരിക്കുള്ള ഭാഗ്യത്ത അല്ലാ. വേഗ നീ ഞങ്ങളാരും മരിപ്പാട്ടണ്ട അല്ലാ. അല്ലാ ഞങ്ങൾക്ക് നീ ആയുസ് നീട്ടിത്ത അല്ലാ. നല്ല ആഫിയത്ത് റൊട്ടിಗೆ ലാസ്റ്റ് ഒരു നല്ല ടൈമും ഒരു നല്ല പക്കത്തില് നല്ല എല്ലാരും നിൽക്കുമ്പോ തൗബ ആക്ക ഒരു ചാൻസ് തന്നിട്ട് അല്ലാ നല്ലത് മാത്രം നോക്കിയോണ്ടിക്കുമ്പോ, നല്ലത് മാത്രം കൽബിൽ നിർച്ചോണ്ടിക്കുമ്പോ, നല്ലത് മാത്രം കേട്ടോണ്ടിക്കുമ്പോ സ്വർഗ കണ്ടിട്ട് ചിരിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്തു തൗഹീദ് ചൊന്നിട്ട് മരിക്കൂ നീ ഭാഗ്യത അല്ലാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ഈ ജോക്കട്ടിൽ മറപ്പെട്ട് കിടന്നിട്ടുള്ള എല്ലാവരും ഉപ്പാടെ ചൊന്ന പോലെ ജോക്കട്ട ഉസ്താദ് സമേത, അതുപോലെ ഞങ്ങൾ അർശങ്കുപ്പട മാമി ചെന്നിട്ടൊരു പെണിങ്ങ
ഞങ്ങളെ കുടുംബത്തിൽ അങ്ങെല്ലാരും ഉടമയായിട്ട് കിടാറ് മറപ്പെട്ട് കിടന്നിട്ടുള്ളേ. അത് അങ്ങ സമയത്ത് ആരല്ല ഈ റായത്തങ്ങ് മറിച്ചിട്ട് അല്ലാത്തങ്ങും ഇവിടെ മറപ്പെട്ട് കിടന്നറാറാ എല്ലാവർക്കും സ്വർഗ കൊടുക്കൂ റഹ്മാനെ. ഈ കാര്യക്രമത്തെ യശസ്വികനായിട്ട് അധ്വാനിച്ചങ്ങ പ്രവർത്തിച്ചങ്ങ സഹായിച്ചങ്ങ സഹകരിച്ചങ്ങ പ്രത്യേകിച്ചിട്ട് അരിയും ഇറച്ചിയും ഉടർ സീരണികവേനായിട്ട് സ്വതക്ക തന്നങ്ങ എല്ലാവരും എന്ത് ഉദ്ദേശിച്ചിട്ടാ റബ്ബെ തന്നറോ അതെല്ലാം നീ അങ്ങ് റാഹത്താക്കി കൊടുക്കല്ലോ. ഈ അപ്രതിച്ചിട്ടുള്ള എത്രമാ ഉമ്മ പെങ്ങന്മാരുള്ളാറ് പാവ. സുഹൈൽ ഞങ്ങളെ ദർസിൽ പഠിച്ചുകൊണ്ടുള്ള മുത്തഅല്ലിം സുഹൈലിന്റെ അലിയാക്കട ഉപ്പ അലിയങ്കട അബ്ബ ആക്സിഡന്റ് ആയിട്ട് ദ്വാർക്കോ ചൊന്നാർ. അല്ലാഹുവേ നീ ശിഫ കൊടുക്കൂ റഹ്മാനെ, ആഫിയത്ത് കൊടുക്കൂ റഹ്മാനെ, സലാമത്ത് കൊടുക്കൂ റഹ്മാനെ. ഞങ്ങളെ ഉടനെ നുപ്പാടെ ചൊന്നുപോലെ പാവത്തെ പെണ്ണുമക്കളെ മങ്ങിലാക്കുകനായിട്ട് മുഹമ്മദ് ജത്തബെട്ടു മുഹമ്മദ് ജൊണ്ടയിൽ ഒരു പവന് കൊടുക്കടായിട്ട് ചൊന്നു. അല്ലാഹുവേ നീ ഖബൂലാക്കു റഹ്മാനെ, അയാൾക്ക് അത് കൊടുക്കുള്ള തൗഫീക്ക് കൊടുക്കു റഹ്മാനെ, ആവത് കൊടുക്കു റഹ്മാനെ. റബ്ബേ അതിന്റെ ബർക്കത്ത് നീ അയാൾക്കും അയാളുടെ കുടുംബത്തും കൊടുക്കു റഹ്മാനെ. അപ്രതിച്ചിട്ടുള്ള പാവ ഞങ്ങളെ ഉമ്മ പെങ്ങന്മാർ നീ അങ്ങക്ക് ഖൈറും ബർക്കത്തും കൊടുക്കു റഹ്മാനെ. അങ്ങനെ എല്ലാ കാര്യം നീ റാഹത്താക്കി കൊടുക്കു റഹ്മാനെ. അതേപോലെ ബി എ കാദറാജാറും പാവത്ത മക്കളെ അയാളുടെ മറുമോണ് പിന്നെ അയാളെ മറിച്ചീർ അയാളുടെ പേരില് അയാളുടെ പെഞ്ഞി തണ്ടേ ഇൻഷാ അല്ലാഹ് ഒരു പവന് പാവത്തെ പെൺമക്കളെ മങ്ങിലാക്കിയിട്ട് എടുത്തോകൂ സഹായിക്കിടയുന്നറാർ. അല്ലാഹുവിനെ ഖബൂലാക്കു റഹ്മാനെ. ആ മാപ്പിള ഖാദറാജയുടെ ഖബർക്ക് നീ അതിന്റെ മിസ്രിൻ സവാബത്ത് പാട്ടി കൊടുക്കു റഹ്മാനെ. ആ കുടുംബത്തിന് അതിന്റെ ബറക്കത്ത് കൊടുക്കു റഹ്മാനെ. പാവ ഈ പെണിങ്ങ അല്ലാഹുടെ ദീന്റെ നിയമ ചൊല്ലുമ്പോ നല്ല നിയത്തോടുകയുടെ കേക്കട ഉമ്മ പെങ്ങന്മാർ നീ അങ്ങനെ കൈവിടണ്ട റഹ്മാനെ. അങ്ങനെ എല്ലാ കഷ്ടപ്പാടും നീ ദൂരത്താക്കി കൊടുക്കു റഹ്മാനെ. എത്രമാ ബേജാറുള്ള ഉമ്മ പെങ്ങന്മാർ ഈ സദസ്സുള്ള എല്ലാ ബേജാറും നീ തീർത്തു കൊടുക്കു റഹ്മാനെ. ഉഷാരില്ലാത്ത എത്രമാ ഉമ്മ പെങ്ങന്മാരുള്ളാർ ഒരെണ്ണംതല്ലാത്ത പിന്നൊരെണ്ണത്തെ ഉഷാരില്ലാത്തത് അല്ലാഹുവേ നീ ശിഫ കൊടുക്കു റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ ഗൊന്തുള്ളങ്ങളെ കൂട്ടത്തിൽ ചെറിയ മക്കളെ പോലും സ്കാനിങ് ആക്കണോണ്ട് ചൊന്നങ്ങ ഉള്ളാർ. ആ റിപ്പോർട്ടും എല്ലാം വരുമ്പോ നോർമൽ റിപ്പോർട്ട് കുമ്പാ റഹ്മാനെ. ഞങ്ങളെ നൊമ്പലാക്കിടം പോലത്തെ ഒരു റിപ്പോർട്ട് നീ അതിൽ പറത്തു കൊമ്പരണ്ട റഹ്മാനെ. ഞങ്ങളെ ദുആ നീ ഖബൂലാക്കല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ഉട ലൈവ് കൊടുത്താൽമാർ മൈക്ക് ഓപ്പറേറ്റ് ആക്കിയാൽമാർ ലൈവിൽ എത്രമാ ഇൽമ കേട്ട് വെച്ച ആണിങ്ങ പെണിങ്ങ എല്ലാരും ഈ ദുഅത്തെ ബറക്കത്ത് ഈ മജ്ലിസിന്റെ ബറക്കത്ത് അങ്ങും ഞങ്ങും എല്ലാവർക്കും താ റഹ്മാനെ. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരും മുട്ട വന്നിട്ട് ഇൻഷാ അല്ലാഹ് മുസാഫഹത്താക്കാം. സ്വലാത്തു അലൈഹി സ്വല്ലല്ലാഹു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് മതപ്രഭാഷണ പരമ്പരയുടെ 2ാം ദിവസമായ നാളെ രാത്രി പ്രഭാഷണ വേദിയിൽ പ്രഭാഷണം നടത്തി തയക്കവും ഭയക്കവും ചെന്ന തൻസീഫ് ഫൈസി അൽ മുർഷിദി കേരളക്കട്ടെ അവർകൾ ഖബർ ജീവിതം എന്ന ഗഹനമായ വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് കൃത്യസമയം 8 മണിക്ക് മഹത്തായ വേദിയെ ധന്യമാക്കുകയാണ്. എല്ലാ സഹോദര സഹോദരിമാരും മഹത്തായ മജ്ലിസിൽ സംബന്ധിക്കണമെന്ന് ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ അഭ്യർത്ഥിക്കുന്നു. ഈ മഹത്തായ പരിപാടിക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇതിന്റെ സംഘാടകർ, പ്രവർത്തകർ